شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون قال رسول الله صلى الله عليه وسلم إن لله خلقا خلقهم لحوائج الناس يفزع الناس إليهم في حوائجهم أولئك هم الآمنون من عذاب الله قال النبي يكون دجالون في آخر الزمان كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ومن تقدما الصلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله ബഹുമാന്യരായ വടശ്ശേരി ഉസ്താദ് അവറുകളെ, സ്റ്റേജിലും സദസ്സിലുമുള്ള ഉലമാക്കളെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം ഉൾക്കൊള്ളുന്ന വിശ്വാസി സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, ഈ ആദർശ സമ്മേളനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുപോയ ബിദഈ സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, ഹ്രസ്വമായ വാക്കുകളിലാണെങ്കിലും ഒരു മുസ്ലിമിന്റെ ആദർശം എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും ഉദ്ഘാടന പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അരീക്കോട് ഈ ഒരു പരിപാടിക്ക് കാരണമായത് ഈ പ്രദേശത്തെ എല്ലാവർക്കും അറിയാം. ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാം അല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് ഇസ്ലാം എന്നും അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശങ്ങളെ വിമർശിക്കുന്ന കക്ഷികളുടെ ആശയങ്ങളും ആദർശങ്ങളും എന്താണെന്നും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സംഘാടകർ ഈ ഒരു പരിപാടി ഒരുക്കിയിട്ടുള്ളത്. സർവശക്തനായ അല്ലാഹു ഹഖായ ആദർശം ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.
ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മുസ്ലിമീങ്ങൾ എല്ലാവരും പറയുന്നത് ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ് എന്നാണ്. ഇസ്ലാം മതത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കായിരുന്നു ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. നബിമാരിൽ അവസാനത്തവരാണ് ഈ ഉമ്മത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇനി വേറെ ഒരു നബി ഇല്ല, വരാനുമില്ല. 63-ാമത്തെ വയസ്സിലാണ് മുത്തുനബി തങ്ങൾ ഈ ലോകത്തോട് വിട ചൊല്ലിയത്. നബി തങ്ങൾ വഫാത്താകുമ്പോൾ 63 വർഷക്കാലത്തെ അവിടുത്തെ ജീവിതം ഒരു പുസ്തക രൂപത്തിലാക്കി വെച്ച് അവിടുത്തെ അനുചരന്മാർക്ക് കൈമാറിക്കൊണ്ടായിരുന്നില്ല മുത്തുനബി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. മറിച്ച് നബിതങ്ങളിൽ നിന്ന് ഇസ്ലാം അനുഭവിച്ചു പഠിച്ച സ്വഹാബികൾക്ക് പരിശുദ്ധ ഇസ്ലാം കൈമാറിക്കൊണ്ടാണ് മുത്തുനബി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. നാം കേരളീയരായ നമുക്ക് ഒരു പ്രത്യേകതയും ഒരു വലിയ സൗഭാഗ്യവുമാണ്. നേരത്തെ അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി കേരളത്തിലാണ്. ആ പള്ളിയുള്ളത് ഇന്നൊരു പക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം മുസ്ലിമീങ്ങളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. പക്ഷേ കേരളത്തിലെ പ്രഥമ മസ്ജിദ്, ഇന്ത്യയിലെ പ്രഥമ മസ്ജിദ് മലപ്പുറം ജില്ലയിലായിരുന്നില്ല. കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ മസ്ജിദ് എന്ന പള്ളിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളി എന്നാണ് ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബത്താണ് ഈ കേരളത്തിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനായി കടന്നു വന്നത് എന്നാണ് ചരിത്രം. ഇതൊരു സുന്നി മുജാഹിദ് തമ്മിലുള്ള ഒരു തർക്കമൊന്നുമല്ല. നിങ്ങൾ എന്റെ കയ്യിൽ കാണുന്ന പുസ്തകം, ഞാൻ എന്നെ കേട്ടു നിൽക്കുന്ന എല്ലാ വിഭാഗം മുജാഹിദീങ്ങളോടും ഇത് അന്ധമായി നിങ്ങളെ വിമർശിക്കാനോ കുറ്റപ്പെടുത്തുവാനോ ഉള്ള ഒരു പരിപാടിയല്ല. അത്തരം വിമർശനങ്ങളല്ല ഞങ്ങൾ ഈ ആദർശ സമ്മേളനം കൊണ്ട് അർത്ഥമാക്കുന്നതും ലക്ഷ്യമാക്കുന്നതും. നിങ്ങളുള്ള സ്റ്റേജ് ഒരു ആത്മവിചിന്തനം നിങ്ങൾ നടത്തണം. മൗലവിമാര് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതിന്റെ ആഴത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എന്റെ കയ്യിൽ കാണുന്ന പുസ്തകം മുജാഹിദ് സെന്റർ കോഴിക്കോട് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ്. ഈ പുസ്തകം ഇന്നത്തെ എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും സ്വീകാര്യമാണ്. കാരണം ഇത് വളരെ പഴക്കമുള്ള ഒരു പുസ്തകമാണ്. കുട്ടശ്ശേരി മൗലവി എഴുതിയ പുസ്തകമാണ്. മുഹമ്മദ് മൗലവി കുട്ടശ്ശേരി എഴുതിയ ഈ പുസ്തകത്തിന്റെ പേര് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്നാണ്. അഥവാ ഈ പുസ്തകം മുജാഹിദ് എഴുതിയിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒരാള് മുജാഹിദ് ആവുകയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ആമുഖമായി ചരിത്രപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ 21-ാമത്തെ പേജിൽ അവർ എഴുതി വെച്ചു, കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാഹി നേതാവ് നബിയുടെ കാലത്ത് തന്നെ മതപ്രബോധകനായി ഇവിടെ വന്നിറങ്ങിയ മാലിക് ബിനു ദീനാറാണ്. തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിൽ വല്ല സംശയങ്ങളും മുജാഹിദീങ്ങൾക്കുണ്ടെങ്കിൽ അത് പീഡിയാക്കൊലായില് നാളെയല്ല പറയേണ്ടത്. ഇത്രയും വലിയൊരു ജനാവലിയുടെ മുന്നിൽ നിങ്ങൾക്ക് എന്നെ വിചാരണ ചെയ്യാം. കാരണം നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതാത്തൊരു കാര്യം ഈ പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു വിഷയം എനിക്കില്ല. ഞാൻ വായിക്കുന്ന വരികൾ ഈ പുസ്തകത്തിന്റെ അകത്തുള്ളതാണ്. ഇത് വായിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലായി മാലിക് ബിനു ദീനാർ കേരളത്തിൽ വന്നു എന്നുള്ളത്.
മാലിക് ബിൻ ദീനാർ കേരളത്തിൽ വന്നതെന്ന നബിയുടെ കാലത്ത് തന്നെയാണ് മാലിക് ദീനാർ കേരളത്തിലെത്തി എന്നാണ് മുജാഹിദിന്റെ പുസ്തകം പറയുന്നത്. ആരാണ് സ്വഹാബി? വമൻ സ്വഹിബൻ നബിയ ഔ റആഹു മിനൽ മുസ്ലിമീന ഫഹുവ മിൻ അസ്ഹാബിഹി. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടവരാണല്ലോ സ്വഹാബത്ത്. ഒരു സ്വഹാബിയുടെ ഗുരുനാഥൻ ആരാണ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് കിട്ടിയിട്ടുള്ള ആദർശം അത് ഹഖായ ആദർശ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി അങ്ങനെ തന്നെ എഴുതിയ പുസ്തകമാണ് അടുത്തത് വായിക്കുന്നത്. ഈ പുസ്തകം അന്നദുവ, ഇവിടെ തൊട്ടടുത്ത സ്ഥലമാണല്ലോ എടവണ്ണ. 8 കൊല്ലത്തെ പഴക്കാണ് ഈ സോവനീറിനുള്ളൂ. ജാമിയ നദവിയുടെ സമ്മേളന സോവനീർ വർഷം ഞാൻ പറയുന്നു 2008. ഈ അന്നദുവ സോവനീറിൽ നോക്കൂ നിങ്ങൾ, ജാമിയ നദവിയ സ്റ്റുഡൻസ് യൂണിയൻ ഉപഹാരം. മുജാഹിദീങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്ത് ഉപഹാരം ഇറക്കിയിട്ടുണ്ടെങ്കിലും സുന്നികൾ അത് വായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. നിങ്ങൾ ഏത് കോളേജിൽ നിന്നൊരു ഷീറ്റ് ഇറങ്ങിയാലും അത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതിന്റെ 103-ാമത്തെ പേജിൽ ഒരു ലേഖനം, ചരിത്രത്തിന്റെ വഴിയെ അന്വേഷണമാണ്. ലേഖനത്തിന്റെ തലവാചകം കേരളീയ നവോത്ഥാനത്തിനൊരു മുഖവുര എന്നാണ്. ഇനി ഇതിൽ പറയുന്നതും ഞാൻ വായിച്ചു തരാം. എടവണ്ണയിൽ 8 കൊല്ല പ്രവർത്തകരും വാങ്ങിക്കാൻ വേണ്ടി അവർ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നു, പ്രവാചകന്റെ ജീവിതകാലത്തു തന്നെ ഇസ്ലാമിക സന്ദേശം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്ന കൊല്ലം കണക്ക് കൂട്ടുകയാണെങ്കിൽ 100 കൊല്ലം തികയില്ല. അപ്പോ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് മുജാഹിദീങ്ങൾ ഒരു സമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനം ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞ 100 കൊല്ലാണല്ലോ. അന്ന് നമ്മൾ മുജാഹിദീങ്ങളോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ നൂറ്റാണ്ട് പറയുന്നത്? 100 കൊല്ലം എന്ന അർത്ഥത്തിലാണ് മലയാളത്തിലൊക്കെ സാധാരണ ഈ നൂറ്റാണ്ട് എന്ന് ഉപയോഗിക്കേണ്ടത്. എങ്ങനെ കണക്കൂട്ടുകയാണെങ്കിലും പഴയ കാൽക്കുലേറ്റർ എടുത്ത് കണക്കൂട്ടിയാലും ശരി, മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം തികയില്ല. അപ്പോ അതിന് ഉത്തരം പറഞ്ഞ ആള് മരിച്ചുപോയി. പത്തപ്പിരിയത്തുകാരനായ AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന മനുഷ്യനാണ് ആ ഒരു സംശയത്തിന് മുജാഹിദ് സമ്മേളനത്തിൽ മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മറുപടി വളരെ തമാശയായിരുന്നു. അദ്ദേഹം പറയുന്നത്, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ആജി എന്ന് പറയുന്ന ഒരാളുണ്ട്, അവിടെ മുതലാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. എന്നാ അവർക്ക് ആദം നബി മുതൽ കൂട്ടായിരുന്നു. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് എങ്ങനെ മുജാഹിദാണ്? ഉമ്മർ മൗലവിന്റെ പുസ്തകമെങ്കിലും വായിക്കുകയാണെങ്കിൽ AP അബ്ദുൽ ഖാദർ മൗലവി ആ പോയത്വം പറയോ? ഉമ്മർ മൗലവി പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി പിന്നെ ഷാഫിഈ മദ്ഹബ് സ്വീകരിച്ച യാഥാസ്ഥികനാണ്, അയാളെ മുജാഹിദായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. മുജാഹിദീങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വരൂ, ഞാൻ കാണിച്ചു തരാം പുസ്തകം. ഇനി ഇതുകൊണ്ടാണ് ഇപ്പോ ഇവിടെ ഏതൊരു പൊതുവിശ്വാസം പ്രസംഗിക്കാൻ വന്നു എന്ന് പറഞ്ഞു കേട്ടു. ആ സാധും പറഞ്ഞു തന്നെ മുജാഹിദ് പ്രസ്ഥാനാണ് മദ്രസ ഉണ്ടാക്കിയത്. അതിൽ സംഭവം എന്താ അറിയങ്ങള്? മുജാഹിദ് പ്രസ്ഥാനാണ് മദ്രസ ഉണ്ടാക്കിയത് മുജാഹിദീങ്ങൾ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല. ചാലിലകത്ത് കുഞ്ഞാമാജിനെ മുജാഹിദ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ ചരിത്രം ഇവരുടെ വളച്ചൊടിക്കുന്നത്. ചാലിലകത്ത് കുഞ്ഞാമാജി മുജാഹിദ് ആശയക്കാരനല്ല, അയാളൊരു മുജാഹിദല്ല. അതുകൊണ്ടാണ് ഉമർ മൗലവി ആ സത്യം എന്ന് തുറന്നു പറഞ്ഞത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും കേരളത്തിലെ ഇസ്ലാമിന്റെ പഴക്കം 100 കൊല്ലത്തെ പഴക്കമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 90 കൊല്ലാണ് ഇപ്പൊ പിന്നിടുന്നത്. എന്നാ സമസ്ത വന്നതിന് ശേഷമാണോ കേരളത്തിൽ ഇസ്ലാം? സമസ്ത പുതിയൊരു ഇസ്ലാം ഉണ്ടാക്കിയതല്ല, നിലവിലുള്ള ഇസ്ലാമിന്റെ ആദർശം സംരക്ഷിക്കാനാ സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളൂ. കേരളത്തിലെ ഇസ്ലാമിന്റെ പഴക്കം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിൽ പ്രബോധനം ചെയ്യുന്ന കാലത്ത് തന്നെ അള്ളാന്റെ ദീൻ എന്താണെന്ന് കേരളീയർക്ക് പരിചയപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതാണല്ലോ ഇവിടെ എഴുതുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ ഇസ്ലാമിക സന്ദേശം കേരളത്തിൽ വന്നിട്ടുണ്ട്. മാലിക് ബിനു ദീനാർ, ഹബീബ് ബിനു മാലിക് തുടങ്ങിയ ആദ്യകാല മുസ്ലിം മിഷനറിമാരുടെ പരിശുദ്ധ പാദമുദ്ര പതിഞ്ഞ പ്രദേശമാണ് മലബാർ. മാലിക് ദീനാറിന്റെ പാദമുദ്ര പതിഞ്ഞിട്ടുണ്ട് മലബാറിലെന്ന് മുജാഹിദിന്റെ പുസ്തകം. ഹബീബ് ബിനു മാലിക് മലബാറിലെത്തിയിട്ടുണ്ടെന്ന് മുജാഹിദിന്റെ സോവനീർ. തീർന്നില്ല, ഇനി ഇവിടെ ഒരു വരി കൂടെയുണ്ട്, അത് അടിവരയിടണം.
കാരണം ഒരു കാര്യം മുജാഹിദീങ്ങൾ പറഞ്ഞത് വളരെ നന്നായി, ഈ പറയാൻ പോണ വരിയാണ്, അത് വായിച്ചോളൂട്ടോ. അതുകൊണ്ടു തന്നെ കേരളീയർക്ക് പരിചയപ്പെട്ട ഇസ്ലാം തീർച്ചയായും ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഇസ്ലാം തന്നെയായിരുന്നു. എങ്ങനെ? മാലിക് ബിൻ ദീനാർ കേരളീയർക്ക് പരിചയപ്പെടുത്തിയ ഇസ്ലാം ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഇസ്ലാം തന്നെയാണ്. 2008 നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ ഇടവണ്ണയിൽ നിന്ന് പുറത്തിറക്കിയ സോവനീറിന്റെ 103ാമത്തെ പേജാണ്. എന്റെ വിശ്വാസി സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ കഥയില്ലാതെ ആളുകൾ വിട്ടുപോണത്. പഠിച്ചിട്ട് ഒരൊറ്റ കുട്ടി മുജാഹിദാവൂല. മുജാഹിദ് പ്രസ്ഥാനം ശരിയാണെന്നും അവര് പറയുന്നതാണ് തൗഹീദെന്നും അവര് പറയുന്നതാണ് ശിർക്കെന്നും പഠിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോവില്ല. കാരണം അത്രത്തോളം കഥയില്ലാത്ത ഒരു ബഹളപ്പടയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇത് വിമർശനമല്ല, ആരോപണമല്ല, കുറ്റപ്പെടുത്തലല്ല. ഇവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇത്രയും വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നബിയുടെ കാലത്ത് തന്നെ ഇവിടെ ഇസ്ലാം കേരളത്തിൽ വന്നു, മുജാഹിദ പറയുന്നത്. മാലിക് ദീനാർ വന്നു, മുജാഹിദ പറയുന്നത്. മാലിക് ദീനാർ പരിചയപ്പെടുത്തിയ ഇസ്ലാം ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഇസ്ലാമാണെന്ന് മുജാഹിദ പറയുന്നത്. എങ്കിൽ നേരത്തെ വടശ്ശേരി ഉസ്താദ് പറഞ്ഞ പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വന്ന ആളുകൾ ഇവിടെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി ഏതാ? പുളിക്കലോ എടവണ്ണയിലുള്ള പള്ളിയല്ല. ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി അരീക്കോടുള്ള പള്ളിയല്ല. ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാ മസ്ജിദ. ആ പള്ളി ഉണ്ടാക്കിയതാരാ? തറക്കല്ലിട്ട് താജുൽ ഉലമയും ഉദ്ഘാടനം ചെയ്ത എപി ഉസ്താദും അല്ലല്ലോ. ആ പള്ളി ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട സ്വഹാബത്താ. ആ സ്വഹാബത്ത് നിർമ്മിച്ച പള്ളി, ആ പള്ളിയിൽ ഇസ്ലാമിക ആരാധനാ കാര്യങ്ങളൊക്കെ അവര് കാണിച്ചു തന്നിട്ടില്ലേ? അവര് കാണിച്ച ആചാരം സുന്നികളുടെ കയ്യിലാണെങ്കിൽ സുന്നി പറയുന്നതാണ് ശരി. അതല്ല മുജാഹിദ് പറയുന്നതാണെങ്കിലോ, മുജാഹിദ് പറയും പോലെയാണ് അന്ന് സ്വഹാബത്ത് കേരളത്തിൽ വന്നിട്ട് അവര് നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ സുന്നികളായ നമ്മളെടുത്താണ് തെറ്റ്. എന്നാ പിന്നെ എല്ലാരും കൂടി മുജാഹിദ് പറയുന്നിടത്തേക്ക് മാറിക്കാം. ഇതാണ് അത്ര ചിന്തിക്കാനുള്ളൂ. എങ്കിൽ അവർ ഏതാണ് പഠിപ്പിച്ചത്? ഇനി എന്റെ അന്വേഷണം അതാണ്. അതിന്റെ ഇടയ്ക്കൊരു തമാശ. അതെന്താണെന്നറിയോ നിങ്ങള്? പിന്നെ ഈ നിലക്ക് മുജാഹിദിന്റെ ചെറുപ്പക്കാര് ചിന്തിച്ചു പോയാൽ ഇത് വലിയൊരു പുലുമാലായി പോകും എന്ന നിലയ്ക്ക് ഈ സംശയത്തിന്റെ മുനയൊടിക്കാൻ വേണ്ടി ഒരു മുജാഹിദ് മൗലവി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ മൗലവിയും ഈ പ്രദേശത്തുകാരനാണ്. അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന ദുർവ്യാഖ്യാന രാജകുമാരൻ. കാരണം അദ്ദേഹത്തെ പോലെ ദുർവ്യാഖ്യാനം നടത്താൻ തൊലിക്കട്ടിയുള്ള ഒരു മുജാഹിദ് മൗലവി ആ പാളയത്തിൽ വേറെയില്ല. ഷാഫി മദ്ഹബ് എന്ന അയാൾക്കൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഷാഫി ഇമാമ് പറയുന്നത് പിന്നെ ദിക്ർ ചെല്ലരുത് എന്നാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ സാധു മൊഴിമാറ്റം നടത്തിയപ്പോൾ അയാൾ ഒപ്പിച്ച മലയാള വരി എന്താണെന്നറിയോ നിങ്ങൾ? നാവ് കൊണ്ട് പതുക്കെ ഓർക്കാം. നാവ് കൊണ്ടാണല്ലോ മനുഷ്യന്മാർ ഓർക്കൽ. എന്തിനാ അങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഇടങ്ങേറാക്കുന്നത്? ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ. ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി അത് പോകട്ടെ, അയാളുടെ പുസ്തകത്തിലും ലേഖനത്തിലും ഇടക്ക് പറഞ്ഞത് കാണാം, ഷാഫി ഒരുപക്ഷെ ഈ ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല. ആരാ ഷാഫി എന്ന് പറഞ്ഞാൽ? ഇമാമുനെ ഷാഫിയെ കുറിച്ചാണ്, റളിയല്ലാഹു അൻഹു മഹാനെ കുറിച്ചാണ് ആര് പറയുന്നത്? സലാം സുല്ലമി പറയുന്നത്. ഈ ഹദീസ് ഷാഫി ഇമാം കണ്ടിട്ടുണ്ടായില്ലായിരിക്കാം. ഷാഫി ഇമാമിന് കിട്ടാത്ത ഹദീസ് കിട്ടിയ മഹാൻ എവിടുന്ന അത്ര കിട്ടിയത് അറിയങ്ങള്? മഞ്ചേരിയിലെ ബുക്കിസ്റ്റാളിന്ന്. ഞാൻ സാധാരണ പറയലുണ്ട്, അടുക്കളി കൊണ്ടച്ചോളോട്. ഷാഫി ഇമാമിന് കിട്ടാത്ത ഹദീസ് ഞങ്ങൾക്ക് കാണിച്ചല്ല. ആ സലാം സുല്ലമിയുടെ തൊലിക്കട്ടി കണ്ണും കാതുമുള്ളവരെ നിങ്ങൾക്ക് അയാളെ മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അഹ്ലുസ് സുന്ന വൽ ജമാഅ. അഹ്ലുസ് സുന്ന വൽ ജമാഅ സംശയവും മറുപടിയും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 11ാമത്തെ പേജാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താണ് ഇതിലൊരു ചോദ്യം? ചോദ്യം ഇതാണ്: കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത് സ്വഹാബത്തല്ലേ? അവർ സ്ഥാപിച്ച പള്ളികളിൽ ഇന്ന് നടന്നു വരുന്ന സമ്പ്രദായം സലഫിന്റെ മാർഗമാണല്ലോ. അത് പിന്തുടരാൻ നാം ബാധ്യസ്ഥരല്ലേ? ചോദ്യം നല്ല ചോദ്യം. കാരണം കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത് സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് പഠിപ്പിച്ച ആദർശം പിൻപറ്റാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ആ ചോദ്യത്തിന് സലാം സുല്ലമി കൊടുക്കുന്ന ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അദ്ദേഹത്തിന്റെ ജവാബ് വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത്. ഏത് കേരളത്തിൽ സ്വഹാബത്ത് ദീൻ പ്രചരിപ്പിച്ചത് എന്നുള്ളത് തീർന്നില്ല. നബിയുടെ കാലത്ത് ഇസ്ലാം കേരളത്തിലെത്തി എന്നതിന് വിശ്വാസയോഗ്യമായ തെളിവില്ല.
കണ്ട നിങ്ങള് ഈ പുസ്തകത്തിന്റെ 21-ാമത്തെ പേജിൽ അവർ എഴുതി നബിയുടെ കാലത്ത് സ്വഹാബത്ത് കേരളത്തിൽ ദീനെത്തിച്ചു എന്നുള്ളത്. ഈ ജാമിയ നബവിയിൽ നിന്ന് പുറത്തിറക്കിയ 2008 സോഫനീറിലെ 103-ാമത്തെ പേജിലും ഇവർ എഴുതി നബിയുടെ കാലത്ത് സ്വഹാബത്ത് കേരളത്തിൽ വന്നു എന്നുള്ളതും അവര് പ്രചരിപ്പിച്ച ആദർശം ഖുർആൻ സുന്നത്ത് അനുസരിച്ചുള്ള ആദർശമാണെന്ന്. ഇനി ഞാൻ ചോദിക്കുന്നു, 3 നേരം ഭക്ഷണം കഴിക്കുന്ന മുജാഹിദ് ചെറുപ്പക്കാരെ, ഇനിയും നിൽക്കണോ ഈ ആളില്ലാ പടയിൽ? ഇനിയും നിൽക്കണോ ഈ കഥയില്ലാത്ത പ്രസ്ഥാനത്തിൽ? നിങ്ങൾ അള്ളാഹനെ വിചാരിച്ച് രാജിവെച്ചു പോന്നോളൂ. ഈ ദുർവ്യാഖ്യാന രാജകുമാരന്മാരെ നിങ്ങളെ പറ്റിക്കുകയാണ് സഹോദരങ്ങളെ. ഇപ്പോൾ ഇയാൾ പച്ചക്ക് തള്ളി ചരിത്രം. ഈ ചരിത്രമല്ലേ നിങ്ങൾ എഴുതിയത്? ഈ ചരിത്രമല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? നിങ്ങൾ എന്തിന് തള്ളുന്നു ഇത്? കാരണം സ്വഹാബത്ത് കേരളത്തിൽ വന്ന് പ്രചരിപ്പിച്ച ആദർശം നിങ്ങളുടെ കയ്യിലില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. മുജാഹിദിനും സ്വഹാബത്ത് പഠിപ്പിച്ച ആദർശത്തിലാണ് ഞങ്ങളുള്ളതെന്ന് പറയാൻ ഒരു മുജാഹിദിനും കഴിയില്ല. ഇനി ഞാൻ സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ അവരുണ്ടാക്കിയ പള്ളി, ആ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമഅ നടന്നിട്ടുണ്ട്. ആ ജുമഅയുടെ ഖുത്ബ അവർ ഓതിയത് എങ്ങനെയാണ്? മുജാഹിദ് സാധാരണ പറയും, ആഴ്ചയിൽ ഒരിക്കലാണ് മുസ്ലിമീങ്ങളും ഒരു മഹല്ലത്തിലെ മുസ്ലിങ്ങളൊക്കെ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത്. ആ സമയത്ത് പള്ളിയിലെ ഖത്തീബ് മിമ്പറുമ കയറിയിട്ട് അറബിയിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ട് എന്ത് കാര്യം? അതേ സമയത്ത് നാട്ടുകാർക്ക് തിരിയുന്ന വല്ല വിഷയങ്ങളും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ റസൂല് ഖുത്ബ ഓതുമ്പോൾ സ്വഹാബത്തിനത് മനസ്സിലായി. കാരണം സ്വഹാബികൾ അറബികളാണ്. അറബികളായ സ്വഹാബത്തിന് അറബിയിലുള്ള ഖുത്ബ തിരിഞ്ഞു. ഖുത്ബ എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശമാണ്. ആ ഉപദേശം ജനങ്ങൾക്ക് തിരിയണം. അപ്പോ അവർക്കത് തിരിഞ്ഞു. നമ്മുടെ പള്ളികളിൽ അറബിയിലുള്ള ഒരു പുസ്തകം നോക്കിയിട്ട് ഒരു ഏട് വായിക്കണ പരിപാടി, എന്ത് കഥയാതുള്ളത്? ഇതാണ് മുജാഹിദ് ചോദിക്കുക. ചോദ്യം കേൾക്കുന്ന സമയത്ത് 5ാം ക്ലാസ് വരെ മദ്രസ പോയോന്നൊരു സംശയം വരും. എന്നാ പിന്നെ ആ പറയുന്നതല്ലേ ശരിയും? ഒരു ശരീരത്തിലില്ല. കാരണം ഖുത്ബ നാട്ടുകാർക്ക് തിരിയണമെന്ന് അല്ലാഹു റസൂല് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് ഞങ്ങൾ മലയാളത്തിൽ ഖുത്ബ ഓതാലോ. പക്ഷേ ഞങ്ങൾ മലയാളത്തിൽ ഖുത്ബ ഓതാത്ത എന്തുകൊണ്ട് അറിയങ്ങള്? സ്വഹാബത്ത് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. അവരിവിടെ നിലമ്പൂരിന് തേക്ക് കൊണ്ടുപോകാൻ വന്നതായിരുന്നില്ല. അവരിവിടെ റബ്ബർ കച്ചവടത്തിന് വന്നതല്ല. അവരിവിടെ തേങ്ങാ കച്ചവടത്തിന് വന്നതല്ല. സ്വഹാബത്ത് ഇവിടെ വന്നത് അള്ളാന്റെ ദീൻ എന്താന്ന് പഠിപ്പിക്കാനാണ്. അള്ളാന്റെ ദീൻ എന്താന്ന് പഠിപ്പിക്കാനാണ്. അവര് നമുക്ക് ഖുത്ബ ഓതിയപ്പോൾ അറബിയിലാണ് ഖുത്ബ ഓതി കാണിച്ചു തന്നത്. അതെവിടെയുള്ളത്? മുജാഹിദിന്റെ പുസ്തകം തന്നെ വായിച്ചു തരാം. ഇന്ന് ഒരൊറ്റ ബുക്ക് ഞാൻ സുന്നിയത് വായിക്കണില്ല. മുഴുവൻ മുജാഹിദിന്റെ ബുക്ക വായിക്കാം. ഈ പുസ്തകം എവിടെ? അതേ ഞാൻ പറഞ്ഞത്. ഭക്ഷണം കഴിക്കുന്ന ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കൂല. ഈ പുസ്തകം എവിടെ? 1926 അൽ ഇർഷാദ് എന്ന് പറയുന്ന മുജാഹിദ് പത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരുടേതാണ് ഈ പുസ്തകം? KM മൗലവിയാണ് ലേഖകൻ. KM മൗലവിയാണ് ലേഖകൻ. KM മൗലവി എഴുതുന്നത് ഞാൻ വായിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ട ബിദഈ ആശയങ്ങളിൽ പെട്ടുപോയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളെ മൗലവിമാര് വഞ്ചിച്ചു. നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ? നിങ്ങൾ മൗലവിമാരിന്ന് ക്ലാസ് എടുക്കുമ്പോ എന്താ പറയല്? ഇവിടെ പണ്ടേ ഖുത്ബ മലയാളത്തിലാണ്. അങ്ങനെയാണ് സമസ്തന്റെ മീൻചന്ത പ്രമേയം എന്ന് പറയുന്ന പ്രമേയം ഇവിടെ കൊണ്ടുവന്നത്. ആ പ്രമേയം മുതലാണ് ഇവിടെ ഫിത്നയും ഫസാദും തുടങ്ങിയത്. മീൻചന്ത പ്രമേയമെന്ന് അതിന്റെ കൊല്ലമേത് ഒക്കെ ഞാൻ വായിച്ചു തരാം. എന്തിനാണ് തട്ടിപ്പ് നടത്തുന്നത്? എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്? ഈ KM മൗലവിയുടെ അൽ ഇർഷാദ് ഞാൻ വായിച്ചു തരാം. വലാകിൻ ഹാഹുനാ ശൈഖുൻ ആഖർ യംബഇ അൽ ഇൽതിഫാതു ഇലൈഹി. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. വഹുവ അന്നാ ലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബ് അന്ന സലഫ സ്വാലിഹ മിന സ്വഹാബതി വതാബിഈന റളിയല്ലാഹു അൻഹും വതാബിഈന വതാബിഈഹിം റളിയല്ലാഹു അൻഹും കാനൂ ഫീ ബിലാദിൽ അജം ഹീനമാ യഖ്തുബൂന الخطب المشروعة. നോക്കൂ നിങ്ങൾ, വളരെ വ്യക്തമായിട്ടാണ് KM മൗലവി പറയുന്നത്. അനറബ് നാടുകളിൽ സ്വഹാബത്തോ താബിഉകളോ താബിഉകളോ ഖുതുബ ഓതുന്ന സമയത്ത് അവര് നാട്ടേര ഭാഷയിൽ ഖുതുബ ഓതിയതായിട്ട് ഒരു ചരിത്ര ഗ്രന്ഥത്തിലും കാണുന്നില്ല. ആരാ സുഹൃത്തുക്കളെ എഴുതിയത്? സമസ്തന്റെ ആഫീസിലുള്ള ഷീറ്റല്ല ഞാൻ വായിക്കുന്നത്. മുജാഹിദിന്റെ അൽ ഇർഷാദ് റഫറൻസിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുസ്തകം. ആ പുസ്തകത്തിലാണ് എഴുതുന്നത്. ഇനി തീർന്നില്ല. ചരിത്രത്തിൽ എന്താ ഉള്ളത്? റുക്നുകൾ മാത്രല്ല,
നിർബന്ധ ഘടകങ്ങൾ മാത്രമല്ല, ഫർള് മാത്രമല്ല, അനുബന്ധ കാര്യങ്ങളും അവരെ അറബിയിലാണ് ഓതിയത്, ഖുതുബ നിർവഹിച്ചത്. ഇസ്ലാമിന്റെ ഭാഷയാണ് അറബി എന്ന KM മൗലവി പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക് പഠിക്കൽ നിർബന്ധമുള്ള ഭാഷയാണ് അറബി എന്നാണ് KM മൗലവി പറയുന്നത്. ഇതിന്റെ അറബി തിരിയാത്തവർക്ക് വേണമെങ്കിൽ മലയാളത്തിലുള്ള ഒരു പുസ്തകം പരിചയപ്പെടുത്തി തരാം. KM മൗലവി എഴുതിയിരിക്കുന്ന ജുമുഅ ഖുതുബ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. കോഴിക്കോട് മുജാഹിദ് ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 23-ാമത്തെ പേജ് മുജാഹിദീങ്ങൾ വായിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം വായിച്ചതിന്റെ നേരെ മലയാളമാണ് ഈ കാണുന്നത്. ആവർത്തനം വേണ്ടല്ലോ, സമയം വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് മുജാഹിദീങ്ങളെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിക്ക്. നിങ്ങളുടെ നേതാക്കന്മാര് പോലും ഈ ചരിത്രം അംഗീകരിച്ചു പറഞ്ഞു. എങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയ പള്ളി ഏതാണ്? അതാണ് നേരത്തെ വടശ്ശേരി ഉസ്താദ് പറഞ്ഞത്. ആ പള്ളി കൊച്ചിയിലാണ്, മട്ടാഞ്ചേരിയിലാണ്. പുതിയ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുള്ള സേട്ട് ഉണ്ടാക്കിയ പള്ളി. ആ പള്ളിയിലേക്ക് ഇമാമിനെ കൊണ്ടുവന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ആ ചരിത്രമെല്ലാം മുജാഹിദീങ്ങൾ സൽസബീലിൽ തന്നെ എന്റെ കയ്യിൽ കാണാം. ഈ സൽസബീൽ കണ്ടോ, 1972 ഈ സൽസബീൽ പുസ്തകം 2 ലക്കം 2. ഈ സൽസബീലിൽ പരേതനായ ഹാജി അബ്ദുള്ള സേട്ട് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ അനുസ്മരിക്കുന്ന ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ആദ്യമായിട്ട് ഒരു മുസ്ലിം പള്ളിയുടെ മിമ്പറിൽ വെച്ച് എന്റെ ചെറുപ്പക്കാരാലോചിക്കണം, അള്ളാഹുവിന്റെ ദീന് വഷളാക്കിയതാരാ? ആരാണ് ദീനിനെതിരെ കുഞ്ഞനം കുത്തിയത്? ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കഴിഞ്ഞുകൂടിയ കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ ഖുതുബയുടെ വിവാദമാക്കിയതാരാണ്? ഈ മനുഷ്യനുണ്ടാക്കിയ പള്ളിയുടെ മിമ്പറിലാണ് ആദ്യമായിട്ട് അറബിയിലല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയത്. അതും മലയാളത്തിലായിരുന്നില്ല. കാരണം ബാംഗ്ലൂരിലെ മൊയ്ലിയരാണ്, അയാൾക്ക് മലയാളം പേശാൻ അറിയില്ല. അങ്ങനെ ഉറുദുവിലാണ് അന്ന് ഖുതുബ ഓതിയത്. ഓ എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഏതു ഭാഷയിലാണോ നിസ്കരിച്ചത് ആ ഭാഷയിലാ ഖുതുബ ഓതിയത്. ഏത് ഭാഷയിലാണോ ഖുതുബ ഓതിയത് അതേ ഭാഷയിലാ മുത്തുനബി തങ്ങൾ നിസ്കരിച്ചത്. മഹാനായ സയ്യിദുനാ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഖുതുബ അറബിയിലായിരിക്കണം എന്നതിന് ഹദീസ് തെളിവുദ്ധരിക്കുന്നത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസാണ്. കമാ റഅയ്തുമൂനി ഉസല്ലി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത്, നിങ്ങൾ അതുപോലെ നിസ്കരിക്കണം. മുജാഹിദിന്റെ കോളേജ് തൊട്ടടുത്തുണ്ടല്ലോ, അവിടുത്തെ പിള്ളേരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഓ എന്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ വിവരമില്ലാത്ത മൗലവിമാർ ഈ ഹദീസ് വായിച്ചിട്ട് നിങ്ങൾ അവരാരെയാണ് സമീപിക്കാറുള്ളത്? ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്, മുത്തുനബിയെയാണ് സമീപിക്കാറുള്ളത്. ഒരു സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ നിദാന ശാസ്ത്രം പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് സ്വന്തം യുക്തിക്കനുസരിച്ച് വിലയിരുത്താൻ പോകരുത്. നിദാന ശാസ്ത്ര പ്രകാരമുള്ള തത്വം എന്താണ്? അംറും ബിശൈഇ അംറും ബിജമീഇ മാ യതവഖഫു അലൈഹി ദാലിക ശൈഉ. ഒരു കാര്യം കൊണ്ടുള്ള കൽപ്പന, ആ കാര്യം ശരിയാവാൻ വേറെ ഏതൊക്കെ കാര്യങ്ങൾ വേണോ അതുകൊണ്ടുമുള്ള കൽപ്പനയാണ്. അപ്പൊ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞ നിസ്കാരം എന്ന് പറയുന്നത് ഒരു കർമ്മമാണ്. ആ കർമ്മം കൊണ്ടുള്ള കൽപ്പന വരുമ്പോ ആ കർമ്മം ശരിയാകാൻ വേറെ ഏതൊക്കെ കാര്യങ്ങൾ വേണോ അതുകൊണ്ടുള്ള കൽപ്പനയാണ്. ഇത് തിരിയുന്ന നബിമാമ ഖുതുബ അറബിയിലാകാൻ ഈ ഹദീസ് തെളിവായിട്ട് ഉദ്ധരിച്ചു. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് സുന്നികൾ നോക്കൂ, സ്വഹാബത്ത് പഠിപ്പിച്ച ആദർശത്തിൽ അവര് അറബിയിലാണ് ഖുതുബ ഓതുന്നത്. സ്വഹാബത്തിന്റെ ആദർശന്മാരെ കയ്യില. എന്നാൽ ഇവർക്ക് ഇതിന് ആയത്തും ഹദീസൊന്നും തെളിവില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഞമ്മക്ക് പണ്ടേ തിരിയും. മുജാഹിദീങ്ങളിടയിൽ തന്നെ അവർക്കിടയിൽ ഒരു ചർച്ച വന്നപ്പോ അവർക്കും മനസ്സിലായി. എപ്പോഴത് മനസ്സിലായത് അറിയെങ്കിൽ മുജാഹിദ് ആദ്യത്തെ പിളർപ്പ് നടന്നു. ഇപ്പത്തെ പിളർപ്പിനെ കുറിച്ച് പറയാതിരിക്കാനുള്ളത് നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികളെ കയ്യിൽ ബിസ്ക്കറ്റ് കിട്ടിയത് മാതിരിയാ മുജാഹിദ്. എത്ര കഷ്ണ പൊട്ടി വീണറിയോ, ഇനിയിപ്പോ എത്ര വീഴാന്ന് അറിയാൻ പറ്റൂല. കാരണം സുബ്ഹാനല്ലാഹ്, സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സുന്നികൾക്കെതിരൊക്കെ
നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇവർ ഓരോരുത്തരെ പൊക്കി പിടിച്ചു കൊടുന്ന് പ്രസംഗിപ്പിക്കേണ്ട ഗതികേടാ. പണ്ടാ സക്കരിയായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ 6 ദിവസം 7 ദിവസമൊക്കെ ഇങ്ങനെ ഖുർആൻ പ്രഭാഷണമായിട്ട് നടക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, സക്കരിയ സ്വലാഹി ഇപ്പം പറയുന്ന എന്താ നിങ്ങള്, സംഘടന തന്നെ വിധേയത്താന്നുള്ളതാ. സംഘടന രൂപീകരിക്കൽ തന്നെ വിധേയത്താണ്, ഇതൊന്നും നബി പഠിപ്പിക്കാത്താണ്. മൂപ്പര് സംഘടനയിൽ പുറത്തായപ്പെടാ, മൂപ്പർക്ക് സംഘടന വിധേയത്താന്നുള്ളത് തിരിഞ്ഞത് ഇരിക്കട്ടെ. ഏതായിരുന്നാലും അങ്ങനെ ആദ്യത്തെ പിളർപ്പ് മുജാഹിദിൽ വരികയാണ്. ആ പിളർപ്പ് ഏതാ? അന്ന് ജിന്ന് ശൈത്താൻ എന്നുള്ള പിളർപ്പല്ല വരുന്നത്. ഇപ്പൊ ജിന്ന് ശൈത്താന്, ചേക്കുട്ടിപ്പാപ്പ, ആട്, കോഴി, പശു, ഇങ്ങനെ പലജാതി ഗ്രൂപ്പ് ഉണ്ട്. സമയത്തിനനുസരിച്ച് ചിലതൊക്കെ ഞാൻ ഇവിടെ പറയാം. സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, ആദ്യത്തെ ഗ്രൂപ്പ് പിളർപ്പ് വരുന്നത് മുജാഹിദ് മടവൂര് വിഭാഗം. ഞാൻ പറയണ്ടല്ലോ, അരീക്കോട് ഭാഗത്തൊക്കെ മടവൂരികൾ ഇഷ്ടം പോലെ ഉണ്ട്. അഥവാ ഇന്നും അവരെന്താ പറയുന്ന അറിയോ? ജിന്ന് എന്ന് പറഞ്ഞ ഫംഗസ് ആണ്, ജിന്ന് എന്ന് പറഞ്ഞ വൈറസ് ആണ്, ജിന്ന് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ്. സലാം സുല്ലമിന്റെ ഒക്കെ പ്രസംഗം കേട്ടങ്ങൾക്ക് തിരിയും. ജിന്ന് എന്ന് പറഞ്ഞാൽ കാട്ടിന്ന് നാട്ടിക്കിറങ്ങാത്ത ആദിവാസികളാണ്. അപ്പൊ വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്തായി? അല്ല പറയാണ്, ഞാൻ മനുഷ്യരെയും ബാക്ടീരിയകളെയും പടച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇത്ര കഥല്ലല്ലോ മുജാഹിദീങ്ങൾക്ക്. നിങ്ങൾക്ക് ചിന്തിച്ചോക്കി, അള്ളാഹ് ഈ ബാക്ടീരിയന്റെ അറബിയൊന്നും അറിയില്ലായിരുന്നോ? അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ വലിയൊരു വിഭാഗം മുജാഹിദ് അൽഹംദുലില്ലാഹ് നന്നായി, അവര് സന്തോഷത്തിൽ അവര് അംഗീകരിച്ചു. അല്ല, അങ്ങനെ തന്നെ വേണ്ടത്. അങ്ങനെ ഇപ്പൊ ഒരുപാട് അംഗീകരിച്ചു വന്നു. ഇപ്പൊ അവര് ജിന്ന് സഹായിക്കുന്നു പറയുന്നുണ്ട്, മലക്ക് സഹായിക്കുന്നു പറയുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഡെഫിനിഷൻ അവർ മാറ്റിയിട്ടുണ്ട്. ആ മനുഷ്യ കഴിവിന് അതീതം എന്നുള്ള ആ പണ്ട് 1135 മരിച്ചുപോയ റഷീദ് എന്ന് പറയുന്ന ആ ചങ്ങാതി പഠിപ്പിച്ച ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ വലിയൊരു വിഭാഗം മുജാഹിദ് മാറ്റി എഴുതിയില്ലേ? എത്ര നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ പലതും മാറ്റണം അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോ ഒരു സംശയമുള്ളതെന്ന് വെച്ചാല്, ഇഫ്രീത്തെ കാക്കണേ എന്ന് പറയുമ്പോൾ മതി, മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് പറയാൻ പറ്റൂല്ല എന്നുള്ളതല്ലേ? അത് ഇൻഷാ അല്ലാഹ് മുസ്ലിം ജമാഅത്തിന്റെ കുറച്ച് ആദർശ സമ്മേളനം കഴിയുമ്പോ നമ്മൾ ഓലെ കൊണ്ട് മമ്പർത്ത തങ്ങളെ കാക്കണേ തന്നെ വിളിപ്പിക്കും, യാതൊരു സംശയമില്ല. എല്ലാ മുജാഹിദിനെ കൊണ്ട് ഇൻഷാ അല്ലാഹ് കുത്തുബിയത്തും ഞങ്ങൾ ചെല്ലിക്കും. അവിടേക്കൊക്കെ എത്തി. പണ്ടിങ്ങൾക്ക് കണ്ണേറില്ല, കണ്ണേറ് എന്ന് പറഞ്ഞ കളിയാക്കിയിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാഹ് കണ്ണേറുണ്ട്, ഉറുക്കില്ല, മന്ത്രല്ല, എല്ലാം അംഗീകരിച്ചില്ലേ? മൂത്രപ്പരിക്ക് കടക്കുന്ന സമയത്ത് ചൊല്ലാനുള്ള ദിക്റാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. എന്നെ കേൾക്കുന്ന എല്ലാ ഉമ്മാർക്കും അറിയാം, ഇടത്തേക്കാലും വെച്ചിട്ടാണ് കേറുമ്പോ വൃത്തിയില്ലാത്ത സ്ഥലമാണ്. അവിടെ ഖുബൂസ് ഖബായിസിനെ തൊട്ട് കാവലിനെ ചോദിക്കണം എന്ന് റസൂൽ പഠിപ്പിച്ചു. ഈ ഖുബൂസ് ഖബായിസിന് നമ്മളെ കുട്ടിയേക്ക് നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന അർത്ഥം എന്താണെന്നറിയോ നിങ്ങള്? അല്ലാഹുവേ, ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും എന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാ. പക്ഷെ പിശാചില്ലാത്ത മുജാഹിദ് എന്താ അർത്ഥം കൊടുക്കുക? അവരർത്ഥം കൊടുത്തു. ഉമ്മമാരെ, എന്താ അർത്ഥം കൊടുത്തത്? മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ഓലെ യുക്തിക്കനുസരിച്ച് അവർ തീരുമാനം എടുക്കുള്ളൂ. അതാണ് മുജാഹിദ്. ഏത് മുജാഹിദും അങ്ങനെയാണ്. ഇനിയിപ്പൊ അവര് പറഞ്ഞതിനെതിരെ ഒരു ബുഖാരിയാണ് കൊണ്ടേ കാണിച്ചു കൊടുത്തു നോക്കി നിങ്ങള്. സലാം സുല്ലമി പറഞ്ഞില്ലേ ബുഖാരിയിൽ 60 ഹദീസ് ദഈഫ് ഉണ്ടെന്ന്. സക്കരിയ സ്വലാഹി പറഞ്ഞ 2 ചട്ടന്റെ ഉള്ളിൽ മുഴുവൻ സ്വീകരിക്കാൻ പറ്റാത്ത പലതും ഉണ്ടെന്നുള്ളത്. ബുഖാരിയെ തള്ളുന്നത്. ഇവരോടൊക്കെ നമ്മൾ ദീൻ പറയാൻ പോണത്, ഇവരോടെ നമ്മൾ ആയത്തോ ഹദീസോ ഇത് വയൽ പറയാൻ പോണത്. ബുഖാരി ഇമാമിനെ പഴച്ചു എന്ന് ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ, എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം നിൽക്കുന്നത്? സുബ്ഹാന ജല്ല ജലാലു. ബുഖാരിയൊക്കെ ഇപ്പൊ സലാം സുല്ലമി കൊണ്ടുവച്ചത് ബുഖാരിയുള്ള ഹദീസാന്ന് പറഞ്ഞാൽ ബുഖാരി അല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂലെന്നാ. ആ ഒരു ധിക്കാരത്തിന്റെ ശൈലിയാണ് മുജാഹിദ് പ്രസ്ഥാനം. അങ്ങനെ തന്നെ പ്രയോഗം നടത്തിയവരും അക്കൂട്ടത്തിലുണ്ട്. ഞാൻ ആവശ്യമെങ്കിൽ പിന്നീട് വിശദീകരിക്കാം. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഇങ്ങനെ ഖുബൂസ് ഖബായിസിന് അവര് പിശാചിന് അർത്ഥം കൊടുത്തില്ല. കാരണം അന്ന് അവർക്ക് പിശാച് വിശ്വാസമില്ല, പിശാച് വർഗത്തെ നിഷേധിക്കാണ്. അങ്ങനെ ഇവര് മൂത്രപ്പരിക്ക് ചെന്ന് നോക്കി മുജാഹിദീങ്ങളൊക്കെ പാടെ. അങ്ങനെ നോക്കുന്ന സമയത്ത് എവിടെ എവിടെ പിശാചി നോക്കിയിട്ടാണ് ഒരു പോയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള പോകുക മൂത്രപ്പരിക്ക്. അങ്ങനെ പോയ സമയത്തുണ്ട് മൂത്രപ്പരി കൂടി ഇങ്ങനെ കൊതുക് പാർന്നു. അപ്പൊ അവര് അർത്ഥം കൊടുത്തു, അല്ലാഹുവേ, ആൺ കൊതുകിൽ നിന്നും പെൺ കൊതുകിൽ നിന്നും എന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. പടച്ചോനെ, മൂട്ടനെ കാണാൻ ഞാൻ ഇവര് മൂത്രപ്പരി. എന്നപ്പോ ഇവര് ആൺമൂട്ട പെൺമുട്ട എന്നർത്ഥം കൊടുക്കൂലേ? അങ്ങനെ പിശാചിനെ പിടിച്ചിട്ട് കൊതുകാക്കിയ കൗമ മുജാഹിദ് പ്രസ്ഥാനം അറിയണമെങ്കിൽ ദീർഘകാലത്തിന് ശേഷമാണ് ആ ഖുബൂസ് പിന്നെയും ശൈത്താനായി മാറിയത്. എങ്ങനെയുണ്ട് ആ പിളർപ്പ്? ആദ്യത്തെ പിളർപ്പ് മടവൂരികളായിട്ടുള്ള പിളർപ്പ് വന്നപ്പോ സക്കരിയ സ്വലാഹിന്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. അയാൾ പറഞ്ഞു, മടവൂരികൾ തനിച്ച ഹദീസ് നിഷേധികളാ, ഒരു തനി യുക്തിവാദികളാ, അവരോട് ആയത്തും ഹദീസും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് സക്കരിയ മടവൂരികളെ കളിയാക്കി പ്രസംഗിച്ചു. അതിന് മടവൂരികൾ സക്കരിയാക്ക് ഒരു മറുപടി കൊടുത്തു. ആ മറുപടി ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. മടവൂരികൾ കൊടുത്ത ഉത്തരം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ മാത്രമാണല്ലോ ഇപ്പൊ യുക്തിക്കനുസരിച്ച് ദീനുണ്ടാക്കുന്നത്, നിങ്ങൾ നല്ല സാധനോ, നമ്മളെ കൂട്ടരെ അറബിയിലല്ലോ നമ്മൾ മലയാളത്തിലല്ലേ
നേരത്തെ ഖുതുബോദല് എവിടെ നമുക്ക് ആയത്തോ ദിവസം തെളിവ് നിങ്ങളൊന്ന് പറഞ്ഞേരി. ഇതിങ്ങനെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന സുന്നികൾക്ക് ഇപ്പൊ എന്ത് പണിയുണ്ടായി? രണ്ടു കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോ മനസ്സിലായില്ലേ ആയത്തില്ല സുഹൃത്തുക്കളെ. മലയാളത്തിൽ ഖുതുബോദാൻ ഞാൻ സംസാരിക്കുന്നത് അരീക്കോട് പരിസരത്താ. ആണായി പിറന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ ഖുതുബ മലയാളത്തിലാക്കണമെന്ന് ഈ സദസ്സിന് മുമ്പാകെ എന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ പറ്റുമെങ്കിൽ വരൂ മുജാഹിദീങ്ങളെ, എന്നാൽ ഞങ്ങളുടെ പള്ളിയിലെ ഖുതുബ മലയാളത്തിൽ ഞങ്ങൾ ഓതിത്തരാം. ഏതായത്തിലാണുള്ളത്? അള്ളാഹു പറഞ്ഞോ, റസൂല് പറഞ്ഞോ? നിങ്ങളുടെ യുക്തിയാണ്. ഈ യുക്തി ദീനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. സ്വഹാബത്തിന്റെ ആദർശം സുന്നികളുടെ കൈകളിലാണ്. എന്നാൽ പിന്നെ അവര് പറയുന്ന ഒരു കാര്യമാണെന്ത്? മീൻചന്ത പ്രമേയം പറയും. എന്റെ സുഹൃത്തുക്കളെ തെറ്റിദ്ധരിച്ചു പോകരുത്. മുജാഹിദി മൗലവി 1935 മീൻചന്ത പ്രമേയം എന്ന് സലാം സുല്ലമിയുടെ അടുത്ത് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. 30 വേറൊരു സ്ഥലത്തൊരു മൗലവി എഴുതി. എന്തിനായി 30 35 ആക്കിയത്? നിങ്ങൾ മുജാഹിദ് പുണർപ്പിൽ ഒരു പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു. പുണർപ്പ സമ്മേളന പ്രമേയം. അത് 36. അപ്പൊ അതിന്റെ മുമ്പാണ് മീൻചന്ത പ്രമേയം എന്ന് വരുത്തലാണ് ഇവരാവശ്യം. എന്നാൽ സമസ്തയുടെ മീൻചന്ത പ്രമേയം 30-ലുമല്ല 35-ലുമല്ല 1947 മാർച്ചിലാണ്. ആ പ്രമേയം സമസ്ത കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? 36-ൽ മുജാഹിദ് ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയം ഞാൻ വായിച്ചു തരാം. അൽ മുർഷിദിലുണ്ട് ആ പ്രമേയം. 1936 പുസ്തകം 2 ലക്കം 3 ഞാൻ വായിച്ചു തരാം. മിൻ ഹൈതു ഇന്ന ഖുതുബത്തൽ ജുമുഅത്തിൽ ജാരിയ. ഇന്ന് നടന്നു വരുന്ന ജുമുഅ ഖുതുബ ഗൈറു മഫ്ഹൂമത്തിൽ ആമത്തിൻ നാസ്, പൊതുജനങ്ങൾക്ക് മനസ്സിലാവാത്ത ഖുതുബയാണത്. ലി കൗലിഹ അറബിയത്തൻ. എന്താ കാരണോ? അത് അറബിയിലായി എന്നതാ പ്രശ്നം. സ്വഹബത്തൽ ഫഹ്മി, മനസ്സിലാക്കാൻ പ്രയാസമുള്ള അറബിയിലാണ്. വൽ ഹഖു, സത്യത്തിൽ അൻ തകൂന മഫ്ഹൂമത്തൻ, ഖുതുബ നാട്ടുകാർക്ക് തിരിയണമെന്നാണ്. ഇത് മുജാഹിദിന്റെ പ്രമേയട്ടോ. തുർഷിദു ഹാദിഹിൽ ജംഇയ്യത്തു, ഈ സംഘടന ആഹ്വാനം ചെയ്യുന്നു. എന്താണ് ആഹ്വാനം? ഖുതബാ അൽ മസാജിദി വ മുതവല്ലിഹാ, പള്ളി ഖതീബുമാരോട്, പള്ളി മുതവല്ലിമാരോട് അൻ യുതർജിമുൽ ഖുതുബത ബിഹൈതു യഫ്ഖമുഹ സാമിഊൻ, ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബ ഓതണമെന്ന് ഈ സംഘടന ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുണർപ്പയിൽ മുജാഹിദ് ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെയാണ് സമസ്തയുടെ മീൻചന്ത പ്രമേയം. അതല്ലാതെ സമസ്ത മീൻചന്ത പ്രമേയം പാസാക്കിയിട്ടാണ് ഇവിടെ മലയാളത്തിലെ ഖുതുബ എടുത്തു മാറ്റപ്പെട്ടത് എന്നത് ശുദ്ധ വങ്കത്വമാണ്, ചരിത്രത്തെ വ്യഭിചരിക്കലാണ്, അത് വിരോധാഭാസമാണ്. അല്ല, തിരിച്ചാണെന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും മുജാഹിദ് മൗലവിമാരോ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുന്നികളെ ചോദ്യം ചെയ്യാവുന്നതാണ്. ദോഷമേ ഉള്ളൂ. ഇല്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇത് കബളിപ്പിച്ച് പറയുന്നതല്ല, പഠിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീൻ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ സമുദായം 73 വിഭാഗമാകും എന്ന് കേട്ടു നിൽക്കുന്ന യുവാക്കള്, കാര്യലാഭത്തിന്റെ പേരിൽ നിങ്ങൾ വിദഗ്ധത്തിലേക്ക് പോകല്ല. നിങ്ങളുടെ രാഷ്ട്രീയമേതോ ആകട്ടെ, നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഒന്ന് കേൾക്കടേ. എന്റെ ഉമ്മത്ത് 73 പാർട്ടികളായി പിരിയും. 72 പാർട്ടികളും നരകത്തിലേക്കാണ്, ഒരു പാർട്ടിയെ സ്വർഗത്തിലേക്കുള്ളൂ. ആ പാർട്ടിയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദ്യമുണ്ടായോ? മുത്തുനബി തങ്ങൾ പറഞ്ഞ ഉത്തരമെന്താ? മാ അന അലൈഹി വ അസ്ഹാബി. സ്വഹാബത്തിന്റെ മാർഗത്തിലുള്ളവർ. ആരാ സ്വഹാബത്തിന്റെ മാർഗത്തിലുള്ളവർ? സ്വഹാബത്തിന്റെ മാർഗത്തിലുള്ളവർ സുന്നികൾ. ഞങ്ങൾ സ്വഹാബത്ത് അറബിയിൽ ഖുതുബ ഓതി പഠിപ്പിച്ചു, ഞങ്ങൾ അറബിയിൽ ഖുതുബ ഓതുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇങ്ങനെ ഓരോ കാര്യം എടുത്താലും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഞാൻ ഇവിടെ പള്ളിയിൽ സ്ത്രീകൾ പോകുന്ന ഒരു സമ്പ്രദായം നേരത്തെ ബഹുമാനപ്പെട്ട വടശ്ശേരി ഉസ്താദ് അവറുകൾ പറഞ്ഞല്ലോ. കേരളത്തിൽ ആദ്യമായിട്ട് പള്ളിയിൽ പെണ്ണുങ്ങൾ പോയത് നിങ്ങളുടെ തൊട്ടടുത്ത അല്ലാന്ന് മുജാഹിദ് പറയുന്നത്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അന്ന് പെണ്ണുങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പള്ളിയൊക്കെ പെണ്ണിന് വലിയ പുണ്യമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്, എന്തിനാണെന്ന അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരെ ജുമുഅക്കും ജമാഅത്തിനും നബി തങ്ങൾ കൊണ്ടുപോകാതിരുന്നത്? ഞാൻ ഈ പ്രദേശത്തെ വീടുകളിൽ നിന്ന് മുജാഹിദിന്റെ പെണ്ണുങ്ങളെന്റെ ഉമ്മ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ ചർച്ചയ്ക്ക് പോണ മാതിരി പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ഇസ്ലാമിലില്ല. പെണ്ണിന് പള്ളി എന്ന് പറയുന്ന ഒരു സാധനം പുണ്യല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി മാത്രമല്ല,
ഇവിടെ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ആരാണ് ഒരു പുസ്തകം എഴുതി വിവാദങ്ങൾ ഉണ്ടാക്കിയത്? മുജാഹിദീങ്ങൾ ഓർക്കണം, മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന് പറഞ്ഞ് MCC ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ 1953 മുജാഹിദിന്റെ വിശ്വാസപ്രകാരം പള്ളി പ്രവേശനം നിർബന്ധമാണ്. ഒരു കൊല്ലം കഴിഞ്ഞു 54. അന്നത്തെ മുജാഹിദിന്റെ മതം എന്താ? സുന്നത്തുമില്ല, നിർബന്ധമില്ല. അതല്ലെങ്കിൽ മുജാഹിദിന് വരട്ടെ, തെളിവാണ് കൊടുക്കും നമ്മൾ കഴിഞ്ഞു. 54 പള്ളി പ്രവേശനം നിർബന്ധമില്ല, സുന്നത്തുല്ല. 53 നിർബന്ധമാണ്, നിർബന്ധം. പിന്നെ ആ നിർബന്ധവും സുന്നത്തും ഇല്ലാത്ത കാര്യം വീണ്ടും സുന്നത്തായത് എപ്പോഴാണ്? 1979. ഇനി നിങ്ങൾ ആലോചിക്കണം, മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന് ഈ പുസ്തകം ഇത് വലിയൊരു വിവാദ പുസ്തകമാണ്. കാരണം ഈ പുസ്തകത്തിൽ ഇയാൾ ഇസ്ലാമിനെ പച്ചക്ക് വ്യഭിചരിക്കുകയാണ്. ഞാൻ ഈ പുസ്തകത്തിലെ വരികൾ നിങ്ങളെ വായിപ്പിച്ചു തരാം. ഈ MCC എഴുതി വെക്ക് നോക്കൂ നിങ്ങൾ. MCC മൗലവി എഴുതി വെക്ക് 1952. ആണും പെണ്ണും എത്ര കണ്ട് മറച്ചിരിക്കണം എന്നൊന്ന് പരിശോധിക്കാം. രണ്ടു കൂട്ടരും മുന്നും പിന്നും തുറന്ന് നഗ്നരായി പുറത്തു നടക്കാൻ പാടില്ല എന്നത് തീർച്ച തന്നെ. MCC എഴുതാണ് ആണും പെണ്ണും എത്ര മറക്കേണ്ടത്, രണ്ടു കൂട്ടരും ഒന്നുകൂടാതെ നടക്കരുത് എന്നാ. ആയിക്കോട്ടെ, നിസ്കരിക്കുമ്പോൾ ഇത്ര മറക്കണം, അല്ലാത്തപ്പോൾ ഇത്ര മറക്കണം എന്നൊന്നും യാതൊരു വ്യവസ്ഥയും ശരീഅത്തിൽ വന്നിട്ടില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ സംഗതി മൂന്നാണ്. MCC എഴുതുക. ഒന്ന്, ഔറത്ത്. ആണിന്റെ പെണ്ണിന്റെ ഔറത്ത് മറക്കൽ നിർബന്ധമുള്ള സ്ഥലം, അതാണ് MCC ബുക്കിൽ എഴുതുന്നത്. ഈ പുസ്തകത്തിന്റെ പരസ്യ അൽമനാർ പോലും കൊടുത്തിരുന്നു. 250 റുപ്യന്റെ ബുക്കാണ് ഈ ബുക്ക്. ഈ പുസ്തകത്തിൽ പറയുന്നു നോക്കൂ നിങ്ങൾ, ഔറത്ത് ഇത് മുന്നും പിന്നും മാത്രമാണ്. ആണിന്റെയും പെണ്ണിന്റെയും ഔറത്ത് എത്രയേ ഉള്ളൂ? മുൻദ്വാരവും പിൻദ്വാരവും മാത്രമാണ്. എവിടെ വെച്ചും ആണും പെണ്ണും ഈ ഭാഗം മറച്ചിരിക്കണം, അതും കൂടി തുറന്നിടരുതെന്നാണ് ഇയാൾ പെണ്ണിനോട് പറയുന്നത്. ഔറത്തൊഴികെയുള്ള എല്ലാ സ്ഥലവും തുറന്നിട്ടുകൊണ്ട് ബന്ധുക്കളുടെ മുമ്പാകെ സഞ്ചരിക്കാം. ഇത് മാത്രം മറച്ചിട്ട് പെണ്ണിന് ബന്ധുക്കളുടെ മുമ്പാകെ വരാം. ഇനി മാത്രമല്ല, നോക്കൂ നിങ്ങള്, നിസ്കാരത്തിൽ ഔറത്ത് മാത്രം മറച്ചാൽ മതി. സൂക്ഷ്മതക്ക് മുട്ടുപോക്കിലിട മറക്കുകയാണ് ആണിനും പെണ്ണിനും നല്ലത്. ഈ മനുഷ്യനാണ് പള്ളിപ്രവേശനം നിർബന്ധം എന്ന് വാദിച്ചത്. ഇയാളെ ഉള്ളിലിപ്പ് കണ്ടെങ്കിൽ ഒരു പെണ്ണ് മറക്കേണ്ടത് ഇത്ര ഭാഗമുള്ളൂ, നിസ്കരിക്കുമ്പോ അത്ര മറച്ചാൽ മതി. നല്ലത് സൂക്ഷ്മതക്ക് എന്തെന്നെയാണ്? മുട്ടുപൊക്കുകളിന്റെ ഇട മറക്കലാണ് ആണിനും പെണ്ണിനും നല്ലത്. തീർന്നില്ലട്ടോ. സാധാരണയായി പുറത്തു കാണാൻ അനുവദിച്ച ഭാഗം അഥവാ മുൻദ്വാരവും പിൻദ്വാരവും ഒഴിവാക്കിയിട്ട് വെളിപ്പെടുത്തി പെണ്ണുങ്ങൾക്ക് എവിടെയും സഞ്ചരിക്കാം, അന്യ ആണുങ്ങളുടെ സദസ്സിലും ഹാജരാവാം. പക്ഷേ ആണുങ്ങൾക്കൊരു കടമയുണ്ട്, അന്നേരെ കണ്ണുവെക്കരുത്, കണ്ണൊന്ന് താഴ്ത്തണം. പെണ്ണുങ്ങളെ വരും, പക്ഷെ ആണുങ്ങൾ എന്ത് ചെയ്യണം? ആണുങ്ങളൊന്ന് കണ്ണ് താഴ്ത്തണം. എങ്ങനെയുണ്ട്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ വർത്തമാനകാലത്ത് വലിയൊരു വിവാദമായി കൊണ്ടിരിക്കുകയാണ് പെണ്ണിന്റെ സ്ത്രീ സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞ്. ഇന്ന് നമ്മളൊക്കെ ഒരു പത്രത്തിൽ വാർത്ത വായിച്ച് നമ്മള് മുജാഹിദ് പ്രസ്ഥാനം KNM എന്നൊരു തീരുമാനമുണ്ട്. എന്താ നിങ്ങള്? നിയമസഭ വരാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ വല്ല പാർട്ടിക്കും പെണ്ണുങ്ങളെ സ്ഥാനാർത്ഥികളായി കിട്ടുന്നില്ലെങ്കിൽ മൊത്തമായും ചില്ലറയായും KNM-ൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് KNM ജനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും അധികം ഈ വിഷയത്തിൽ ഒരു വിമർശനം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവർക്ക് നേരിടേണ്ടി വന്നു. എന്തേ കാരണം? ഇസ്ലാമിലെ സ്ത്രീ പുരുഷ സമത്വം. പുരുഷനും പെണ്ണും ആണും ഇസ്ലാമിൽ തുല്യരാണോ? ഇസ്ലാം മതത്തിന്റെ കാഴ്ചപ്പാടെന്ത്? സംവരണം ഏത് കോലത്തിൽ വന്നാലും ദീന് ദീനായിട്ട് ഇവിടെ പറയണ്ടേ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇസ്ലാം പെണ്ണിന് സ്വാതന്ത്ര്യം നൽകുന്നത് പോലെ വേറെ ഒരു മതവും പെണ്ണിന് സ്വാതന്ത്ര്യം നൽകുന്നില്ല. സുന്നികളാണോ പെണ്ണിന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത്? പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം അഹ്ലു സുന്ന വൽ ജമാഅയാണോ അവഗണിക്കുന്നത്? എന്നെ കേട്ടു നിൽക്കുന്ന ഉമ്മമാര് തെറ്റിദ്ധരിച്ചു പോകരുത്. ഇന്ത്യ രാജ്യത്തൊരു ദുരാചാരമുണ്ടായിരുന്നു, സതീ സമ്പ്രദായം എന്ന് പറയുന്ന തോന്നിയാസം. ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ചെതയിൽ ചാടി മരിക്കണം. അങ്ങനത്തെ ഒരു ദുരാചാരം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ലേ? 1829 മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ് നിയമപരമായിട്ട് ഇത് നിരോധിക്കപ്പെട്ടത്. ഇനി നോക്കൂ നിങ്ങള്, മാറുമറക്കാൻ അവകാശം നിഷേധിച്ചവരുണ്ടായിരുന്നില്ലേ? പിതാവിന്റെയും ഭർത്താവിന്റെയും സ്വത്തവകാശത്തിൽ പെണ്ണിന് ഒരിടമില്ല എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിച്ചവരുമുണ്ടായിരുന്നില്ലേ? ഇവരിൽ നിന്നെല്ലാം പെണ്ണിന് അവകാശം വാങ്ങിച്ചു കൊടുത്ത മതമേതാ? പരിശുദ്ധ ഇസ്ലാമാണ്.
ഇസ്ലാമാണ് പെണ്ണുങ്ങൾക്ക് അവകാശം നൽകിയത്, സ്വാതന്ത്ര്യം നൽകിയത്. പക്ഷെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പടിഞ്ഞാറാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അച്ചടക്കത്തോടെ കഴിഞ്ഞുകൂടുന്ന നിങ്ങളെ വെളിയിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീ പള്ളി പ്രവേശനം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ആദ്യമായിട്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയത് ഈ ഒതായിലാണ്. അന്ന് പോയ പെണ്ണിന്റെ ചിത്രമാണ് വെള്ളാജക്കുട്ടി മുജാഹിദിന്റെ പുടവയാണ് എന്റെ കയ്യിൽ കാണുന്നത്. വെള്ളാറമ്പാറ ഖദീജക്കുട്ടിയും പി കെ ആമിന എന്ന് പറയുന്ന ഈ രണ്ട് താത്താരാണ്, വയസ്സത്തികളാണ് കേരളത്തിൽ ആദ്യമായിട്ട് അള്ളാഹുവിന്റെ പള്ളികളിൽ ഇബാദത്തിനു വേണ്ടി പോയത്. ചോദിക്കട്ടെ, ഞാൻ പി കെ ആമിനയെ കൊണ്ടുപോയത് എങ്ങനെയാ? ഖദീജക്കുട്ടിയെ കൊണ്ടുപോയത് എങ്ങനെയാ? പുടവയിൽ പറയുന്നുണ്ട്, മൗലവിമാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആമിനയുടെയും ഖദീജക്കുട്ടിയുടെയും വീട്ടിൽ ചെല്ലുമ്പോ പള്ളിയിൽ ചെന്ന് നിസ്കരിച്ചാനുള്ള പുണ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുമായിരുന്നു അത്രേ. എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രചരിപ്പിച്ച മൗലവിമാര് കഴിഞ്ഞ കാല മുജാഹിദ് നേതാക്കൾ അവരുടെ ഭാര്യമാരെ കൊണ്ടുപോയോ? ഇല്ലല്ലോ. അവരുടെ ഉമ്മമാരെ കൊണ്ടുപോയോ? ഇല്ലല്ലോ. എന്തേ കാരണം? അള്ളാഹുവിന്റെ റസൂല് ഒരു പെണ്ണ് നിസ്കരിക്കാൻ ഉത്തമമായ സ്ഥലം എവിടെയാന്നാ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അന്യപുരുഷന്മാര് ചുമഴക്ക് പോകുന്ന സ്ഥലമാണോ? ജമാഅത്തിന് മേളിക്കുന്ന സ്ഥലമാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസിലുള്ളത് എന്താണ്? ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന. ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി അവളുടെ വീടിന്റെ പ്രൈവറ്റ് റൂമാണ്. അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അന്യപുരുഷന്മാര് ജുമഅക്ക് പോകുന്ന സ്ഥലമല്ല, ജമാഅത്തിന് പോകുന്ന സ്ഥലമല്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞതാ. ഇനി ഞാൻ എന്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ പള്ളികളിൽ നമ്മൾ ചെല്ലുന്നത് എന്തിനാ? സദാവായ അല്ലാഹുവിന്റെ സാമീപ്യം നേടാനല്ലേ? എന്നാൽ മുത്തുനബി തങ്ങൾ പറയുന്നൊരു ഹദീസ് കേൾക്കണേ, ഇന്നൽ മർഅത ഔറ. പറഞ്ഞിരിക്കേണ്ടവളാ, പെണ്ണ് മറഞ്ഞിരിക്കേണ്ടവളാണ്. ഫഇദാ ഖറജത് ഇസ്തസ്റഫഹ ശൈത്താൻ. ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് അങ്ങിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് അവളുടെ കൂടെ പിശാച് അനുഗമിക്കാനുണ്ടാകുമെന്നാണ്. വഅഖറബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ കഅരി ബുയൂതിഹാ. ഒരു പെണ്ണിന്റെ ഉത്തമമായ ഒരു അവള് അല്ലാഹുവിന്റെ സാമീപ്യം നേടുന്ന സ്ഥലം എവിടെയാണ്? വഅഖറബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഒരു സർത്താവിന്റെ സാമീപ്യം നേടാൻ ഒരു പെണ്ണിന് ഏറ്റവും ഉചിതമായ സ്ഥലമേതാ? പ്രിയപ്പെട്ടവരെ, പുലിക്കല് ഷാഹിദ് പള്ളിയിലേക്ക് സ്ത്രീകൾ പോകുന്നത് പോലെ, എടവണ്ണായിൽ പോകുന്നത് പോലെ, അരീക്കോട് മുജാഹിദ് പള്ളിയിലേക്ക് പോകുന്നത് പോലെ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുമ്പോഴല്ല പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് നിന്റെ വീടിന്റെ പ്രൈവറ്റ് റൂമിൽ ഇരുന്ന് ഉള്ളറയിൽ വെച്ചുകൊണ്ട് നീ ഇബാദത്ത് എടുക്കുമ്പോഴാണ്. അതാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. പെണ്ണിന്റെ ഉത്തമമായ നിസ്കാര സ്ഥലം അവളുടെ വീടാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട ഉമ്മമാരെ, ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പോയോ? വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅതൻ ഖറജത് ഇലാ ജുമഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദിൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഒരാൾ പോലും ജുമഅക്ക് പോയിട്ടില്ല, ജമാഅത്തിന് പോയിട്ടില്ല. വമാ അലിംതു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീന. മുൻഗാമികളായ സച്ചരിതരായ ഒരാളിൽ നിന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അമറ അഹദൻ മിൻ നിസാഇഹി. അവരുടെ ഭാര്യമാരോട് കൽപ്പിച്ചത് ബിഇതിയാനി ജുമഅത്തിൻ വലാ ജമാഅത്തിൻ മിൻ ലൈലിൻ വലാ നഹാരിൻ. രാത്രിയിലോ പകലിലോ അവരുടെ ഭാര്യമാരോട്, അവരുടെ പെൺമക്കളോട്, ഒരാളോട് പോലും ജുമഅക്കോ ജമാഅത്തിനോ വേണ്ടി പോകാൻ, പള്ളിയിലേക്ക് പോകാൻ കൽപ്പിച്ചതായിട്ട് കാണാൻ കഴിയുന്നില്ല, അറിയുന്നില്ല. ഇതാരാ പറയുന്നത്? ശാഫി ഇമാം. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളുൻ. പെണ്ണുങ്ങൾക്ക് പള്ളിയിലെ ജുമഅയോ ജമാഅത്തോ വല്ല പുണ്യമുണ്ടായിരുന്നെങ്കിൽ അമറൂഹുന്ന, അവരല്ലേ കൽപ്പിക്കേണ്ടിയിരുന്നത്. വഅദിനൂ ലഹുന്ന ഇലൈഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട് മുത്തുനബി തങ്ങൾ പറഞ്ഞില്ല ഉമ്മ. ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ? ആ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ജുമഅക്ക് വരാൻ പറഞ്ഞോ? ജമാഅത്തിന് വരാൻ പറഞ്ഞോ? ഉണ്ടായില്ല. എന്തേ കാരണം? പള്ളി പുണ്യല്ല, പള്ളി പുണ്യല്ല. മുജാഹിദ് ഇന്നും പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ പെണ്ണുങ്ങൾക്ക് പ്രത്യേകം പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചാൽ കോയ അയൽമക്കേരിയ മാതിരികളോ പറയാൻ പറ്റൂല, കിട്ടൂല എന്ന് പറയാൻ പറ്റൂല. കിട്ടൂല എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളെ വരവൊക്കെ നിൽക്കും. കിട്ടുന്നു പറഞ്ഞാലേ എന്ത് പറ്റുള്ളൂ? ഇനി പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എവിടെയാ പ്രമാണം?
എവിടെയാ പ്രമാണം? ആരുടെ കൂടെയാ പ്രമാണമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ സുന്നികൾക്ക് എന്താ, പെണ്ണിനൊരു പള്ളി പുണ്യുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് വിലക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പെണ്ണുങ്ങൾ വന്ന് നിസ്കരിച്ചു പോയിക്കോട്ടെ നമ്മൾ വിചാരിക്കൂലേ? പക്ഷെ പ്രിയപ്പെട്ട ഉമ്മ അങ്ങനെയില്ല. ഇനി മാത്രമല്ല, മുജാഹിദിന്റെ KNM പറയാണ്, സ്ത്രീ സ്ഥാനാർത്ഥികൾ വേണ്ടവരൊക്കെ മുജാഹിദിന്റെ ആഫീസുമായിട്ട് ബന്ധപ്പെട്ടാല് എല്ലാ റീറ്റെയിൽ നിൽക്കും ഹോൾസെയിൽ നിൽക്കും മുജാഹിദ് കൊടുക്കാൻ റെഡിയാ. എങ്ങനെ വേണമെങ്കിലും കൊടുക്കുന്നുള്ളതാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതെന്തിനു വേണ്ടിയുള്ളതാണ്? എന്തിനു വേണ്ടിയുള്ള? ഇവിടെയാണ് ഞങ്ങൾ ഒരു കാര്യം പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ എത്ര കൈപ്പുള്ളതാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ കാന ഉമറാഉകും ശിറാറകും, നിങ്ങളിലെ നേതൃത്വം മോശക്കാരായി വന്നാൽ, വഅഗ്നിയാഉകും ബുഖലാഉകും, നിങ്ങളിലെ സമ്പന്നന്മാര് പിശുക്കന്മാരായി വന്നാൽ, വഉമൂറുകും ഇലാ നിസാഇകും, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന കാലം വന്നാൽ, ഒരു പെണ്ണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന കാലം വന്നാൽ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ ആകുന്ന കാലം വന്നാൽ, പ്രിയപ്പെട്ട പെങ്ങളെ, ഫ്ലക്സിൽ ഫോട്ടോ വരണമെന്ന് നീ ചിന്തിച്ചു പോകരുത്. നീ അങ്ങനെ കൊതിച്ചു പോകരുത്, ആഗ്രഹിച്ചു പോകരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണുങ്ങളിലേക്ക് ഭരണം നീക്കി കാലം വന്നാൽ, സഖാഫിയുടെ വാക്കല്ല, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഫബത്നുൽ അർളി ഖൈറുൽ ലക്കും മിൻ വഹരിഹാ, ആ കാലമുണ്ടല്ലോ, പെണ്ണുങ്ങൾ അധികാരത്തിലേക്ക് വരുന്ന കാലമുണ്ടല്ലോ, പെണ്ണുങ്ങൾ മത്സരിക്കാൻ വെമ്പല് കൊള്ളുന്ന കാലമുണ്ടല്ലോ, ആ കാലത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഫബത്നുൽ അർളി ഖൈറുൽ ലക്കും, ഭൂമിയുടെ അഖമാണ് നിങ്ങൾക്ക് നൽകിയത്. ഭൂമിയുടെ അഖമാണ് പുറത്തേക്കാളും നല്ലത്, മരിച്ചു പോകലാണ് നല്ലത്. അതാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇവിടുത്തെ പുത്തൻവാദികളൊക്കെ പാടെ കൂടിയിട്ട് സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവരാൻ AP ഉസ്താദിന് ഈ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് അവர்கள் കോഴിക്കോട് SSFന്റെ ക്യാമ്പസ് സമ്മേളനത്തിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, പെണ്ണിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, പ്രസവം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് മാത്രം കഴിയുന്ന ഒരു പരിപാടിയാണ്. അപ്പോഴേക്കും ചില മാധ്യമങ്ങളൊക്കെ എന്ത് ചെയ്തു? തലതിരിഞ്ഞ ഒരു പത്രമുണ്ട്, തലതിരിഞ്ഞ ഒരു മാധ്യമം, ഓൺലൈനിൽ ആദ്യമായിട്ട് ഈ തോന്നിയാസം തിരിച്ചും തിരിമറി ചെയ്ത് തോന്നിയാസം ഉണ്ടാക്കിയാള് മാധ്യമം എന്ന് പറയുന്നതിന് പത്രം. മുസ്ലിം സമുദായത്തിൽ ഇത്രയേറെ ഫിത്നയും ഫസാദ് ഉണ്ടാക്കിയ ഒരു പത്രം വേറെ ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ ഓൺലൈൻ മാധ്യമത്തിൽ വന്നു വാർത്ത എന്താണ്? AP ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതായിട്ട്, സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ കാന്തപുരം. ഇതും പറഞ്ഞ് മാധ്യമം പിന്നെ ആ വാർത്തയും പിന്നെ ചോല് പോണ വയ്ക്ക് പോയി. പിന്നെ ഇത് വേറെ പലരും ഏറ്റെടുത്തു. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ പുകില്! മുസ്ലിം സ്ത്രീകളൊക്കെ കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം എന്നവർ ചിന്തിച്ചുപോയി. കാരണം പെണ്ണിനാകെ കഴിയുന്ന പണി പ്രസവം മാത്രമേ ഉള്ളൂ എന്നല്ലേ ഉസ്താദ് പറഞ്ഞത്? അങ്ങനെയല്ല ഉമ്മ പറഞ്ഞത്, പെണ്ണിന്റെ മഹത്വമാ പറഞ്ഞത്. പലപ്പോഴും ആണുങ്ങളായ നിങ്ങൾ ആലോചിച്ചു നോക്കണം, എന്റെ സദസ്സിലുള്ള സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മുടെ ഒരു ചെറിയ കുട്ടി, ആ കുട്ടി ചെറുപ്പത്തിൽ മൂത്രിക്കുന്നു, കാട്ടിക്കുന്നു, ഒരു ഉമ്മ കാണിക്കുന്ന വിനയത്തോടെയും സഹനത്തോടു കൂടെയുമുള്ള ഒരു സമീപനം ആ കുട്ടിയോട് നമുക്ക് ചെയ്യാൻ കഴിയാറുണ്ടോ? ഇതാണ് AP ഉസ്താദ് പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ എടുത്ത ഉടനെ ആയിരിക്കും കുട്ടി മൂത്രമൊഴിക്കുക. ഉടനെ നമ്മൾ എന്ത് വിളിക്കും? അടുക്കളയിൽ നിന്ന് നമ്മുടെ വൈഫിനെ വിളിക്കും, ഇനി എവിടെ, വേഗം വാ, മോൻ നമ്മളെ പറ്റിച്ചു, കുട്ടിയെ കൊടുത്തു, നമുക്ക് കഴിഞ്ഞു. അതേ സമയത്ത് ഒരു ഉമ്മയുടെ സഹനം, ഒരു ഉമ്മയുടെ ക്ഷമ, ഒരു ഉമ്മയുടെ തലോടല്, അത് ഉമ്മയുടെ വല്ലാത്ത മനസ്സാണത്. പെണ്ണിന്റെ മഹത്വം ഉസ്താദ് പറഞ്ഞതാ. പിന്നെ പ്രസവം എന്ന് പറയുന്നത് പെണ്ണിന്റെ മാത്രം പ്രത്യേകതയാണ്. അതാണ് പ്രസവിച്ച തള്ളയോട് അപമര്യാദയായി മക്കൾക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുമെന്ന് ചോദിക്കുന്നത്. കാരണം എന്താ? പ്രസവത്തിന്റെ വേദന ഇന്ന് ആധുനിക സയൻസ് അളന്ന് തിട്ടപ്പെടുത്തി പറയുന്നുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിലെ 20 എല്ലുകൾ ഒന്നിച്ചു പൊട്ടുമ്പോഴുള്ള വേദനയാണ് ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദന. നിങ്ങൾ ആലോചിക്കുക, 20 എല്ലുകൾ ഒന്നിച്ചു പൊട്ടുമ്പോഴുള്ള വേദന ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനയാണ്. ആ പെറ്റ തള്ളയെ എങ്ങനെ ഒരു മകന് അവഗണിക്കാൻ കഴിയും? അടുത്ത് ഒരു വാർത്ത നമ്മൾ വായിച്ചു, സന്ദർഭോചിതമായിട്ട് പറയാം, നമ്മളൊക്കെ വളരെ ചിന്തിക്കേണ്ടതാണ്. എന്തായിരുന്നു വാർത്ത? ആനയറ ശ്രീനാരായണ സാംസ്കാരിക സമിതി നടത്തുന്ന തപസ്യ ശരണാലയത്തിലെ അന്തേവാസിയായ സുധാദേവി എന്ന് പറയുന്ന 75 വയസ്സുള്ള ഒരമ്മയുടെ ഒരു ചിത്രവും ഒരു വാർത്തയുമാണ് ഞാൻ ഓർക്കുന്നത്. ഈ അമ്മ ശരണാലയത്തിലേക്ക് എത്തിയത് മക്കൾ തിരിഞ്ഞു നോക്കാഞ്ഞിട്ടാ. അങ്ങനെ ശരണാലയത്തിലെത്തിയ തപസ്യ ശരണാലയത്തിലെത്തിയ അമ്മയെ മക്കൾ തിരികെ കൊണ്ടുപോയി. മോശമല്ലേ? അമ്മ ശരണാലയത്തിലാന്ന് പറയുമ്പോ വീണ്ടും അമ്മയ്ക്ക് രോഗങ്ങളും മറ്റും വന്നപ്പോ അമ്മയെ അവർ പരിഗണിച്ചില്ല. അമ്മ വീണ്ടും ശരണാലയത്തിലെത്തി.
ലിവർ സിറോസിസ് അമ്മയുടെ പ്രശ്നം, ഫ്ലൂയിഡ് നിറഞ്ഞ വയർ 2 തവണ നീക്കം ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 4 അമ്മയെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അമ്മയുടെ രോഗം മൂർച്ഛിച്ചു. ഡോക്ടർമാർ പറഞ്ഞു അമ്മ മരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല, കാരണം ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പ്രയാസമാണ്, അത്യാസന്ന നിലയിലാണ്, ബന്ധപ്പെട്ടവരെ അറിയിച്ചോളൂ എന്ന്. ശരണാലയത്തിലെ ഭാരവാഹികളോട് അമ്മ പറഞ്ഞ ഒരൊറ്റ ആഗ്രഹം, പെറ്റ തള്ളയുടെ അവസാനത്തെ അഭിലാഷം, എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരാൺമോനും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട്, അവരെ ഒന്ന് കണ്ടു മരിക്കണം, എന്റെ അടുത്തേക്ക് അവരെ ഒന്ന് വിളിച്ചു കൊണ്ടുവരണം. പെറ്റ തള്ളയുടെ അഭിലാഷമായിരുന്നു. ആലോചിക്കണം. ശരണാലയത്തിലെ ഭാരവാഹികൾ മകളെ വിളിച്ചു. ആദ്യം മകള് പറഞ്ഞെന്താ, അമ്മയെ നോക്കേണ്ട പണി ആൺകുട്ടികളുടെ പണിയാണ്, എന്നെ വിളിക്കേണ്ട. മോനെ വിളിച്ചു. അമ്മന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കേ വേണ്ടെന്നോ. ആരാ ഈ മകനും മകളും? മകള് പയ്യന്നൂര് ആയുർവേദ ഹോസ്പിറ്റലിലെ സീനിയർ CMO. മകൻ ആയുർവേദ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് പയ്യന്നൂരിൽ തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെ അവഗണിക്കാൻ കഴിയുന്നു മാതൃത്വത്തെ, എങ്ങനെ മാതാക്കളെ അവഗണിക്കാൻ കഴിയുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പെണ്ണുങ്ങൾക്ക് വലിയ പ്രാധാന്യവും മഹത്വവുമാണ് നൽകിയിട്ടുള്ളത്. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അത് അമ്മയുടെ മഹത്വമാണ്, ഉമ്മയുടെ മഹത്വമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കണം, ആണും പെണ്ണും സമല്ല. ആണിനുള്ള അതിലൊക്കെ പെണ്ണിന് പുത്തമ്പാദികൾ പറയുന്ന അതിൽ നടക്കില്ല, ഇസ്ലാമിലില്ല. സയൻസ് പറയുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദിന് ഈ വിഷയത്തിൽ വിമർശിക്കാൻ വരുന്ന ആളുകളോട് ഞാൻ വിനയപുരസ്സരം ചോദിക്കട്ടെ, ആധുനിക സയൻസ് നമുക്ക് നൽകിയ വിവരങ്ങൾ എന്താ? ഒരു പുരുഷന്റെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ 1375 ഗ്രാമാണ്. ഒരു പെണ്ണിന്റെ തലച്ചോറോ 1260 ഗ്രാമേ ഉള്ളൂ. ഇത് എപ്പിസോഡ് ഉണ്ടാക്കിയതല്ലോ. എവിടെ ഈ ഡിഫറൻസ്? സൃഷ്ടിപ്പിൽ ഈ വ്യത്യാസം കാണുന്നു. ഇനി അതുപോലെ തന്നെ വൃക്ക 160 ഗ്രാമ പുരുഷന്റേത്, 140 പെണ്ണിനുള്ളൂ. ഹൃദയം 350 ഗ്രാമ പുരുഷന്, 250 ഗ്രാമേ പെണ്ണിനുള്ളൂ. കരള് 1600 ഗ്രാമ പുരുഷന്, 1500 ഗ്രാമേ പെണ്ണിനുള്ളൂ. ഉയരം 169 ഇഞ്ചാണ് ആണിന്റെ ശരാശരി ഉയരം, പെണ്ണിന്റെ ശരാശരി ഉയരം 64. കണ്ടോ ഈ വ്യത്യാസമൊക്കെ സയൻസ് പറയുന്നതാ. 154 പൗണ്ടാ തൂക്കം, പെണ്ണിന് 128 പൗണ്ടേ ഉള്ളൂ. ഒരു മിനിറ്റിൽ നാടി പെണ്ണിന് 82 തവണ മിടിക്കുമ്പോ പുരുഷന് 72 തവണയെ മിടിക്കുന്നുള്ളൂ. ആണും പെണ്ണും തുല്യരാണോ? ഈ വ്യത്യാസം ആരാധനാപരമായ കാര്യങ്ങളിലുണ്ട്. ഒരു പെണ്ണിന് മാസം മുഴുക്കെ ചിലപ്പോൾ നിസ്കരിക്കേണ്ട, ശുദ്ധിയില്ലാത്ത ഘട്ടത്തിൽ നിസ്കരിക്കേണ്ട, പെണ്ണ് പള്ളിയിലേക്ക് വരേണ്ടതില്ല. ഇത് പറയുമ്പോ പുത്തംവാദികൾ ഓ എന്തൊരു ബഹളോ ഒച്ചപ്പാടാ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പെണ്ണിന് അങ്ങനെ ഇസ്ലാമിൽ വല്ല പുണ്യമുണ്ടോ? അധികാരം ഇന്നത്തെ ഈ മൗലവിമാരെ കാണിക്കുന്ന മാതിരി പെണ്ണുങ്ങളൊക്കെ സ്റ്റേജിൽ ഇരുത്തുന്ന ഒരു പരിപാടി, അല്ലാഹുവിന്റെ റസൂൽ ഒരു പൊതുപരിപാടിയിൽ ആയിഷ ബീവിയെ പങ്കെടുപ്പിച്ചത് എവിടെയാണ് ചരിത്രത്തിലുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയുടെ മടിത്തട്ടിൽ കിടന്നിട്ടാണ് അവിടുന്ന് വഫാത്തായി പോകുന്നത്. അവസാന സമയത്ത് ആയിഷയോട് പറഞ്ഞു, ആയിഷ ഞാൻ മരിക്കാൻ പോവുകയാണ്, നീ എന്റെ ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു ആയിഷയോട്. ബുദ്ധിയുള്ള പെണ്ണായിരുന്നില്ല ആയിഷ റളിയല്ലാഹു അൻഹ. 47 കൊല്ലം ജാഹിദൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, 47 കൊല്ലം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ടല്ലോ. 2000-ത്തിലധികം ഹദീസ് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിക്കപ്പെട്ട പൊന്നുമകളാണ് ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥ സ്ഥാനവും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അല്ലാഹുവിന്റെ റസൂൽ നീട്ടിക്കൊടുത്തിട്ടില്ല. പെണ്ണ് ആണും ഇസ്ലാമിൽ ഒരുപോലെയല്ല. അത് ആരാധനപരമായ കാര്യങ്ങൾ. പിന്നെങ്ങനെ മുജാഹിദ് മൗലവിമാര് പ്രസംഗിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? നിങ്ങള് ഹദീസ് ഇങ്ങനെ ഓതും. എന്നാ മുജാഹിദിങ്ങൾ പള്ളിന്റെ അടുത്തൊക്കെ ഒരു ബാറോ തുറന്നാണ്ടി, പഴയ കാലത്ത് കള്ളും കുടിച്ചിരുന്നു. എന്തിനാ ഈ ജനങ്ങളെ കബളിപ്പിക്കണം? ഹദീസ് ഇങ്ങക്ക് ഓതാനുണ്ട്. ഇശാസ്കരിച്ചാൽ വന്ന പെണ്ണുങ്ങൾ അവിടെ കിടന്നുറങ്ങി സുബയും കൂടി കരിച്ചു പോയ ഹദീസല്ലേ? ഹദീസൊക്കെ വരി. എന്തിനാ നമ്മൾ അമ്മാതിരി ഹദീസുകൾ വളച്ചൊടിച്ച് ഒരു പവിത്രതയില്ലാത്തൊരു കാര്യത്തിന്, ഒരു പുണ്യമില്ലാത്ത കാര്യത്തിന് ഈ പെണ്ണുങ്ങളെ എഴുന്നള്ളിക്കേണ്ട കാര്യം എന്താ? ആരുടെ കൂടെയാണ് പ്രമാണം? അങ്ങനെ പുണ്യമുണ്ടായിരുന്നെങ്കിൽ ആ പുണ്യം നമ്മളെ പഠിപ്പിച്ചു തരേണ്ടിയിരുന്നു മഹാനായ സയ്യിദുനാ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? പെണ്ണുങ്ങൾക്ക് പള്ളി പുണ്യമില്ല, പെണ്ണിന് പള്ളി പുണ്യമില്ല. ഇതാണ്, ഇത് സ്വഹാബത്തിന്റെ ആദർശം. ആ ആദർശത്തിലാണ് നമ്മളുള്ളത്. ഇങ്ങനെ ഏതും ഞാൻ നീട്ടി പല കാര്യങ്ങളും പറയാൻ എനിക്ക് സമയമില്ല. വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ കൂടെ പറയാം. അപ്പൊ ഖുതുബയുടെ കാര്യം ഞാൻ പറഞ്ഞു, സ്ത്രീപള്ളി പ്രവേശന കാര്യം പറഞ്ഞു. ഇനിയിപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ സുന്നി മുജാഹിദ് തമ്മിലുള്ള തർക്കം പല ആളുകളുടെയും വിചാരം തരിയോ നിസ്സാരകരമായ വിഷയങ്ങളും അല്ല സുഹൃത്തുക്കളെ. കൈ എവിടെ കെട്ടണമെന്നാണോ?
കണ്ട് പണ്ട് മുജാഹിദ് മദ്രസയിലൊക്കെ ബുക്ക് പഠിപ്പിച്ചത് കൈ നെഞ്ചിന്റെയും പൊക്കിന്റെ അടി കെട്ടണം തന്നെയാണ്. അമലിയാത്തെടുത്ത് വായിച്ചാൽ തിരിയും. അതൊക്കെ അവിടെ കെട്ട, കൈ വേണമെങ്കിൽ കെട്ടി. മുജാഹിദീങ്ങൾ ഏകീകരണം ഉണ്ടോ കെട്ടില്? ചിലരിങ്ങനെ കെട്ടും. ഞാൻ കണ്ടതാ. ഒരു ഈദ്ഗാഹിന്റെ ഒക്കെ ചിത്രം എടുത്ത് നോക്കിയാൽ മതി, അതിൽ കൈ ഇങ്ങനെ കെട്ടിവരുന്നുണ്ട്, ഇങ്ങനെ കെട്ടിവരുന്നുണ്ട്, ഇങ്ങനെ കെട്ടിവരുന്നുണ്ട്. ഓൻ പുതിയ മുജാഹിദോ? ഓൻ ആ പോയ ഉടനുള്ള കെട്ടാണോ? അല്ലെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ സുന്നി കെട്ടിനെതിരായ മതി എന്നുള്ളൂ, അല്ലാതെ മുജാഹിദിന് ഈ കെട്ടല് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാ അമലിയാത്ത് 75 അമലിയാത്ത് വരെ എടുത്തു നോക്കിങ്ങൾ. 3 മൗലവിമാര് കൂടി എഴുതിയ പുസ്തകം അമലിയാത്ത്, കർമ്മശാസ്ത്ര ബുക്ക്. ആ അമലിയാത്തിൽ ഇവർ പറയുന്നത് നെഞ്ചിന്റെയും പൊക്കിന്റെയും അടിയിൽ കൈവെക്കണം. അതിൽ കുനൂത്ത് സുന്നത്താണ്. ഇന്ന് കുനൂത്ത് വ്യഭിചാരത്തെക്കാളും വലിയ പാപ. എന്നാ അന്നത്തെ പുസ്തകത്തിലോ കുനൂത്ത് സുന്നത്ത്. ഞാൻ കേട്ട് നിൽക്കുന്ന മുജാഹിദീങ്ങളോട് ചോദിക്കുന്നു, അന്ന് ഒരു ഹറാമല്ലാത്തൊരു കാര്യം പിന്നെ ഹറാമാകാൻ നിങ്ങളുടെ ആഫീസിലേക്ക് എന്താ ജിബിരിയിൽ വന്നിരുന്നോ? എങ്ങനെയാണ് തീൻ ഇടക്കിടക്ക് മാറുക? ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. കുനൂത്ത് ഓതാതെ മുജാഹിദ് വേണമെങ്കിൽ നിസ്കരിക്കട്ടെ, കൈ എവിടെയെങ്കിലും കെട്ടട്ടെ. ഇതൊന്നുമല്ല വിഷയം. അടിസ്ഥാനപരമായ തൗഹീദിലാണ് സുന്നി മുജാഹിദ്. ഇപ്പൊ നേരത്തോടെ പറഞ്ഞല്ലോ, മുജാഹിദ് പഠിപ്പിച്ച തൗഹീദ് റുബൂബിയ്യത്ത് ഉലൂഹിയ്യത്ത് എന്ന് 2 തൗഹീദാ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ തൗഹീദിന് വിഭജിച്ച് തന്നെ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന പുത്തൻവാദിയ. അതെന്തിനാ അങ്ങനെ വിഭജിച്ചതറിയങ്ങള്? മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെന്ന് പറയാൻ അവർ റബ്ബല്ലാഹ് പറഞ്ഞിരുന്നു. ഇലാഹിലെ പലതും അവര് ഇലാഹുകളായി സ്വീകരിച്ചിരുന്നു എന്ന് പറയാം. ഏത് പോലെ സുന്നികളെ മാതിരി സുന്നികള് റബ്ബല്ലാഹ് എന്ന് പറയും. അവർക്ക് ഇലാഹു പലതുണ്ട്. മമ്പർത്ത തങ്ങൾ ഇലാഹാണ്, മമ്പർത്ത തങ്ങൾ ഇലാഹ്, മൊയ്തീൻ ശൈഖ് ഇലാഹ്, റിഫായി ശൈഖ് ഇലാഹ്, അമ്പിയാക്കൾ ഔലിയാക്കൾ ഇലാഹ്. ഇത് വരുത്താൻ വേണ്ടി ഇബ്നു തൈമിയ്യ ചെയ്യുന്ന തോന്നിയാസാണ് ഈ വിഭജനം. എന്നാൽ ഈ വിഭജനം 2001 ജൂൺ 4 കൂടെ മുജാഹിദിന്റെ തൗഹീദിൽ 3ാമത്തെ പാട്ട് കൂടെ എഴുതി ചേർത്തു. അതേതാണ്? അതാണ് അസ്മാഉ വസിഫാത്ത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഏതിലാണ് ഈ എഴുതി ചേർക്കുന്നത്? തൗഹീദില്. 2001 ജൂൺ 4 പുളിക്കല് മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ മുജാഹിദിന്റെ ചില മൗലവിമാര് കൂടിയിരുന്നിട്ട് നമ്മൾ ഇതുവരെ പഠിപ്പിച്ച തൗഹീദ് പൂർണ്ണമായിട്ടില്ല, ഒരു ഭാഗം കൂടെ മദ്രസകളിൽ പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് തൗഹീദ് അസ്മാഉ വസിഫാത്ത് നാമവിശേഷണങ്ങളിൽ ഏകത്വം, ആ തൗഹീദ് ഉൾക്കൊള്ളാതെ ജീവിച്ച് മരിച്ചവരാണ് ഈ അരീക്കോട്ടെ പഴയകാല മുജാഹിദിന്റെ താത്തമാരും കാക്കമാരും, എടവണ്ണയിലെ താത്തമാര് കാക്കമാര്. ആ തൗഹീദിലാണ് മുജാഹിദ് അട്ടിമറി നടത്തിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇനി തീർന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കാര്യമാണല്ലോ അള്ളാഹുവിലുള്ള വിശ്വാസം. ഈ അള്ളാഹുവിലുള്ള വിശ്വാസം പഴയ മുജാഹിദ് വിശ്വാസം പോലെയാണോ? പുതിയ വിശ്വാസം അല്ല, വ്യത്യാസമുണ്ട്. ഞാൻ പറയാം. 1952 മുജാഹിദിന്റെ വിശ്വാസപ്രകാരം അള്ളാഹ്ക്ക് സ്ഥലമുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹ് ഒരു പ്രത്യേക ഭാഗത്താണ് എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹ്ക്ക് അവയവങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. 1952 അൽമനാർ വായിച്ചാൽ തിരിയും. എന്നാൽ എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് പറയുന്ന അള്ളാഹ് എങ്ങനെയാണ്? ഒരു പള്ളിയിലച്ഛന്റെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അയാൾ പറയുന്നോക്കി, നിങ്ങള് ഇസ്ലാമിലെ അള്ളാഹ് ഇങ്ങനെ ഇടക്കിടക്ക് മാറുകയാണ്. ഞങ്ങളെ യേശു അന്നും ഇന്നും ഒരുപോലെ. ഉളുപ്പുണ്ടോ മുജാഹിദ് അത് കേൾക്കാൻ? ഉളുപ്പുണ്ടോ അത് കേൾക്കാൻ? എന്നാൽ ഇവർ പറയുന്നു, അത്തൗഹീദ് നോക്കിയാൽ കാണാം അള്ളാന്റെ 2 ഭാഗത്തെ കുറിച്ച് അവർ പറയാ. അള്ളാഹ്ക്ക് ഇടത് കൈയുണ്ട്, വലത് കൈയുണ്ട്. ഇടത്തെ കൈയിൽ ആകാശാണ്, ഇടത് കൈയിൽ ഭൂമിയാണ്. വലത് കൈയിൽ ആകാശം, ഇടത്തെ കൈയിൽ ഭൂമി. എങ്ങനെയുണ്ട് അള്ളാഹ്? 52 ഈ വിശ്വാസം തന്നെ കുഫ്രിയത്ത്. ഈ സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ അഖിലു സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നു. ഞാൻ പറയുന്ന ബുക്ക് മലയാളത്തിൽ കിട്ടുന്നതാണ്, മുജാഹിദ് വാങ്ങി വായിക്കട്ടെ. ആ പുസ്തകത്തിന്റെ 25ാമത്തെ പേജിൽ സക്കരിയ സ്വലാഹി പറയുന്നറിയോ? അള്ളാഹ്ക്ക് 2 കൈയുള്ളത് ശരിയാണ്, പക്ഷെ 2 കൈയും വലത്തേ ഭാഗത്താണ്. വികലാംഗ പടച്ചോന്. എങ്ങനെയുണ്ട്? ഇനി തീർന്നില്ല. 2005 അൽമനാർ, ഏപ്രിൽ മാസത്തെ അൽമനാർ, അതിൽ പറയാണ് അള്ളാഹു ആകാശത്തിനു മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് സിംഹാസനത്തിലാണ്. ഞാൻ എത്ര തവണ വായിച്ചിട്ടും എനിക്ക് ഇതിന്റെ മായന മനസ്സിലായില്ല. കാരണം എന്താ? ഞാൻ ഒന്നും കൂടി വായിച്ചുതരാം. അള്ളാഹു ആകാശത്തിനു മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് സിംഹാസനത്തിലാണ്. അപ്പൊ ഈ സിംഹാസനം സൃഷ്ടിയല്ലേ? സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് സിംഹാസനത്തിലാണെങ്കിൽ ഓന്റെ പോയത്തക്കാരെ എന്നൊരു ദേഷ്യം പിടിക്കരുത്. ഇങ്ങനൊക്കെ എഴുതിയ പിന്നെ അങ്ങനെ അല്ലാതെ എന്താ പറയുന്നത്? മനുഷ്യന്മാര് വായിക്കൂലതൊക്കെ. നിങ്ങൾക്ക് വിവരമില്ല എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യം. ഈ സിംഹാസന സൃഷ്ടിയല്ലേ? ഇനി നോക്കി, അള്ളാഹ് ആകാശത്തിലാണെന്ന് പറയുകയാണെങ്കിൽ ഈ ആകാശം പടച്ചതാരാ? ആകാശം പടച്ചതാരാ? അള്ളയാണ്. അപ്പൊ ഈ അള്ളാഹ് ആകാശം പടക്കണതിന് മുമ്പ് എവിടെയായിരുന്നു?
എവിടെയായിരുന്നു? ഇവിടുത്തെ മുജാഹിദ് കോളേജിൽ ഇരിക്കുന്നു പറഞ്ഞു. ഇത് പേരോട് ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചപ്പോ സക്കറിയ സ്വലാഹി അതിന് കൊടുക്കുന്ന ഉത്തരണ്ട് ഭയങ്കര രസാ. അയാൾ പറയാണ് ഈമാൻ തെറ്റുന്ന ചോദ്യാട്ടാൻ. അള്ളാന്റെ രണ്ട് കൈയും വലത്തെ ഭാഗത്താക്കിയിട്ട് പടച്ചോൻ അക്കോലത്തിൽ കളിയാക്കിന് അയാൾക്കൊരു വിഷമമില്ല. ഉത്തരമില്ലാത്ത ചോദ്യം കിട്ടിയപ്പോ അയാൾ ജനങ്ങളെ പഠിപ്പിക്കുക ഈമാൻ തെറ്റുന്ന ചോദ്യാട്ടാൻ. ഒരു ഈമാനും തെറ്റില്ല പറഞ്ഞു കൊടുക്കും. അല്ല എവിടെയിരുന്നു? ഇനി മാത്രമല്ല 2004 ജൂലൈ മാസത്തിൽ അൽമനാർ കൂടെ വായിച്ചാല ബഹുരസം. അതെന്താ? രാത്രിയുടെ 1/3 ഭാഗം ശേഷിച്ചിരിക്കെ അള്ളാഹു താല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും ചെയ്യും. ഇപ്പൊ എല്ലാം കൂടെ ഒന്നും മനസ്സിലാക്കുക. അള്ളാന്റെ വലത്തെ കയ്യിലാണ് ഈ ആകാശം, ആകാശത്തിലാണ് പടച്ചത്. അപ്പൊ അള്ളാന്റെ വലത്തെ കയ്യിൽ. ഇനി മാത്രല്ല ഈ വലത്തെ കൈയുള്ള ആകാശത്ത് തന്നെ പടച്ചോൻ എന്ത് ചെയ്യും വേണം? രാത്രിയുടെ 1/3 ഭാഗം ശേഷിക്കുമ്പോ അള്ളാഹു താല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരാം. ഈ രാത്രിയുടെ 1/3 ഭാഗം ശേഷിക്കാന്ന് പറയുന്നത് ഇവിടെ കണ്ടിന്യൂറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യം. അതെന്താ? ഇപ്പൊ ഇവിടെ രാത്രിയുടെ 1/3 ഭാഗം ശേഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ അടുത്തത് അവിടെ, പിന്നെ അങ്ങോട്ടായി. അപ്പൊ എപ്പോഴും ഈ പ്രതിഭാസം ഉണ്ടാവും. അപ്പൊ അള്ളാഹു ഇങ്ങനെ ഈ തസ്ബീമാലിന്റെ നൂലറ്റ മാതിരി ഇങ്ങനെ ഇറങ്ങണം. ഈ ഇറങ്ങണ പടച്ചോൻ എപ്പോഴാ കേരള ആരെങ്ങനെ അള്ളാനെങ്ങനെ ഇറക്കാൻ പറഞ്ഞു? അള്ളാനെങ്ങനെ ഇറക്കാൻ പറഞ്ഞെന്തിനാ? പടച്ചോൻ ഇവരെ വിട്ടത് എന്തിനാ സുഹൃത്തുക്കളെ? അള്ളാന്റെ കയ്യും കാര്യം മടവൂരി മുജാഹിദും മറ്റേ മുജാഹിദും തമ്മിൽ കാര്യമായിട്ട് നടക്കുന്ന തർക്കം തന്നെങ്കിൽ അള്ളാഹ് ഊരുണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിൽ. അള്ളാഹ് ഊരുണ്ടോ ഇല്ലേ വിഷയത്തിൽ? അതേ സമയത്ത് അള്ളാഹുവിനെ എങ്ങനെയാ ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, മുജാഹിദിന്റെ 8 ഗ്രൂപ്പ് പറയുന്ന പടച്ചവനിലും സഖാഫിക്ക് വിശ്വാസമില്ല. മുജാഹിദ് പറയുന്ന അള്ളാഹുലല്ല ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആരും അങ്ങനല്ല. മുജാഹിദ് പറയുന്ന അള്ളാഹിൽ ഞാൻ വിശ്വസിക്കുന്നു. നോക്കണം നിങ്ങൾ, ആ അള്ള വേറെ, നമ്മുടെ അള്ള വേറെ. കാരണം കയ്യും കാലുള്ള ഒരു പടച്ചവൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഉമർ മൗലവി പറയാ അള്ളാഹ് ആകാശത്തിലാന്ന് പച്ച പരമാർത്ഥാണ്. വക്ക മൗലവിനെ ഉക്കെടുത്ത് വായിക്കും, അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ എടുത്ത് വായിക്കും, നിങ്ങളെ പഴയകാല നേതാക്കളെ എഴുതി വെച്ചത് വായിക്കും. എന്നിട്ട് ഏതും ഈ വിരോധാഭാസം. എന്നിട്ട് പറ ഈ വിട്ടിത്തരം. എന്തിനാണ് ഈ പടച്ചോനെ കളിയാക്കുന്നത്? അള്ളാനെ കൊണ്ടാ കളിക്കുന്നത്. എങ്ങനെയുണ്ട്? എന്നാൽ അതേ സമയത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങൾ അറിയണം, ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, സിഫ്ലനാ റബ്ബക യാ മുഹമ്മദ്, മുഹമ്മദേ നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുകൊണ്ടാ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഖുറൈശികൾ ചോദിച്ച സമയത്ത് ആരാണ് റബ്ബെന്ന് അള്ളാഹു തന്നെ വിശദീകരിക്കുന്ന ഒരു അധ്യായം ഖുർആനിലുണ്ട്. അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിന്റെ പേരാണ് സൂറത്തു തൗഹീദ്. എന്താണ് ഈ അധ്യായത്തിൽ പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹ് ഏകനാണ്, അല്ലാഹ് സ്വമദാണ്. ഈ സ്വമദിനൊന്നും ഒരു മലയാളം തന്നെ പറയാൻ കഴിയില്ല. സ്വമദിനൊന്നും മലയാളം തന്നെ പറയാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല എങ്കിൽ അല്ലാഹ് അല്ലാത്തവരൊക്കെ അള്ളാഹിനെ ആശ്രയിക്കുന്നവരുമാണ്. അതാണ് അതിന് ചെറിയൊരു ആശയം. ലം യലിദ് വലം യൂലദ്, അവൻ ജനകനല്ല, ജാതനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് ഉപമിക്കാൻ ഒന്നുമില്ല. ഇതാ പടച്ചോൻ. ഇവിടെ നിന്നാ മതി. നിങ്ങൾ ഇങ്ങനെ ഗവേഷണം ചെയ്ത് 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 എവിടെ എത്തിപ്പങ്ങള്? ഇതാണ് നിങ്ങളെ അള്ളാഹ്. ഇനി മാത്രമല്ല മുഅ്മിനീങ്ങളെ, സ്വഹാബത്തിന് മാത്രമല്ല, അള്ളാഹിനെ മാത്രമല്ല, അള്ളാഹിന്റെ റസൂലിന് എല്ലാം. ഇവർക്ക് അതൊന്നും വിഷയമല്ല. ഞാൻ ഈ ഇടവണ്ണക്കെടുത്ത് പ്രവചിക്കുമ്പോ എനിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റൂല. ഇത് സലാം സുല്ലമിന്റെ ഒരു പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേരെന്തറിങ്ങൾ? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ. ഈ ബുക്ക് നിങ്ങൾക്ക് കിട്ടും. പഴയ മുജാഹിദിനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെയുള്ള മടപൂജയോട് ചോദിച്ചാൽ പോലെ വീട്ടിലുണ്ട് ഈ ബുക്ക്. നിങ്ങൾ എടുത്ത് വായിക്കും. ഇതിന്റെ 18ാമത്തെ പേജ് വായിക്കും. സലാം സുല്ലം എഴുതി വെച്ച തോന്നിയാസം കാണാൻ കഴിയും. എന്തായാലും പറയുന്ന റസൂലിനെ കുറിച്ച് ഭൂമി നീതി കൊണ്ട് നിറക്കാൻ സാധിച്ചിട്ടില്ല, മുഹമ്മദ് നബി നീതി കാണിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മതമാണോ? ഇത് അല്ലാഹുവിന്റെ ദീനാണോ? അല്ല എന്ന് പറയാനാ മുസ്ലിം ജമാഅത്ത് ഈ പരിപാടി വെച്ചത്. മുജാഹിദ് ഒരു പുതിയ മതമാണ്, ഇസ്ലാമല്ല. ഇസ്ലാമല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് നീതി കാണിക്കാൻ പറയാൻ ആരാ സലാം സുല്ലമി? ആരാണ് സലാം സുല്ലമി? മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് അറിയോ? നമ്മുടെ ഒരു കഴിവും കൂടി ലഭിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ കേട്ട് കാണുമോ? കേട്ട് കാണും ഒരുപക്ഷെ നിങ്ങളൊക്കെ പ്രസംഗം. എന്താണ് ചിലത് പറയാൻ കാരണം അറിയുന്നത്? റസൂൽ ഒരിക്കൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു? ചെരുപ്പ് ഒഴിവാക്കി. നബി തങ്ങൾ ചെരുപ്പ് ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ സ്വഹാബത്തു നബിയെ കണ്ടിട്ട് ചെരുപ്പ് ഒഴിവാക്കി. സലാം വീട്ടിൽ കഴിഞ്ഞപ്പോ നബി ചോദിച്ചു, നിങ്ങൾ എന്തിനു ഒഴിവാക്കി? അവർ പിന്നെ സ്വഹാബത്തിനോട് നബി ചോദിച്ചു. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബി നിങ്ങൾ ഒഴിവാക്കിയപ്പോ ഞങ്ങൾ ഒഴിവാക്കി, അത്രേ ഉള്ളൂ, വസ്ത്രമൊന്നുമില്ല.
അപ്പൊ നബി പറയാ, ഞാൻ ഒഴിവാക്കിയത് എന്റെ ചെരുപ്പിന്റെ താഴെ നജസുണ്ടെന്ന് എനിക്ക് വഹി കിട്ടി. ഇത് പറഞ്ഞിട്ട് സലാം സുല്ലമി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി ഹദീസ് പണ്ഡിത മുഹദ്ദിസായിട്ട് കൊണ്ടുകിടക്കണ ഈ മനുഷ്യൻ പറയാണ്, സലാം സുല്ലമി പറയാണ്, കണ്ടങ്ങള് സ്വന്തം കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ താഴെയുള്ള നജസ് ഇപ്പൊ മുഹമ്മദ് നബിക്ക് മനസ്സിലായി. എന്നാ അതേ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വാസഞ്ചിട്ട് തിരിയുന്നു. അപ്പൊ ഇയാൾ എലിയമ്പറമ്പ് കൂടി പോകുമ്പോ അവിടുത്തെ വാസന വരുന്നതൊക്കെ നബി തങ്ങളുടെ ചെരുപ്പിന്റേതായ നജസുണ്ടെങ്കിൽ അവിടുന്ന് വരണമെന്ന് ഇയാൾ മനസ്സിലാക്കണത്. പൊന്നു കാക്ക, റസൂലുള്ളാന്റെ മൂക്കിന്റെ മാത്രം ദുർഗന്ധം വരൂല. പല നിലക്കാണ് ഇതിന് വിശദീകരണം നൽകിയത്. ഇയാൾ പറഞ്ഞ മാതിരി ഒരു മുഹദ്ദിസ് ഈ ഹദീസ് വിശദീകരിച്ചോ? നബി തങ്ങളെ നമ്മളെക്കാളും ഒന്നുമല്ലാതാക്കി തീർക്കാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത് ദീനാണോ എന്റെ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ റസൂല് നീതി കാണിച്ചില്ല എന്ന് അള്ളാന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ പറഞ്ഞ ഒരാളുണ്ട്. അത് തമീം ഗോത്രത്തിൽപ്പെട്ട ദുൽഖുവൈസിറത്താണ്. ദുൽഖുവൈസിറത്ത് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മുഹമ്മദേ നീതി കാണിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂൽ പറഞ്ഞു, ഫഖാല വൈലക്, നീ നശിച്ചു പോട്ടടാ, നിനക്ക് നാശം, ഞാൻ നീതി കാണിക്കുന്നില്ല. ഞാൻ നീതി കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാ നീതി കാണിക്കുന്നത്? ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേൾക്കുന്നുണ്ട്. 110 ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഗ്ദല്ലി ഫീഹി ഫഅലിരി ബഉൻഖഹ, നബിയേ ഇങ്ങോട്ട് വിട്ടേരും, അവന്റെ പേരടി ഞാൻ പറ്റാം, നിങ്ങളോട് നീതി കേട്ടാണ്. അസമയത്ത് റസൂല് പറഞ്ഞു, ഫഖാല, മുത്തുനബി തങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞു, മറേ അവനെ വിട്ടേക്ക്, ഇനി ഞാൻ പറയുന്ന കാര്യം എല്ലാവരും കേൾക്കണം. ഫഇന്ന ലഹു അസ്ഹാബൻ, അവനിക്ക് ചില പിൻഗാമികൾ വരാൻ. യഹഖിറു അഹദുകും സ്വലാത്തുഹു മഅ സ്വലാത്തിഹി വസിയാമഹു മഅ സിയാമിഹി. ഒരു വലിയ നിസ്കാരക്കാരാ, ചിലപ്പോ ഓല നിസ്കാരം കാണുകയാണെങ്കിൽ നിങ്ങളെ നിസ്കാരം ഒന്നുമില്ല, അമ്മാതിരി നിസ്കാരത്തിലെ ഒരു പള്ളിക്കൊക്കെ പായ, നോമ്പും ഭയങ്കര ഉഷാറാ കൂട്ടർക്ക്. എന്നിട്ട് നോക്കിയത് മുത്തുനബി തങ്ങള് ഈ കൗമിനെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞമ്മളെ പഠിപ്പിക്കാതെ റസൂല് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടില്ല. നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ എല്ലാ ടീമിനും റസൂല് പരിചയപ്പെടുത്തി തന്നു. എന്നിട്ട് നോക്ക് അടുത്ത് പറയുന്നത്, യഖറഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിയഹു, ഖുർആൻ ഇങ്ങനെ ഓതും. മുജാഹിദ് കണ്ടില്ലെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്ത് എത്രങ്ങാനും ഖുർആന്റെ ആയത്ത്. പടച്ചോനെ, ഔലിയാക്കളോടും അമ്പിയാക്കളോടും സഹായം ചോദിക്കരുതെന്നുള്ളതിന് ചിലപ്പം തോന്നുന്നു ഖുർആൻ മൊത്തം ഇറങ്ങിയത് ഈ കാര്യത്തിലാണ്. മുജാഹിദിന്റെ ഓത്തുന്ന് കേട്ടാല്, കാരണം എന്താ, ആയത്തങ്ങനെ ഓതും, പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറയാ അവരെ തൊണ്ടക്കുടി വിട്ടു കിടക്കുന്നില്ല ആശയം. സത്യല്ലേ? എന്നിട്ട് റസൂല് പറയാ, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയാ, വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് തെറിച്ചവരാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ദീനിൽ നിന്ന് തെറിച്ചു എന്ന് ഉമ്മമാരെ നിബിധങ്ങൾ പറഞ്ഞു. സഖാഫി പറയല്ല, ബിദഈ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് അവരുടെ. പിന്നെ അവര് മാലിം മൗലൂദും ഒക്കെ ഓതുവോ? അവര് മാല ചൊല്ലോ മൗലൂദ് ഓതുവോ? ഒന്നും ഉണ്ടാവില്ല. ഓൽക്കായിരുന്നു ഒരു താല്പര്യട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ മാല മൗലിദ് വിമർശനങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം ഇവിടെ പറയാം. മുജാഹിദീങ്ങൾക്ക് തന്നെ ചിലപ്പോ അറിയില്ല എന്ത്, ഈ വിമർശനത്തിന്റെ തുടക്കക്കാരറിയങ്ങൾ ബ്രിട്ടീഷുകാരാണ്. മറ്റൊരു എന്റെ സദസ്സിൽ യുവാക്കളുണ്ട്, ചെറുപ്പക്കാരും ഞാൻ ധാരാളം കാണുന്നുണ്ട്. നിങ്ങൾ ചരിത്രം വായിക്കും. ഭീകരതയുടെ മൂർത്തി ബൽഭാവങ്ങളാണ് ബിദഈ നേതാക്കൾ മുഴുവനും. ഇപ്പോ IS-നെതിരെ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ചു. ആര്? സലഫികൾ. പത്രക്കാര് അബൂബക്കർ ബഗ്ദാദിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ചോദ്യം തുടങ്ങിയപ്പോ പത്രസമ്മേളനമൊക്കെ നിർത്തിവെച്ചിട്ട് അവര് പിരിഞ്ഞു പോകേണ്ട ഗതികേട് വന്നു. എന്തേ കാരണോ? ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, അതൊന്നും സുന്നത്തുമായത്തിന്റെ ആശയമല്ല. അവരൊക്കെ മക്ബറ തകർക്കുന്നു. മക്ബറ തകർക്കണം എന്ന് പറയുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയാ സിമി. ഇന്ന് സോൾഡാറ്റിക്കാര് പറയും സിമിയായിട്ട് ഞങ്ങൾക്ക് വന്നല്ല. ആകെ തമാശ. കഴിഞ്ഞ കാല പ്രബോധനം എടുത്ത് വായിക്കും. അഖിലേന്ത്യാ തലത്തിൽ സിമിക്ക് ഘടകം രൂപീകരിക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറാണ് ആ മീറ്റിംഗിൽ അന്ന് പങ്കെടുത്തത്. എന്തായിരുന്നു സിമിയുടെ പ്രമേയം? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. RSS ഇതിന് ബദൽ പ്രമേയോടെ കൊണ്ടുവന്നു. ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ കടന്നു വന്ന സമയത്ത് പറഞ്ഞത് എന്താ അറിയോ?
വോട്ട് ചെയ്യാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, പോളിംഗ് ബൂത്തിന്റെ ഒക്കെ നാലയിലത്ത് പോയ ശിർക്ക് വാസിരിക്കുന്നു ജമാഅത്തുകാരന്. പക്ഷെ ഇന്ന് ജമാഅത്ത് സുബ്ഹാനല്ലാഹ് എല്ലാം മാറി. ഇലക്ഷൻ വരുന്ന സമയത്ത് ഗ്യാസും കുറ്റിയും തലയിൽ വെച്ച് വോട്ടേന്ന് വന്ന് നടക്കുക, മത്തിയേന്ന് പറയുമ്പോൾ. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമികൾ ആലോചിച്ച് നോക്കി, ഈ പിന്നെ ആശയ ആദർശ രംഗത്തൊന്നും ജമാഅത്തിലില്ല മുജാഹിദിന്റെ മാതിരി. കാരണം അവർക്ക് മനസ്സിലായതൊക്കെ പൊല്ലാപ്പാണ്. ആയത്തോതുമ്പോ ശ്രദ്ധിക്കണം, ഹദീസ് വായിക്കുമ്പോ ശ്രദ്ധിക്കണം. ഇപ്പൊ ജമാഅത്തേർ എങ്ങനെ വെച്ചാൽ മണ്ണ്, പിന്നെ ആകാശം, എയർപോർട്ട്, ആള, എക്സ്പ്രസ് ഹൈവേ, അതാ ബോർഡ് ജമാഅത്ത്. ഓലങ്ങോട്ട് പോയി കിട്ടും. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇത്തരം ഭീകര ആശയങ്ങൾ സുന്നത്തമായത്തിലില്ല. ഇനി മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് എഴുതിയവരാ. പിന്നെ എന്താ കൊല്ലാത്തരിയങ്ങള്? വരവും ചെലവും നോക്കുമ്പോ ഒക്കൂല വെച്ചിട്ട് ഇതിങ്ങനെ അവിടെയും ഇവിടെയും കുറേശ്ശല്ലേ ഉള്ളൂ. ഓരോരുത്തർ എവിടെയും കൊന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടി ചാകാനുള്ളൂ. അപ്പൊ അങ്ങനെ ഇത് ഞാൻ തമാശ പറയല്ല. നോക്കൂ നിങ്ങൾ, നേർച്ചകൾ എന്ന പേരിൽ 1981 ഒക്ടോബർ അൽമനാറാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ പറയാണ്, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകും. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂർണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങൾ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും ഞങ്ങളും അക്ബറിക്ക് നേർച്ചേരുന്നവരാ. അങ്ങനെ വേഷ വിശ്വാസിയും മുശ്രിക്കുമായിരിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ്. എങ്ങനെയുണ്ട്? ഇനി മാത്രമല്ല, കൊന്നിട്ട് ആ തലയോട്ടി എന്താ ചെയ്യേണ്ട അറിയങ്ങള്? ഹാബീല് കാബീലിന്റെ ഇടയിലുണ്ടായ പ്രശ്നത്തിന്റെ മാതിരി പിന്നെ ഇതെന്താ കാട്ടേണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങാറായി നടക്കണ്ട. 2009 ജൂൺ മാസത്തിൽ അൽമനാറില് എങ്ങനെ കൊല്ലണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഒരു ടെററിസം. പ്രസംഗിക്കുമ്പോ എന്താ സഹിഷ്ണുത, എന്താ ഈ സമുദായത്തെ തമ്മിലടിപ്പിച്ചില്ലേ നിങ്ങൾ? ഒരു മാലയിൽ മുത്തുമണികളെ പോലെ കഴിഞ്ഞുകൂടി MT അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട് സ്വഹാബത്തിനെ തല്ലി, എന്നിട്ട് നിങ്ങൾ പുതിയൊരു മതം പടത്തുണ്ടാക്കി, എന്നിട്ട് അത് ഇസ്ലാമായിട്ട് നാട്ടിൽ പ്രചരിപ്പിക്കാൻ ഏതെങ്കിലുമൊക്കെ വേഷം കെട്ടിയ ചില ആളുകളെ കൊണ്ടുവന്നാൽ അരീക്കൊട്ടങ്ങാടിയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? 2009 ജൂൺ മാസത്തിലെ അൽമനാർ കൂടെ ഞാൻ വായിച്ചു തരാം. ഇതിലേതാണ്, ഏതൊരുവൻ അല്ലാഹു അർശിന്മേൽ ആരോഹിതനാണെന്നും ഏഴാനാകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അവൻ കാഫറാണ്. 52 ഇങ്ങനെ വിശ്വസിച്ച കാഫർ. ഇപ്പൊ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ആകാശത്തിലാന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഓൻ കാഫർ. 52 ആകാശത്തിലാന്ന് വിശ്വസിച്ച കാഫർ. എന്താ മുജാഹിദിലേക്ക് അതല്ലാത്ത പറയുന്നത്? ഇത് രണ്ടും കൂടി എടുത്തു നോക്കി. 2009 ജൂൺ മാസത്തിൽ അൽമനാറും 1952 അൽമനാറും. എന്നിട്ട് സക്കാഫി പറയുന്നത്, നിങ്ങൾ ചെറിയ കാര്യമല്ലേ പറയുന്നത്, വിശ്വാസിലെ കുഫ്രിയത്ത് വന്നു ചേരുന്ന കാര്യം പറയുന്നത്. എന്നിട്ട് പറയാണ് സൃഷ്ടികളിൽ നിന്ന് അകന്നാണെന്ന് അംഗീകരിക്കുന്നത് അവൻ കാഫർ. പശ്ചാത്തപിക്കണം. ഇനി അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യണം? തൗബ ചെയ്യണോ? അല്ലെങ്കിൽ അവന്റെ പെരടി വെട്ടപ്പറ. തൗബ ചെയ്യണില്ലെങ്കിൽ പെരടി ഒരു വെട്ട്. ദിമ്മികൾക്കും മുസ്ലിമീങ്ങൾക്കും ദുർഗന്ധം വമിക്കാതിരിക്കാൻ അവനെ അഴുക്കിലേക്ക് എറിയപ്പെടണോ? എന്താ ചെയ്യേണ്ടത്? വെട്ടിയതിനു ശേഷം അഴുക്ക് ചാലിലേക്ക് എറിയണോ? ഈ പ്രസ്ഥാനം ടെററിസം അല്ലെങ്കിൽ പിന്നെ ഏതാണോ ടെററിസം? ഏതാണ് വർഗീയത എന്ന് പറയുന്നത്? സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്നും കൊന്നതിന്റെ ശേഷം അഴുക്ക് ചാലിലേക്ക് എറിയണമെന്നും പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം ഭീകരതയുടെ ആശയമാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇസ്ലാമല്ല, ഭീകരതയാണെന്ന് പറയുന്നത്. പിന്നെ കാഫിറാക്ക, സുന്നി കാഫിറാക്ക എന്ന് പറയാൻ ഞാൻ ചോദിക്കട്ടെ, അരീക്കോട് ഇറച്ചിപ്പീടിയൊക്കെ ഉണ്ടല്ലോ, ഇറച്ചിപ്പീടിയുണ്ട്. ഇറച്ചിപ്പീടിയില് സാധാരണ മുജാഹിദീങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പോയിട്ട് ഒരു ഇറച്ചി വാങ്ങാൻ കഴിയോ? എന്തേ കാരണം? ആ ഇറച്ചിപ്പീടിയേക്ക് പോത്ത് ഇറച്ചി എത്തിക്കണ കമ്പനിക്കാരോട് ചോദിച്ചാൽ അറിയും, ആ പോത്തിന് ഇറക്കണ ഒരു മൊല്ലാക്കയാണ്. ആ മൊല്ലാക്ക തലേന്ന് കുത്തുബിയത്തിന് കൂടി, ആ മൊല്ലാക്ക മൊയ്തീൻ ഷേഖെ കാക്കണെന്ന് പറയുന്ന ആളാണ്. നിങ്ങളെ വിശ്വാസപ്രകാരം സൽസബീൽ ഞാൻ വായിച്ചുതരാം. മൊയ്തീൻ ഷേഖ് മുസ്ലിയാർ ഒന്നുകൂടെ കേട്ടോളി. ഇതിന് മുമ്പ് കുറെ പറഞ്ഞു മൂപ്പൻ. മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫറ. ഇപ്പൊ ഞാൻ തേടാണ്, മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ഇപ്പൊ ഞാൻ കാഫറായി. എന്നാ ഞാൻ അർത്ഥ വഹാബി തിന്നോ? ഞങ്ങൾ എല്ലാരും അങ്ങനെ തേടുന്നവരാ. ഓൻ കാഫറ. അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫർ. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറാണ്. എങ്ങനെയാണ് മുജാഹിദ് ഒരു വട്ടം കാഫറായ പിന്നെയും കാഫറാണ്? അപ്പൊ ഈ പുള്ളറ്റൊക്കെ പോണ മാതിരി കാഫർ എന്ന് പറയേണ്ടി വരക്കൊരു ചൊറുക്കേ.
ഇനി തീർന്നില്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. സുന്നികൾ നമ്മളിത് പറയുന്നത് ഒരു വിഭാഗീയതക്ക് വിദ്വേഷത്തിനും അല്ല. മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല സമസ്തത്തിന് തീരുമാനമെടുത്തു. മുജാഹിദ് സുന്നി മുസ്ലിം അല്ല എന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടല്ല മൊയ്ലിയാർ. നിങ്ങൾ വെറുതെ നാട്ടുകാരോട് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ വെറുതെ ആൾക്കാരതിൽ ആശയക്കുഴപ്പമുണ്ടാക്കരുത്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ലാത്ത ഐക്യത്തിൽ സലാം പറഞ്ഞു ജീവിക്കുന്നവരാണ്. ഞാൻ വായിച്ചുതരാം. എന്റെ വക ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നാളെ ഒരു പത്രത്തിൽ തിരിച്ചു കൊടുത്താൽ മുഴുവൻ പിൻവലിച്ചോളി. എന്നാലും നമുക്ക് നിങ്ങളായിട്ടുള്ള ഒരു ഐക്യത്തെ കുറിച്ച് ആലോചിക്കാം. ഇത് 1999 ഫെബ്രുവരി 20 സൽസബിയില്, ഈ സൽസബിയിൽ ഉമർ മൗലവി എഴുതി നോക്ക് നിങ്ങൾ. സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. നമ്മളെ കാര്യം മഹാപോക്ക. നരകത്തിന്റെ നടുവിലേക്ക് അതിന്റെ വക്കത്തു കൂടിയല്ല. ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുവീൻ സുന്നികളെ. അസ്ലിമൂ തസ്ലിമൂ. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മുസ്ലിം ആയിക്കോളി, രക്ഷപ്പെട്ടോളി. ഇല്ലാന്ന് മുജാഹിദ് പറയട്ടെ. ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് മുജാഹിദ് പറയട്ടെ. ഇനി തീർന്നില്ല. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവരുടെ സഹോദരനാണ് ഇ.കെ. ഹസൻ മുസ്ലിയാർ. ആ ഇ.കെ. ഹസൻ മുസ്ലിയാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോ ഉമർ മൗലവി എഴുതിയ ഒരു കത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അസ്ലിം തസ്ലിം എന്ന കത്തിലുള്ളത്. അസം മൗലിയരോട് കത്തെഴുതിയിട്ട് പറയാ നിങ്ങൾ മുസ്ലിം ആയിക്കോളി, രക്ഷപ്പെടുന്നുള്ളത്. എന്നിട്ട് ഇതിനെക്കുറിച്ചും അസം മൗലിയർക്ക് ഈ വിഷയത്തിൽ അസം മൗലിയരുടെ കത്തെഴുതിനെ കുറിച്ച് ഉമർ മൗലവിക്ക് വിമർശനം വന്നപ്പോ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന ഉമർ മൗലവിയുടെ ആ പുസ്തകത്തിലെ ഈ പേജിൽ, ഞാൻ ആ പേജ് മാത്രമേ ഒന്നും വിപണി കിട്ടുന്ന പുസ്തകമാണ് അതൊക്കെ. ഓർമ്മകളുടെ തീരത്ത് എന്നുള്ള പുസ്തകത്തിൽ ഉമർ മൗലവി എഴുതി വെച്ചെന്നറിയെങ്കിൽ അസം മൗലിയുടെ വാക്കും പ്രവൃത്തിയും നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് അയാൾ പച്ച കാഫിറാണ് എന്നാണ്. ഇവര് എന്തിനാണ് ഈ കാഫിറാക്കൽ പ്രക്രിയ നിർത്തണം? ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് എന്തൊരു മുസ്ലിം ജമാഅത്ത് ഈ പരിപാടി ഇവിടെ വെച്ചു. മുസ്ലിം സമുദായത്തിൽ അനൈക്യമുണ്ടാകേണ്ട സമയമല്ല. പടിഞ്ഞാറെ ഉത്തർപ്രദേശിലെ ദാദ്രയില് മാംസം ഭക്ഷിച്ചു എന്ന പേര് പറഞ്ഞ് അഖിലാഖ് എന്ന് പറയുന്ന പാവം സഹോദരന് സംഘപരിവാർ ശക്തികള് അതിന് ക്രൂരമായ രീതിയിൽ പച്ചയ്ക്ക് തല്ലിക്കൊന്നത് നമ്മൾ കാണാതിരുന്നിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ആ സമയത്താണ് മുജാഹിദ് ആകെ ചെയ്യുന്ന പണി എന്തെങ്കിലും ശിർക്ക്, കുഫ്ർ, ഓം കാഫിർ, മുശ്രിക്ക്. ഈ സംഘടന കൊണ്ട് ഈ ഉമ്മത്തിന് എന്ത് കാര്യം കിട്ടി? എന്ത് കിട്ടി ഈ സമുദായത്തിൽ? നിഷ്പക്ഷമായിട്ട് വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ അറിയണം. ചവറ്റുകൊട്ടയിലേക്ക് ആദർശം വലിച്ചെറിയാൻ എന്റെ യുവാക്കളെ നിങ്ങൾ മുന്നോട്ട് വരണം. മുസ്ലിം സമുദായത്തെ കാഫിറാക്കുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ എന്താ ആവശ്യം? ഈ കാഫിറാക്കൽ പ്രക്രിയ നിർത്തിവെക്കേണ്ടതല്ലേ? കാഫിറാക്കുന്ന ചെറിയ പണിയാണോ? അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഹദീസിലുള്ളത് എന്താ? എന്താണ് ഹദീസിലുള്ളത്? ഒരാളെ കാഫിർ എന്ന് വിളിച്ചിട്ട് ആ വ്യക്തി കാഫിർ അല്ലെങ്കണ്ടല്ലോ വിളിച്ചോനിലേക്ക് ആ കുഫ്രിയത്ത് മടങ്ങുന്ന. ഞങ്ങളും മനുഷ്യന്മാരെ കാഫിറാക്കാൻ വന്നതല്ല. പേടിക്കേണ്ട കാര്യങ്ങളാവും. ഇനി എന്താണ് ഇവര് ഞങ്ങളെ കാഫിറാണ് മുശ്രിക്കാന്ന് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മൗലൂദ് ഓതുന്നത്. മൗലൂദ് ഓതിയാലോ ഓ മുശ്രിക്കായി. മൗലൂദ് ഓതിയ മുശ്രിക്കാവും. മൗലൂദ് ഓതിയ മുശ്രിക്കാവും. വല്ലാത്ത ഇൽമന്നെ മുജാഹിദങ്ങൾക്ക്. ഇന്ന് എന്തുകൊണ്ടാണ് മൗലൂദ് ഓതിയ മുശ്രിക്കാകണത്? അത് ഉമർ മൗലവി കൊണ്ടുപഠിപ്പിച്ചിട്ടുണ്ട്. കൊടിയ ശിർക്ക് എന്ന് പറഞ്ഞ് ഒരു ലേഖനം തന്നെ ഉമർ മൗലവി എഴുതിയിട്ടുണ്ട് സൽസബിയിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിലൊക്കെ ഉമർ മൗലവി പറയുന്നത് റസൂലുള്ളാഹിന്റെ പൊരുത്തം തേടാണ് റസൂലിന്റെ പേരിലുള്ള മൗലൂദ് ഓതുമ്പോ. ശരിയാണ്. അള്ളാഹു റസൂലിന്റെ പൊരുത്തം നേടാൻ പാടില്ല. പറ്റൂലെന്ന് മുജാഹിദ്. പറ്റുന്നു ഞങ്ങളും. പറ്റൂല പറ്റുന്നു. നിങ്ങൾ സൂറത്ത് തൗബ എടുത്ത് വായിക്കും. നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് അള്ളാഹിന്റെ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, വിവരമില്ലെങ്കിൽ ആ വിവരക്കേട് ജനങ്ങളെ അറിയിക്കണം. അള്ളാഹുന്റെ റസൂലിന്റെ അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞു വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു എന്ന് പറഞ്ഞു. പൊരുത്തം തേടാൻ അല്ലെങ്കിൽ അള്ളാന്റെ റസൂലിനെയും പൊരുത്താണ്. ഇനി ബുഖാരിക്ക് ആയിഷ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലിന് യാത്ര പോകുകയാണെങ്കിൽ ഭാര്യമാർക്കിടയിൽ അഖ്റാ ബൈന നിസാഇ ഹദീസിലുണ്ട്. ഭാര്യമാർക്കിടയിൽ നറുക്കിടും. എന്നിട്ട് ഏത് ഭാര്യയുടെ പേരിലുള്ള നറുക്കാണോ കിട്ടിയത് ആ നറുക്കാണ് എന്ത് ചെയ്യല്? ആ ഭാര്യയാണ് യാത്രയിൽ കൂടെ കൂട്ടല്. എന്നാൽ സൗദാ ബീവിക്ക് നറുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാറിയോ? ആ ചാൻസ് ആയിഷ ബീവി കൊടുക്കും. ബുഖാരിയ പറഞ്ഞു. ബുഖാരി ആയിഷ ബീവിക്ക് സംഅത്തിന്റെ മകള് സൗദാ ബീവിയുടെ ചാൻസ് ആയിഷ ബീവിക്ക് കൊടുക്കും. ആയിഷയോട് പറയും, ആയിഷോ നിങ്ങൾ പോയിക്കോളി എന്റെ പകരം. എന്തിനാണ് ഇങ്ങനെ സൗദാ ബീവി കൊടുക്കുന്നത്? ദീനാറോ ദിർഹമോ കൊതിച്ചല്ല. റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചു. ഇപ്പൊ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ച് സൗദാ ബീവി ഇപ്പോ സൗദാ ബീവിന്റെ ചാൻസ് ആയിഷ ബീവി കൊടുത്തു. ഈ ഉമർ മൗലവി എന്ന പോയത്തക്കാരൻ എഴുതിയതുണ്ട്, അള്ളാന്റെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിച്ചാൽ ബിംബാരാധനയെക്കാളും കടുത്ത ശിർക്കാണ്. മുജാഹിദീങ്ങളെ വെല്ലുവിളിക്കുന്നു അരീക്കോട്ടങ്ങാടി. നിങ്ങൾ നുണ പറയും. സമുദായത്തോട് നുണല്ല പറയും, ഇല്ലത് പറഞ്ഞു കൊടുക്കും. അള്ള പറഞ്ഞു നിങ്ങളോട് അള്ളാന്റെ റസൂലിനെ പൊരുത്തം നേടാൻ പാടില്ല. റസൂൽ പറഞ്ഞു. എവിടുന്ന് കിട്ടിയ പ്രമാണങ്ങൾക്ക്? എന്നിട്ട് ഞങ്ങൾ മൗലൂദ് ഓതുന്നത് റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഈ പോയത്തക്കാരനെ എഴുതി വെച്ചത് മുനിഞ്ഞിട്ട് നടന്ന് അങ്ങനെ ഉണ്ടാവും.
ഞങ്ങളുടെ മൗലിദിൽ എന്താണുള്ളത്? റസൂലുള്ളാഹിന്റെ മദ്ഹ പറയുന്നത്. മദ്ഹ പറയാൻ പാടില്ല. ഇവർക്ക് ശിർക്കും വിദഗ്ധം എന്താണെന്ന് അറിയുന്നില്ല. ഇതുണ്ടെങ്കിൽ മൗലിദിൽ ശിർക്കുണ്ടോ എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ എഴുതിയ ഒരു ലേഖന നമ്മളെ മൊയ്തീൻ സുല്ലമി കൊയ്പ്പുറം മുത്ത എഴുതിയിട്ട് ഇയാൾ പറയണത് മൗലിദ് ശിർക്ക് മാത്രമല്ല ബിദഅത്തും കൂടിയാണ്. അപ്പൊ ഈ സാധുവിന്റെ ധാരണ എന്താ? നിങ്ങള് ശിർക്കിന്റെ മേലെ ബിദഅത്ത് പോയത്തക്കാരല്ല, ബിദഅത്തിന്റെ മേലെ ശിർക്ക്. ഒന്നും അറിയാതെ കാരണം ശിർക്കാക്കുന്ന തിരക്കല്ലേ. ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. ഈ നേതാക്കന്മാർ എഴുതി വരുന്ന സഫാത്ത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹിന്റെ മൗലിദ് ഇപ്പൊ മങ്കൂസ് മൗലിദ് ആണ് 500 കൊല്ലത്തെ പഴക്കണ്ട്. ഈ 500 കൊല്ലം പഴക്കമുള്ള ഈ മങ്കൂസ് മൗലിദ് ചില മുജാഹിദീങ്ങൾ ചോദിക്കുന്നുണ്ട് മങ്കൂസ് മൗലിദ് നബിന്റെ കാലത്തുണ്ടോ എന്നൊക്കെ. പൊതുവിശ്വാസികൾ ഇപ്പൊ ഇങ്ങനെ മുജാഹിദിക്ക് പോയ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും നബിന്റെ കാലത്ത് മങ്കൂസ് മൗലിദ് ഉണ്ടോ? അതൊന്നുമില്ല, എല്ലാത്തെങ്കിലും ഇല്ല എന്ന് പറയും. മങ്കൂസ് മൗലിദ് എഴുതിയത് സൈനുദ്ദീൻ മഖ്ദൂമ. 500 കൊല്ലത്തെ പഴക്കപ്പ അതിനുണ്ടാവുള്ളൂ. അതെങ്ങനെ നബിന്റെ കാലത്ത് ഉണ്ടാകുക? വെറുതെ എന്തെങ്കിലും പറഞ്ഞ് വാശി പിടിക്കുക. അത് നബിന്റെ കാലത്തില്ല. എന്നാ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദ് ഓതുക എന്ന് പറയുന്ന പരിപാടി അത് നബിന്റെ കാലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദ് ഓതുകയാണ്. എന്താണ് മൗലൂദിൽ മഹാനവറുകൾ പറയുന്നത്? ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ ചൊല്ലുന്ന മൗലൂദ് എന്താണ്? ഞാൻ വായിച്ചു തരാം. മുഹമ്മദൻ ഫഅജബ്തു അൻഹു. മുലിയരെ ഈ മൗലൂദ് എവിടെയുള്ളത്? സ്വഹീഹ് മുസ്ലിമിലെ സലഫി. സ്വഹീഹ് മുസ്ലിമില്ലേ? മുസ്ലിം ബുഖാരി മുസ്ലിം എന്ന് പറയലില്ലേ? ആ മുസ്ലിം മറിക്ക്. ആ മുസ്ലിമില് സ്വഹീഹ് മുസ്ലിമിലുണ്ട് 4545 ഹദീസ് നോക്കിക്കോ. അപ്പൊ അതിൽ കാണാം ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ ചെല്ലുന്നത് ഇതന്നെ മൗലിദ്. നിങ്ങൾക്ക് മൗലിദ് എന്താണെന്ന് തിരിഞ്ഞില്ലെങ്കിൽ അത് പഠിക്കുക. അല്ലാതെ മൗലിദിനെ അടിച്ചാക്ഷേപിക്കരുത്. ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് മദീനത്തെ പള്ളിയിൽ സ്റ്റേജാ മൗലിദ് ഓതാൻ വേണ്ടി. എന്നിട്ട് സുന്നി മൗലിദ് ഓതാണെങ്കിൽ ശിർക്ക് കുഫ്ർ. ആ ശിർക്ക് ഞങ്ങളെ പഠിപ്പിച്ചാരാ? സ്വഹാബത്താണ്. ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ ചെല്ലുന്ന മൗലിദ് മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫിദാകൽ ജസാഉ ഹജൗത മുഹമ്മദൻ ബർറൻ ഹനീഫാ റസൂലുള്ളാഹി ശിമതുൽ വഫാഉ. ഇതിന് മൗലിദ് എന്ന് പറയില്ല. പിന്നെ കൊപ്പരാന്ന് പറയില്ല. തന്നെ മൗലിദേ. നീ മുസ്ലിം വിട്. നീ ബുഖാരിയിലെ വേണ്ട ബുഖാരി, ആ ബുഖാരിക്ക് വാ. എന്നാ ബുഖാരി മരിച്ചാൽ കാണും 1087. ആരാ ചെല്ലുന്നത്? അബ്ദുല്ലാഹിബ്നു റവാഹ. സമസ്ത മുഷാവറ മെമ്പർ അല്ല, നബിന്റെ സ്വഹാബിയ. എന്നിട്ട് മൂപ്പര് ചെല്ലുന്ന മൗലിദ് ഞാൻ വായിച്ചു തരാം. വഫീനാ റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമ്മാ ഫാഖുൽ ഉമുനാ ബിഹി മുഖിനാതുൻ അന്ന മാ ഖാല വാഖിഉ. ഇതൊക്കെ ചെല്ലുമ്പോ ചിലപ്പോ മുജാഹിദ് എന്തോ അറിയാലോ, ഇതൊക്കെ ഇപ്പൊ ബരി ചെല്ലിയ നബി കേട്ടുകണെന്ന് ഇപ്പൊ എന്താ ഉറപ്പ്? മുജാഹിദാണല്ലോ എന്തെങ്കിലും ഒരു വസ്വാസം ഉണ്ടാവും. അപ്പോഴും മുജാഹിദാകുക. എന്നാ നീ നബി കേട്ടതിനോ അംഗീകാരം കൊടുത്തതിനല്ലോ വേണ്ടത്? അടുത്തേക്ക്. ഇമാം ബൈഹഖി സുനനിൽ രേഖപ്പെടുത്തുകയാ മഹാനായ കഅബ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതുകയാ. ഇതൊന്നും മൗലൂദ് അല്ല എന്ന ചില മൗലവിമാർ പറയല്. എന്നാ പിന്നെ ഇതിന്റെ പേരൊന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെ എന്താന്ന് പറഞ്ഞാ മതി. കഅബ് തങ്ങൾ ചെല്ലുന്ന മൗലിദ് കേട്ടോളി. ഇന്നർ റസൂല ലസൈഫി യുസ്തലാഉ ബിഹി മുഹമ്മദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു ഫി ഫിതിയത്തിൻ മിൻ ഖുറൈശിൻ ഖാല ഖായിലുഹും ബിമത്നി മക്കതലം മാ അസ്ലമു സൂലു. ഇതിങ്ങനെ ചെല്ലുന്ന റസൂൽ കേട്ടപ്പോ റസൂൽ എന്താ പറഞ്ഞേ? കഅബ് മിണ്ടല്ലടാ, തൊള്ള പൂട്ടടാ, കഅബ് എന്നെ കുറിച്ച് മദ്ഹ് പാടല്ലടാ എന്നാ പറഞ്ഞേ? അല്ല, അല്ലാഹുവിന്റെ റസൂൽ എന്താ ചെയ്ത? നിങ്ങള് ഹദീസ് പറയുന്നതാ. അസാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികുമ്മിഹി ഇലൽ ഖൽഖി യൗതുഫ യസ്മഉ മിൻഹു. ഇതൊന്നും കേൾക്കാതെ അപ്പുറത്തൊക്കെ നിന്ന് കുറെ സ്വഹാബത്തുണ്ടായിരുന്നു. അവരെ മാടി വിളിച്ചിട്ട് പറഞ്ഞു ഇത് കേട്ടോളി. കണ്ടങ്ങള് ഇതിനപ്പുറങ്ങൾക്ക് ഞാൻ എന്താ തെളിവുണ്ട്? നിങ്ങൾ ആലോചിച്ചു നബിന്റെ പേരിലുള്ള മൗലൂദ് ആകുമ്പോഴാണ് ഇനിയിപ്പോ നമ്മൾ ചെല്ലുന്ന മൗലൂദ് സുബ്ഹാനല്ലാഹ് അൻത തതുല്ലു ബൈനനാ ഫീ കവാകിബി കൽബുദൂർ വൽവ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ഇതില് ശിർക്കുണ്ടെന്ന് പറയാൻ പറ്റുന്ന ആണായി പറഞ്ഞൊരു മുജാഹിദ് ഇങ്ങോട്ട് വരും. എന്നിട്ട് എനിക്ക് നിങ്ങളാ ശിർക്കൊന്ന് പഠിപ്പിച്ചെന്നാണ്. എന്നാ എനിക്ക് നിങ്ങളാ ശിർക്കൊന്ന് പഠിച്ച ആഗ്രഹം. നിങ്ങൾ എന്ത് തോന്നിയാസാ പറയുന്നത്? നിങ്ങൾ ചില വരി ശിർക്ക് ഒപ്പിക്കണ വരിയൊക്കെ ഞങ്ങൾക്കറിയാം. ഇപ്പൊ ഒരു വരിയാണ് അൻത ഉമ്മുൻ അംഅബൂ മാ റഅയ്നാ ഫീഹിമാ മിഥില ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. സ്വന്തം ഉമ്മ ബാപ്പയിൽ പോലും ഞങ്ങൾ കണ്ടില്ല.
അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണ് ഞങ്ങൾ പറയുന്നത്. നബിയുടെ ഞങ്ങളുടെ സ്വന്തം ബാപ്പയിലും ഉമ്മയിലും ഞങ്ങൾ കണ്ടില്ല ആരെയും നബി പുണ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പോലെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ നബിയെ ഞങ്ങൾ അങ്ങയെപ്പോലെയുള്ള സ്നേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അതിലെന്ത് ശിർക്കാ വരാനുള്ളത്? എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കി, അതൊക്കെ പോട്ടെ, ഇതൊക്കെ നബിന്റെ പേരിലാവുമ്പോഴല്ലോ. ഇത് കണ്ടങ്ങള് ഇത് മുജാഹിദിന്റെ മൗലൂദ, മുജാഹിദിന്റെ മൗലൂദ്. എന്താ മൂല്യങ്ങൾ ഈ പറയുന്നത്? ഇതുള്ളതന്നെ ഞങ്ങളെ കോളേജിന്റെ പരിസരത്തല്ലേ പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വന്നൂടെ, ചോദിച്ചൂടെ, നോക്കിക്കൂടെ? നിങ്ങൾ ഇതിനെ നുണ പറയരുത്. 2004 തൗഹീദ് തൗഹീദ് മാസികയിൽ വന്ന പിന്നെ ശിർക്കുണ്ടാവില്ലല്ലോ. ഇത് തൗഹീദ് പഠിപ്പിക്കാനായിട്ടുള്ള മാസിക. ഇതിൽ കണ്ടങ്ങൾ മൗലൂദ് 2004 ഉമ്മാര് കേട്ടോളി. ഇപ്പൊ നമ്മളിങ്ങനെ മങ്കൂസ് മൗലൂദ് തോന്നുകയാണെങ്കിൽ സുബ്ഹാനല്ലദീ യത്ലഖ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഉമർ മൗലവിന്റെ മൗലൂദ് കേട്ടോളി. കാന ശൈഖ് ഉമർ അഹ്മദ് മലൈബാനി ദാഇയതൻ കബീറാ കറസ ഹയാതുഹു ലിഖിദ്മതി ദീൻ വഅലിമൻ ജരീഅൻ ജാഹദ ബിൽ ലിസാനി വൽ ഖലമി അദാ അൽ ഹഖ് ദൂന അൻ യഖാഫ ലൗമത ലായിം ولا أن يخضع للملاينة والمداهنة وكان همه الأعلى في الحياة رفع راية التوحيد في كل ناحية صلى الله. എങ്ങനെയുണ്ട് ആദ്യം ഗദ്യം, ഈ പദ്യല്ലേ വേണ്ടത്? ദാ അടുത്ത പേജിൽ വായിച്ചോളി. ഇതിലിതാ സുബ്ഹാനല്ലാഹ് ഉമർ മൗലവിയുടെ മൗലൂദ് അറബിയിൽ തന്നെ നോക്കി. നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിലുള്ള 2 വരി ചൊല്ലുമ്പോ എന്തൊക്കെ പുകില അവരുണ്ടാക്കല്, എന്തൊക്കെ പുകിലുണ്ടാക്കല് എന്നാ കേട്ടോളൂ. മകുന്തു ആമിലു രിഹലതം മിൻ ദാരി മിൻ ബഅദി മർകബി കല്ലഖീരി മദാരി. ഇതന്നല്ലേ മദ്ഹർന, ഇതന്നല്ലേ മൗലൂദ്. നീ ഇയാളെ കുറിച്ച് പറഞ്ഞ് എത്രത്തോളം പറയുന്നത് കേട്ടോളി. അല്ലാഹു അംബത ഹുനബാതൻ സാലിഹാ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്കിൻ സാരി. അല്ലാഹു തആല സ്വാലിഹായ മനുഷ്യനായിട്ടാണ് ഉമർ മൗലവിനെ മുളപ്പിച്ചത് എന്നാ നമ്മൾ ഈ ശുദ്ധമായ പന്നിമാംസം എന്നൊക്കെ പറയുന്ന മാതിരി. അല്ലാതെ എന്തെന്നാ ഞാൻ പറയാം. നീ ഇയാളെ കുറിച്ച് പറയുന്നത് കേട്ടോ, സങ്കടമുണ്ട്. ഞങ്ങൾ ഗൗസുൽ ആലമിനെ ശൈഖ് എന്ന് വിളിച്ചതിന്റെ പേരിൽ ഞങ്ങൾ കാഫറാവെന്ന് പറഞ്ഞത്. മൊയ്തീൻ ശൈഖെ കാക്കനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാഫറാവെന്ന് പറഞ്ഞത്. നിങ്ങൾ വിളിക്കണം, വിളി കേട്ടോളി. സുബ്ഹാനല്ലാഹ് ഹത്താ ഇദാ മാ ജദ്ദ വല്ലമ്മാ ഇലാ ശൈഖിൽ മശായിഖി കാതിബിൽ മലബാരി. ഉമർ മൗലവി മൗലൂദിൽ പറയുന്നത് ശൈഖുൽ മശായിഖാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾ ശൈഖ് എന്ന് വിളിച്ചുമ്പോ തന്നെ ശിർക്ക് വരുമെങ്കിൽ ശൈഖുൽ മശായിഖ് എന്ന് വിളിച്ച നിങ്ങളൊക്കെ എമ്മാതിരി കാഫറാകണം. നിങ്ങളിത് ആരെ വിളിക്കണത്? ഉമർ മൗലവി. ഇനി തീർന്നില്ലട്ടോ, ഇയാള് സുബ്ഹാനല്ലാഹ് പിന്നെ ഇബ്രാഹിം നബിന്റെ മാതിരിയാണെന്നാണ് ഒരു വരി പറയുന്നത്. അസ്ലം ഇബ്രാഹിം നബിന്റെ മാതിരിയാണ് ഉമർ മൗലവി. ഈ കെ എം മൗലവിനെ കുറിച്ചുണ്ട്. നിങ്ങൾ ഒരാളെ മൗലൂദ് ചെയ്താൽ കിട്ടില്ല. കെ എം മൗലവിന്റെ മൗലൂദൊക്കെ ബഹു രസ. അയാളെ കുറിച്ച് എഴുതിയ മൗലൂദ് കേട്ട് നിങ്ങൾ കെ എം മൗലവി എന്ന് പറയുന്ന മൗലവി സത്യം പറയുന്ന കാര്യത്തിൽ സിദ്ദീഖ് തങ്ങളുടെ സ്ഥാനത്താണ്. 2 കാര്യത്തിന് അയാൾ വായ പൊളിച്ചിരുന്നത്. ഒന്ന് നുണ പറയാൻ, ഒന്ന് ചോറയിക്കാൻ. അയാൾക്ക് സിദ്ദീഖ് തങ്ങളെ സത്യസന്ധത. പിന്നെ പറഞ്ഞു ഇയാള് ധൈര്യത്തിന്റെ കാര്യത്തിൽ അലിയാര് തങ്ങളെ ധൈര്യമാണ്. ഇതൊന്നും മുസ്ലിം ജമാഅത്തിനോട് പറയണ്ട, SYSനോട് പറയരുത്. കാരണം എന്തറിയോ, ഈ കെ എം മൗലവിയെ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്യുന്ന പേടിച്ചപ്പോഴാ രാത്രിക്ക് രാത്രി ഭാര്യയുടെ പർദ്ദയും വാങ്ങി ധരിച്ചിട്ട് മലപ്പുറം ജില്ലയിലെ പുലിക്കലിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് രാത്രി ഒളിച്ചോടിയ ഭീരുവായ മനുഷ്യരാ ശ്രീ കെ എം മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ. എന്നിട്ട് അലിയാര് തങ്ങളെ ധൈര്യമാണത്തോലെ പുള്ളിക്കുള്ളൂ. സഹനത്തിന്റെ കാര്യത്തിൽ പുള്ളി ഉസ്മാൻ തങ്ങളുടെ സ്ഥാനത്താണ്. ഇനി ഒരു ഖലീഫയും കൂടിയല്ലേ ബാക്കിയുള്ളൂ. അത് അടുത്ത പരിപാടിയെ കിട്ടും.
ഇയാൾ നീതിന്റെ കാര്യത്തിൽ ഉമർ തങ്ങളെ സ്ഥാനത്താണ്. പിന്നെ ഇയാൾ ഉപദേശം കേട്ടാലുണ്ടല്ലോ, സിദ്ദിഖിനെ ലുക്മാൻ റളിയല്ലാഹുവിന്റെ നസീഹത്താണ്. നാളെ ഇങ്ങനെ അമ്പിയാക്കൾ സ്വർഗത്തേക്ക് പോയി കഴിഞ്ഞാല് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ 4 ഖുലഫാഉർ റാഷിദീങ്ങൾ ആദ്യം സ്വർഗത്തേക്ക് പോവുക. അപ്പൊ അങ്ങനെ സിദ്ദീഖ് തങ്ങളൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ടി.പി. അബ്ദുള്ള കോയ മതിരി പാഞ്ഞു വന്നിട്ട് പറയും, എ.പി. അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ പാഞ്ഞു വന്നിട്ട് പറയും, പഠിച്ചോനെ ഇവര് പോകാൻ നിൽക്കട്ടെ, ഇവരെ 4 ആളെ ഗുണമുള്ള ഞങ്ങളൊരാൾ പോകണ്ട, ഇവിടെ നൽകിയ മൗലവി നിങ്ങളോട് പോയിക്കാണി ആദ്യം എന്ന് പറയാം. അവിടെ വെച്ച് കാണാം. ഇതൊക്കെ എന്ത് തോന്നിയ, ഇതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മള് മാല ഇതിനൊക്കെ ഇപ്പൊ വലിയായിട്ട് കളിയാക്കല്, മാലയും മൗലൂദൊക്കെ ഇവരോടൊക്കെ വലിയ മുത്തച്ഛന്മാര് ഒരു കാലത്ത് തൊട്ടുനോക്കി. നിങ്ങൾക്കറിയോ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ സിംഹഗർജനം, അല്ലാഹുവേ നീ അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ പതി ഉസ്താദ് അവറുകളുടെ അലവി മൗലവി ഇടവണ്ണക്കാർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തണ്ടല്ലോ. അലവി മൗലവി പതി ഉസ്താദ് പറഞ്ഞു, മൊയ്യദ്ദീൻ മാല ഖുർആനെതിരാണ്. പതി ഉസ്താദ് ചോദിച്ചു, ഏത് മാല? കാലി മുഹമ്മദ് എഴുതിയ മാല. തന്നെയാണ്. ഖുർആനെതിരോ? അതിൽ ഖുർആനെതിരില്ലല്ലോ. 400 ചില്ലം കൊല്ലം പഴക്കുള്ള മാലേ മൊയ്തീൻ മാലേ. അപ്പൊ ഇവർക്ക് ഈ മൊയ്തീൻ മാല മുഴുവൻ തിരിഞ്ഞിട്ടില്ല. ഇവരെങ്ങനെ ശിർക്കാക്കിയത് അറിയങ്ങള്? ഈ മാലിന്റെ അവസാനത്തിലൊക്കെ ഓവർ എന്നുണ്ട്. അപ്പൊ ഓല അടുത്ത ദൗറ കൂടിയപ്പോ പറഞ്ഞു മാല ഓവറാണ്. അതല്ലാതെ ഇവർക്ക് മാല ഇരുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഇവര് പതിസ്ഥാനോട് ഓരോ വരി ഇങ്ങനെ ചെല്ലും. അപ്പൊ എന്ത് ചെയ്യും? പതിസ്ഥാൻ ഇതിന്റെ അർത്ഥം ഇങ്ങനെ ശരിക്കും പറഞ്ഞു കൊടുക്കും. അപ്പൊ മൗലവി പറയും, മുസ്ലിയാർ പറഞ്ഞ മാതിരിയാണെങ്കിൽ കുഴപ്പമൊന്നും കാണില്ല. അപ്പൊ അടുത്ത വരി പോലും. അപ്പൊ ഇവരിങ്ങനെ വനിതാ ക്ലാസ്സിലും ഇവരെ ചെറുപ്പക്കാരെ ഇവര് കോളേജിൽ മൗലിമാർ വലിയ നീണ്ട താടിയൊക്കെ വെച്ച മൗലിമാർ, നീണ്ട താടി കണ്ട മനസ്സിലാക്കി കൂടുതൽ അജ്ഞത ഉണ്ട്. അല്ലാതെ അയാൾക്ക് ഇൽമു പറയേണ്ടത് താടിനല്ലട്ടോ കുറ്റം പറഞ്ഞത്. കുറെ കാലം ബാർബർ ഷാപ്പ് കയറാതെ അയച്ചിട്ട് ഇപ്പൊ ഒരാൾക്ക് ഇൽമൂടൊന്നുമില്ല. അത് ഇങ്ങനെ ചോറ്റിലും ചാറ്റിലും തട്ടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊന്നല്ല വേണ്ടത്. ഇൽമു മര്യാദ ഓതിപ്പടിക്കും, നിങ്ങൾ വിവരമുള്ളൊന്ന് ഓതിപ്പടിക്കും. എന്നിട്ട് നിങ്ങൾ മൊയ്യദ്ദീൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വരും. അതിൽ എന്ത് തെറ്റങ്ങൾക്കുള്ളത് നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കും. പതിസ്ഥാനിന് മുമ്പ് നിങ്ങൾ അലവി മൗലവിക്ക് അതിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവരെന്ത് ചെയ്യും? നിങ്ങൾ അർത്ഥമൊക്കെ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ സുന്നി താത്താരൊക്കെ പാടുന്ന മാല? ആ മാലയിൽ ഒരു വരിയാണ്, ആ വണ്ണം അല്ലാഹ് പടച്ചവൻ തന്നെ യാ ഗൗസുൽ ആലം എന്നല്ലാഹ് വിളിച്ചോവര്. അല്ലാഹു തആല മൊയ്തീൻ ഇങ്ങനെ ഗൗസുൽ ആലം എന്ന് വിളിച്ചു മാലയിലുണ്ട്. അത് വിളിച്ചതപ്പോ അതൊക്കെ നിങ്ങൾ പ്രാമാണികമായിട്ട് ചോദിക്കി. അപ്പോഴല്ലേ ഇതിനൊക്കെ വിശദീകരണങ്ങള്. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങള് ഇവരൊരു അർത്ഥം ഒപ്പിക്കും. ഗൗസുൽ ആലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സഹായി എന്നാലും മലയാളത്തിൽ പതാല പറയാം. അപ്പൊ അല്ലാഹു തആല എപ്പോഴത് വിളിച്ചത്? നിങ്ങള് അല്ലാഹു തആല ഔദുൽ കൗസർ കാണാൻ പോയി. അപ്പൊ അല്ലല്ലേ ഔദുൽ കൗസർ ഉണ്ടാക്കിയത്? കഥീ ചോദ്യമൊന്നുമില്ല. മുജാഹിദ് പറഞ്ഞ നമ്മള് കേട്ടോളണം. കാരണം ആ അന്തല്ലാത്ത കൗം ഇങ്ങനെ പറഞ്ഞ നമ്മള് കേട്ടോളണം. അങ്ങനെ ഈ അല്ലാഹു തആല ഔദുൽ കൗസർ കണ്ടിട്ട് ഇങ്ങനെ അതിന്റെ ചൊറുക്കും കണ്ട് നടക്കുന്ന സമയത്ത് അല്ലാഹു തആല ഔദുൽ കൗസർ കണ്ട് വീണു. കാരണം മുജാഹിദിന്റെ പടത്തോന് വീഴാനും പ്രയാസമല്ല, വികലാംഗനാണല്ലോ. അങ്ങനെ ഔദുൽ കൗസറിൽ വീണിട്ട് കുളുകുളുകുളുകുളു പറഞ്ഞിങ്ങനെ അല്ലാഹു തആല ഔദുൽ കൗസറിൽ ഇങ്ങനെ മുങ്ങിക്കളിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? അള്ള അവിടെ കിടന്നാണ്, മരിച്ചാണെങ്കിൽ സുയിപ്പാണ്, നാളെ നമ്മളെ വിചാരണ ചെയ്യാനുള്ള പടച്ചോനാണ്. അപ്പൊ അല്ലാഹു തആല ഇങ്ങനെ എന്താപ്പ ചെയ്യാന്ന് വിചാരിച്ച് മേപ്പെട്ട് നോക്കിക്കാൻ മുജാഹിദ് പറയുന്നതൊക്കെ. എന്നിട്ട് സക്കരിയ സ്വലാഹിന്റെ ഒരു പ്രസംഗത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു, ഈ കസമോലി ഒരു പുലിക്കൽ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പച്ച നോണ. ഈ കസമോലി ഇങ്ങനെ ഒരു വിശദീകരണം പറഞ്ഞത് ഏതെങ്കിലും മുജാഹിദ് തെളിയിച്ചേരും. നിങ്ങൾ പറയുന്ന പണി അങ്ങ് എടുക്കും. നോണ പറഞ്ഞ ജനങ്ങളോട് നിങ്ങൾ ആദർശം പറയരുത്. നിങ്ങൾ ഉള്ളത് പറയും, അള്ളാന്റെ ദീനുള്ളത് പറയും, ഹക്കായത് പറയും. എന്തിനാ നിങ്ങൾ പച്ച നോണ പറയുന്നത്? എന്തിനാ നിങ്ങൾ ഈ കളവ് പറയുന്നത്? എന്നിട്ട് നോക്കി നിങ്ങള് അല്ലാഹു തആല ബക്കത്ത് കൂടി മൊയ്തീശേക്കിന്റെ അപ്പം ഇങ്ങനെ നടക്കണം. ഔദുൽ കൗസറിന്റെ ബക്കത്ത് കൂടി അപ്പം വിളിച്ചു നൗസുല്ലം. അതാണ് ഈ മാലി പറയുന്നത്. ഇമാതിരി കഥയറ്റിന് വരുകൊണ്ട് ഞങ്ങൾ എത്തിക്ക്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, മാലിന്യങ്ങളൊരു വഴി. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം മത്തിരയുള്ളവർ. കൊടിന്ന് കാണുമ്പോ തന്നെ മുജാഹിദ് ബടി തരയാണ്. കൊടി കാണുമ്പോ തന്നെ ബടി തരയല്ല വഹാബി. ഈ കൊടിന്റെ അർത്ഥം താൻ തിരി. അപ്പൊ കണ്ടെങ്കിൽ പതിസ്ഥാൻ അന്ന് ഓതി വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. അള്ളാന്റെ ഹബിൽ മുറുകെ പിടിക്കണോ. ഹബിൽ എന്ന മലയാളത്തിൽ കയറുന്ന പതിസ്ഥാൻ പറഞ്ഞു. ഖുർആനിൽ പറഞ്ഞ കയറിന്റെ കയറ് കിട്ടുന്നോടത്ത് മാലി പറഞ്ഞ കൊടിയും കിട്ടുന്നു. അപ്പോൾ ആ മൗലവിക്ക് തിരിഞ്ഞത് കൊടിമാതി കയറ് മാതിരിയ മാലിത്തെ കൊടിയും. കൊടി എന്ന് പറഞ്ഞ പ്രശസ്തി. അപ്പൊ ഈ പരിപാടിക്ക് ഉണ്ടെങ്കിൽ 2 കോടി. എന്റെ കാര്യം ഈ സംഘടനയുടെ ആളുകളാണ് ഈ പരിപാടി നടത്തുന്നൊരു അടയാളം. ഓന്റെ പോയത്തക്കാരെ കൊടി കാണുമ്പോ തന്നെ വടി എറിഞ്ഞിരുന്ന എങ്ങനെ നിങ്ങളെ ഞങ്ങളെ മാല ഗവേഷണം ചെയ്യുന്നത്? എന്നിട്ട് ഇവര് ഇതിലൊക്കെ ശിർക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കി ഇവരൊരു മാല. ഇതാണ് ഉമർ മാല. ഈ മാല എഴുതിയത് 2000 ഏപ്രിൽ അൽ-ഇസ്ലാഹില് അമീർ മദനി എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതനാണ്. ഏതെങ്കിലും ഒരു വായനക്കാരനൊന്നും എഴുതിയതല്ല. മുജാഹിദ് പണ്ഡിതനാണ് ഈ മാല എഴുതിയത്. നമ്മളെ മാല എങ്ങനെ തുടങ്ങല്? ബിസ്മി ഹംദ് സ്വലാത്തോണ്ടൊക്കെയാണ് നമ്മളെ മാല തുടങ്ങല്. എന്നാൽ മുജാഹിദിന്റെ മാല തുടങ്ങുന്നത് നിങ്ങൾ നോക്കിക്കോളി. ഹംദുമില്ല, ബിസ്മിയില്ല, ഒന്നുമില്ല. തുടങ്ങ തന്നെ എന്താ നിങ്ങള് സ്വർഗത്തിലേക്ക് വേദന ശാന്തി
സയ്യിദൻ സായുജ്യമാകുവാൻ. എങ്ങനെയുണ്ട് ഉമ്മമാരെ, നിങ്ങൾ അറിയണം, ഇത് മുജാഹിദിന്റെ മാല, മുജാഹിദിന്റെ മാലയാണ് ഈ മാല. എങ്ങനെയുണ്ട് നമ്മൾ ചെല്ലണ മാല? അല്ലാഹ് തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. നിങ്ങളൊന്നും ഞങ്ങളെ മാലി മൗലൂദ് തുടരുത്, വിമർശിക്കാൻ ഞങ്ങൾക്ക് അർഹതല്ല. പാടിങ്ങൾ ഈ മാല. അപ്പൊ പറയും ഞങ്ങളിത് പുണ്യം വിചാരിച്ച് പാടുന്നില്ലല്ലോ എന്നാ മുജാഹിദ് പറയല്. പുണ്യം വിചാരിച്ച് പാടി ടീക്കാക്കാന്റെ പുണ്യം വിചാരിച്ച് പാടിയോ വല്ല പുണ്യം കിട്ടിയിട്ടു വേണ്ടേ? പുണ്യം വിചാരിച്ച് പാടെങ്കിൽ പുണ്യം കിട്ടുന്നവരെ കുറിച്ച് പാടും വേണം. അത് ശരി. നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഇത് നമ്മളിത് പറയുന്ന സമയത്ത് മുജാഹിദീങ്ങൾ പറയലെന്താ? നിങ്ങൾ ഞങ്ങൾക്ക് കവിതയാണ് എന്നാ പറയുന്നത്, ഞമ്മളത് മാല, മുജാഹിദിന്റെതോ കവിത. അപ്പൊ ഞാൻ പറയലുണ്ട് എന്ത്, ഇന്നൊരു കാര്യം ചെയ്തോ, ഏതായിരുന്നാലും ഇപ്പൊ നിങ്ങളാണ് ഈ മൗലിത്താവും ഇവ അച്ചടിക്കുന്ന തിരൂരങ്ങാടിയിൽ. ഈ കുത്തുബിയത്ത് 5 ഉറുപ്പ്യന്റെ കുത്തുബിയത്തിന്റെ ഇടക്ക മുജാഹിദ് അച്ചടിക്കണം. ഈ അച്ചടിച്ച് കിട്ടുന്ന പണക്കെ ശിർക്കിന്റെ പണം തന്നെ അല്ലേ? കാരണം 5 ഉറുപ്പ്യൊക്കെ ജനങ്ങൾ കുത്തുബിയത്തിലുണ്ട് പെരിയിലൊക്കെ ഇരുന്നിട്ട്. നിങ്ങൾ അച്ചടി നിർത്തി. തിരൂരങ്ങാടി പ്രശ്നം നിങ്ങളെ പ്രശ്നമല്ലേ? ഞങ്ങളാണോ? ഈ വക മുഴുവൻ ഉണ്ടാക്കിയത് നിങ്ങളാ. 103 വക, 133 വക, 33 വക, 66 വക, 99 വക, സമസ്ത ഒരു വക ഉണ്ടാക്കിയിട്ടില്ല. മുജാഹിദ് ഉണ്ടാക്കിയ വക, ഈ വകകൾ മുഴുവൻ മുജാഹിദ് ഉണ്ടാക്കി. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവര് കവിത എന്നത് പറയാം. എന്നാ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത കൊല്ലങ്ങൾ സബീൻ അടിക്കുമ്പോ മൗലിദ് അച്ചടിക്കുമ്പോ നിങ്ങൾ ഇതറിയും, ഈ കവിത, മമ്പുറം കവിത, മങ്കൂസ് മഞ്ഞക്കുളം കവിത, മമ്പുറം കവിത, മുഹിയുദ്ദീൻ കവിത. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇപ്പൊ മാലന്നേന്ന് ഇതിന് പറയണമെന്നില്ല. മാലന്നേന്ന് മാല എന്നുള്ള പേര് തന്നെ പറയണമെന്നില്ല, കവിത എന്നാണ് പറഞ്ഞത്. ഇനി മനുഷ്യനെ കുറിച്ച് പറഞ്ഞ് എത്രത്തോളം ഇവർ ഇതിൽ പറയുന്ന നിങ്ങൾ. ഉമർ മൗലവി ചക്കക്കുരു തെറിച്ചും പോലെയാണ് സ്വർഗത്തേക്ക് തെറിച്ചെന്നാ പറയുന്നത്. ഇനി അത് പോട്ടെ. ഇനി അടുത്ത കേട്ടോളൂ നിങ്ങൾ. മക്കൾ നിനക്കോരോ രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ഉമർ മൗലവി ഇങ്ങനെ മരിച്ചിട്ട് ഇവിടെ കേരളം കരയായിരുന്നു. ചിലപ്പോ ഞാൻ പറയുമ്പോഴാവും നിങ്ങൾ ഇയാൾ മരിച്ച വിവരം തന്നെ അറിയുന്നത്. ഇവിടെ ആര് കരഞ്ഞു എന്നാ പറയുന്നത്? ഇയാൾ മരിച്ചിട്ട് ആരവിടെ കരഞ്ഞോ? സുബ്ഹാന ജല്ല ജലോ. ഇനി അതൊക്കെ പോട്ടോ, ഇയാളെ കുറിച്ച് പറഞ്ഞു കേട്ടോളി. മലയാള മണ്ണിനു സൗഭാഗ്യമായി നീ മൂന്നാമുമറായി ജീവിച്ച നാളുകൾ. മലയാള മണ്ണിന് സൗഭാഗ്യമാണ് ഉമറേ, മൂന്നാമത്തെ ഉമറായി, ഇസ്ലാമിലെ മൂന്നാമത്തെ ഉമറാണ് ഈ മുജാഹിദ് മൗലവിയായ ഉമർ മൗലവി എന്നാ ഈ മാലയിൽ പറയുന്നത്. തീർന്നില്ല, ഇവരിൽ ഓവറില്ലാത്തുള്ളൂ, ഇവർന്ന് കണ്ടിട്ടോ. അത് ഞാൻ വായിച്ചുതരാം. മായില്ല നീ വാക്കിൻ തോരണിയാൽ മാതം കല്ലും നെല്ലും നീക്കി സ്വീകരിച്ചോരീവർ. കണ്ടങ്ങള് മാല, ഉമ്മർ മാല, 2000 മാല. ഞങ്ങളെ മാലക്ക് 400 ചില്ലാം കുഴപ്പം, 400 ചില്ലാം വർഷത്തെ പഴക്കം. ഉമ്മർ മാലക്ക് 2000-ലാവുമ്പോ 16 കൊല്ലത്തെ പഴക്കം. ഇതല്ലേ ഉള്ളൂ. ഇനി കേട്ടോളൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇയാളെ കുറിച്ച് പറഞ്ഞ് പരശുരാമന്റേത് കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ല ഗുരു. പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് കഥ മാത്രമാണെങ്കിൽ ദക്ഷിണ കേരളം അങ്ങയുടേത് മാത്രമല്ല ഗുരു. ഈ ഗുരു എന്ന് പറഞ്ഞ മലയാളം. ഇവരെങ്ങനെ തന്നെ പിടികൂടണം, ഇവരൊന്നും വിടരുത്. ഗുരു എന്ന് പറഞ്ഞ മലയാളം. ഈ ഗുരു എന്ന് പറഞ്ഞ മലയാളത്തിന്റെ അർത്ഥം എന്താ? ഗുരു എന്ന് പറഞ്ഞ മലയാളത്തിന്റെ അർത്ഥം എന്താ? ഡിക്ഷണറി എടുത്ത് നോക്കി. ഷെയ്ഖ്, ഷെയ്ഖിന്റെ മലയാള ഗുരു. നമ്മൾ അറബിയിൽ ഷെയ്ഖ് എന്ന് വിളിച്ച നരകത്തിന്റെ നടുക്ക്, അത് ശിർക്ക്. ഉമർ മൗലവിനെ ഗുരുന്ന് വിളിച്ചാലോ അത് ചൊർക്കും സ്വർഗത്തുക്കും. ഇത്ര കിഴക്ക പടിഞ്ഞാറ്. നിങ്ങൾക്കൊക്കെ ഞങ്ങളെ മൗലിദിനെ വിമർശിക്കാൻ എന്താണ് കഥയുള്ളത്? വേണ്ടേ? ഏതെങ്കിലും കഥ വേണ്ടേ? എന്നിട്ട് ഓരോരുത്തരെ കൊണ്ടുനടക്കുക. ആ മർക്കസിൽ ചോറ്, പിന്നെ ഞങ്ങൾക്കൊക്കെ ചോറുണ്ടാക്കി തന്നിരുന്ന ആ പാവം, അയാളൊരു പേരുണ്ടായിരുന്നു, വളഞ്ഞിട്ടുണ്ടായിരുന്നു, കോയാക്ക. ആ കോയാക്കനെ തച്ച വിദ്വാൻ, പാവം മനുഷ്യൻ അടിച്ചുപോയി. ഒരു സക്കാഫിക്ക് അവിടെ വെറുപ്പുണ്ടാവില്ല. അതിന് മാത്രം ശമ്പളം കണ്ടിട്ടല്ല അയാൾ അവിടെ ജോലി ചെയ്യണം. ഇങ്ങനെ അയക്കണേ, ആ ചെമ്പ് ഇങ്ങനെ ഏറ്റി ഉള്ള ആലിമീങ്ങളൊക്കെ അയാളെ സ്നേഹിക്കുന്നതാ. അയാളെ തച്ചൊരു വിദ്വാൻ. പിന്നെ ഇവനൊക്കെ വഹാബി ആയിട്ടില്ലെങ്കിൽ അത്ഭുതമല്ലോ. ഇവനൊക്കെ വഹാബി ആയിട്ടില്ലെങ്കിൽ അത്ഭുതമല്ലോ. അന്ന് ആ കോയൊക്കെ വേദന ഹൃദയത്തിന് പറഞ്ഞതാ, പടച്ചോനെ ഇവനക്ക് ഇജി കൊടുക്കണം. ഇതായത്താ പോയത്, അത് നൂരിശീക്ക പോയത്.
ഒരു മണ്ണാങ്കട്ട ഒരു അന്നും കൊണ്ടും ഉള്ളതല്ല. ഭയങ്കര ഭയങ്കര രസകരമാണ് ഈ വിദ്വാന്റെ ഓരോന്നൊക്കെ. എന്തേ കാരണം ഇയാളിങ്ങനെ വേറെ മടവൂരികളല്ലാത്തൊരു സ്ഥലത്ത് ഇയാൾ മടവൂരിയല്ലല്ലോ, ഇയാൾ മടവൂരിക്കല്ല വയ്ക്കുന്നത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തൊരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുന്ന കൂട്ടത്ത് പറഞ്ഞു, എനിക്ക് തൗഹീദ് മനസ്സിലായത് പേരോടിന്റെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല, പൊന്മളുടെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല, അങ്ങനെ പറയാ. പിന്നെ ശബാബ് വായിച്ചിട്ടാണ്. അതിനാലെ കൊണ്ടുപോയവർക്ക് എടുത്ത്. കാരണം ശബാബ് വരെ എതിരുള്ള പത്രമാണ്. ഇതാ കഥ. അല്ല ആയിക്കോട്ടെ, ഓരോരുത്തർ വേറൊന്നും ഉണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ട് സുന്നിയായി എന്ന് പറഞ്ഞിട്ട് ഒരു സുന്നിന്ന് മുജാഹിദ് പോയ ഒരാളുണ്ട്. അപ്പൊ എനിക്ക് അന്ന് ഞാനെപ്പറ്റിയിൽ ഗണ്ണന നടത്താൻ വന്നിരുന്നു. കുറച്ചു മുമ്പ് ഒരു 3-4 ഗണ്ണനോടെ തുടരെ നടന്നിരുന്നു. അപ്പൊ അന്ന് ഇയാൾ പ്രസംഗിച്ചിരുന്നു. അപ്പൊ ഇയാൾക്ക് ഇപ്പൊ എന്തൊരു മറുപടി പറയണല്ലോ, ഇയാൾക്ക് എന്തുകൊണ്ട് മുജാഹിദായി വിചാരിച്ചിട്ട് ഇസ്ലാമിൽ ഞാൻ കയ്യിലെടുത്തിട്ടില്ല. ഇയാൾ ഇസ്ലാമിൽ ലേഖനം എഴുതി. അപ്പൊ ഇയാൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ലാസ്റ്റ് ഇയാൾ പറയാം, ഇതൊക്കെ പിന്നെ പലതും നമ്മളെ ഇടയിലുള്ള ഈ ഖുറാഫാത്തും അനാചാരൊക്കെ ഇയാൾ ചിന്തിച്ചിട്ട് ഇയാൾക്ക് ഉറക്ക് വരുന്നില്ല. എത്ര രാത്രി കിടന്നിട്ട് ഉറക്ക് വരാതായപ്പോ ഇയാൾ എന്ത് ചെയ്തു അറിയോ, എണീറ്റിട്ട് തഹജ്ജുദാണ് നിസ്കരിച്ചു പറഞ്ഞു. ഉറങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ചു. ഞാൻ അത് വായിച്ചിട്ട് അന്നാ ഇസ്ലാമിന്റെ അടുത്ത് വായിച്ചിട്ട് പറഞ്ഞ മുജാഹിദീങ്ങളെ കൊണ്ടുവരുന്നോളൂ ഈ സാധനത്തിന്, ഞങ്ങൾക്ക് വേണ്ട. ചെങ്ങായിമാരെ ഉറങ്ങിയ ശേഷം നിസ്കരിച്ച നിസ്കാരത്തിന് തഹജ്ജുദാണ് കൊണ്ടിടക്ക. നിങ്ങൾക്ക് ഇത്ര തരംതാ നിങ്ങള് വെറുതെ എന്തെങ്കിലും കാണുമ്പോ തന്നെ കൊണ്ടെടുക്കല ഓരോന്നിനൊക്കെ. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു സാധനത്തിനും ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കലില്ല. നൂരീശിക്ക് പോയി അവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പോ അവിടെ നിങ്ങൾ അവിടുന്ന് പിന്നെയും പോകും. പണ്ട് ചേകന്നൂര് പോയത് അങ്ങനല്ലേ, പോയി അങ്ങനെ പലതും പോകും. ചേകന്നൂർ അങ്ങനെ ആദ്യം മുജാഹിദായി, പിന്നെ അതിനും പോയില്ലേ. പിന്നെ അയാൾ 5 വക്തുള്ള നിസ്കാരം 3 വക്താക്കി. പിന്നെ അയാൾ നിസ്കരിച്ചണമെന്നല്ല എന്നുള്ളടത്തേക്ക് എത്തുന്നത്. കാരണം എന്താ, നിസ്കരിക്കണമെന്നാ ഖുർആനിൽ പറയുന്നത്. ഇത്ര യുക്തിയാണേ. ഇന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിസ്കരിച്ചാണ് അള്ള പറഞ്ഞത്. അപ്പൊ ഇയാൾ അവസാനം എന്ത് പറഞ്ഞു തുടങ്ങി, ചായ പാരുന്ന ഒരാള്, ചായപ്പീടിയിൽ ഇപ്പൊ ഒരാള് ചായ പാരുക. അപ്പൊ 2 ആള് വന്നിട്ട് പറഞ്ഞു, അജരെ ഒരു കട്ടൻ ചായയും ഒരു ലൈറ്റ് പൊടിക്കട്ടനും എടുത്തോളിയാ. അപ്പൊ ഇയാൾ ഈ ലൈറ്റ് പൊടിക്കട്ടൻ ഈ കട്ടൻ ചായക്ക് എടുക്കുന്ന സമയത്ത് എന്റെ അല്ലോന്ന് പറഞ്ഞിട്ട് ചായ എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെ കയ്യും കാലും കയ്യിൽ ഊറിക്കെച്ചന്റെ കാര്യമൊന്നുമില്ല. കാരണം എന്താ, അയാൾ അള്ളാനെ ഓർത്തില്ലേ. ഡ്രൈവർ ഇങ്ങനെ വണ്ടി ഓട്ടുന്ന സമയത്ത് ഒരമ്പ് വന്നപ്പോ അള്ള പടച്ചു മതി, അയാൾക്കാരെങ്കിലും. എങ്ങനെ എന്ത് യുക്തിവാദം, ഇതൊക്കെ അവസാനം അങ്ങനെ ആയി തന്നെ പോവുക. ഈമാൻ ശ്രദ്ധിച്ചോളണം. എന്നിട്ട് ലാസ്റ്റ് ഇയാള് പറയാണ്, ഇയാളെ കുറിച്ച് പറയാ, സ്വർലോകം കൈക്കുള്ളി ലാക്കി ജീവിക്കവേ എങ്ങിനെയെങ്ങോ സമ്പാദിച്ചു ഭൂമിയെ. ഉമർ മൗലവിന്റെ ഉള്ളം കയ്യിലായിരുന്നു എത്ര സ്വർഗം. സൂറത്ത് ആലി ഇമ്രാനിൽ 133-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉളരൂ. എന്നിട്ട് അള്ളാഹ് പറയാ, ഈ സ്വർഗത്തിന്റെ വിശാലത ആകാശഭൂമിന്റെ വിശാലതയാണ്. അപ്പൊ സ്വർഗ വിശാലത ഖുർആൻ പറയുന്നത് ആകാശഭൂമിന്റെ വിശാലത ഉണ്ട്. ആ സ്വർഗ വിശാലത അത്രത്തോളം ഉണ്ടെങ്കിൽ ആ സ്വർഗമായിരുന്നു ഉമർ മൗലവിന്റെ ഉള്ളം കയ്യിൽ. സ്വർലോകം കൈക്കൊള്ളി ലാക്കി ജീവിക്കവേ എങ്ങിനെയെങ്ങോ സമ്പാദിച്ചു ഭൂമിയെ. നിങ്ങൾക്ക് എന്താ അർഹത ഉള്ളത്? ഞങ്ങളുടെ മാലിയും മൗലിതൊക്കെ തൊടാൻ അർഹത എന്താ? ഇനി വരെന്താ പറയുന്നത്? ഇതുപോലൊന്നല്ല നിങ്ങളെ മാലിയും മൗലിതും. നിങ്ങളിതൊക്കെ ആൾക്കാരെ പറഞ്ഞ് പൊട്ടീസാക്ക. നിങ്ങളിൽ വേണ്ടാത്ത പല വിളിയും വരിയും ഒക്കെ ഉണ്ട്. മങ്കൂസ് മൗലിതൊക്കെ വലിയ അപരാധമായിട്ട് പറയുന്ന ഒരു വരി എന്താ? നിങ്ങള് മുജാഹിദ് റബീഉൽ അവ്വൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ ജീവിക്കലെന്നെ ഉമല കുറ്റം ചെയ്തു അനവധി പാപിയാൻ റസൂലരേ കുമ്പിത പേട്ടങ്ങളിൽ ശരണം തരണം ദൂതരേ. നബിയോട് നമ്മൾ ആവലാതി പറയുന്നത് ശരിയാണ്, ഇത് പാടില്ല എന്ന മുജാഹിദ് പറയും. പറ്റുന്ന ഞങ്ങൾ പറയും. പാപം പൊറുക്കാൻ നബിയോട് പറയുന്ന മുജാഹിദ് പറയും അതില്ല. ഞങ്ങൾ നബിയോട് പാപം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മുജാഹിദ്? നബി ഞങ്ങളിന്റെ ദോഷം പുറത്തു തന്നെ. നിങ്ങൾ ഏത് കോളേജിലാണ് പോയിട്ട് പഠിച്ചത്? ഏത് മൗലവി ഞങ്ങളെ അറബി പഠിപ്പിച്ച്? നിങ്ങൾക്ക് ഇവരെല്ലാ ടീച്ചർ നാട്ടുകാർ പൊട്ടന്മാരാകല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവിടെ എന്താണ് സുഹൃത്തുക്കളെ? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹാ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിലില്ലേ, ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിട്ടില്ലേ, അതൂബു ഇലല്ലാഹ് വ ഇലാ റസൂലിഹി, ഞാൻ അല്ലാഹുവോട് തൗബ ചെയ്യുന്നു, അവന്റെ റസൂലിനോടും തൗബ ചെയ്യുന്നു. തൗബ എന്ന് പറഞ്ഞത് ആരോടുള്ളതാ?
അള്ളാഹോട് ഞാൻ അറിയില്ലേ? ആയിഷ ബീവി ഇതാ പറയുന്നത്, ഞാൻ നബിനോടും തൗബ ചെയ്യണം. നീ മുജാഹിദിന്റെ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൗലവിമാർക്ക് വല്ല അന്തണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി എന്ന് വേണ്ട, അവിടെ വ റസൂലി എന്ന് പറഞ്ഞാൽ തന്നെ ആ അർത്ഥം കിട്ടും. പിന്നെ ആ ഇല ആവർത്തിച്ചത് എന്തിനാ? അത് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അതൂബു ഇലല്ലാഹ് എന്ന് പറയും പോലെ തന്നെ അതൂബു ഇലാ റസൂലില്ലാ എന്ന് പറയാൻ പറ്റും എന്നതിന്റെ സൂചനയാണത്. അതിന് അറബിയെ കുറിച്ച് അറിയണം. ഈ ഒരു ആയത്തും ഹദീസും ഇങ്ങനെ നോക്കിയിട്ട് തിരിയുന്നതൊക്കെ അല്ല സീന്. ഇത് പൂർവ്വകാല ആളുകൾ എങ്ങനെ ഇത് മനസ്സിലാക്കി? ഇവിടെ ഇപ്പൊ നബിയോട് നമ്മൾ ആവലാതി പറയാണ്, കയ്യും കണക്കുമില്ലാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപിയാണ് നബിയെ, എന്റെ കാര്യത്തിലൊന്ന് നിങ്ങൾ അല്ലാഹുവോട് എന്റെ വിഷയത്തിലൊന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന് ഒരു അടിമ, സത്യവിശ്വാസിയായ ഒരു അടിമ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞുകൂടാ എന്ന് ഇസ്ലാമിന്റെ നയമല്ല. സൗദി അറേബ്യ ഭരിക്കുന്നത് സമസ്തയല്ലല്ലോ. ആ സൗദി അറേബ്യയിൽ മദീനത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ ആ ഖബർ ഷരീഫിന്റെ മുൻഭാഗത്തതാ മുജാഹിദീങ്ങളെ, അരീക്കോട്ട മുജാഹിദീങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കോളേജിന്റെ പരിസരത്താണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിളിക്കൂ, മൊബൈൽ ഫോണിൽ മദീനത്തേക്ക് വിളിക്കൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് വിളിക്കൂ. നിങ്ങൾ ആ ഖബർ ഷരീഫിന്റെ മുൻഭാഗത്ത് മനോഹരമായി അവിടെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. യാ ഖൈറ മൻ ദുഫിനത് ബിൽകാഹി അൽമുഹു ഫത്വാബം ഇൻ തിബിഹിം നൽകാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബു ഇന്നൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ വരി അവിടെ ഇല്ലേ? ഇല്ലാന്ന് പറയാ, നിങ്ങൾ പറഞ്ഞ പണി ഞാൻ എടുത്തോളാം. അതിന് ഉണ്ടിച്ചിട്ട് എന്താ മൂലയില ഞങ്ങൾക്ക്? ഈ വരി ആരാ ചൊല്ലിയത്? ആരാ ചൊല്ലിയത്? അത് ആരെങ്കിലും ആയിക്കോട്ടെ ഒഴിഞ്ഞു മാറരുത്. എന്തിനാ അവിടെ ഇരിച്ചിരിക്കുന്നത്? ഈ വരി ചൊല്ലിയത് ആരറിയോ? വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ സമീപത്തൊരു അഅറാബി വന്നിട്ട് നബിയെ വിളിക്കുകയാണ്. ഉമ്മാ, സഹോദരിമാരെ, വഫാത്തായി പോയ നബിയെ വിളിച്ചുകൊണ്ട് ആ അഅറാബി പറയുന്നത്, നബിയെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പാപം ചെയ്തു പോയ ആളുകൾ നബിയെ സമീപിക്കുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ വെച്ച് അല്ലാഹുവോട് പൊറുക്കലിനെ തേടുകയും അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവരല്ലാഹുവേ തൗബ സ്വീകരിക്കുന്നവരായി എത്തിക്കുമെന്ന ആയത്തോതിയിട്ട് ഈ അഅറാബി തന്റെ പാപത്തിന്റെ സങ്കടം മുത്തുനബിയോട് പറഞ്ഞുകൊണ്ട് ചൊല്ലിയ വരിയാണ് ഉമ്മ. മദീനത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ അഅറാബി ചൊല്ലിയിട്ടങ്ങ് പോവുകയാ. ഉത്തുബി വിവരിക്കുകയാ, എനിക്ക് ഉറക്കു വന്നുപോയി, ഞാൻ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. ഉത്തുബിയെ റസൂൽ വിളിച്ച് പറയുന്നത്, ഓ ഉത്തുബി, അഅറാബി, എന്റെ ഖബറിന്റെ എന്റെ സമീപത്ത് വന്ന് എന്നോട് സങ്കടം പറഞ്ഞ അഅറാബിക്ക് സുവിശേഷം അറിയിക്കടേ, അയാളെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്നറിയിക്കണോ. ആ അഅറാബി ചൊല്ലിയ വരിയാണ്. ഇതന്നല്ലേ ഇർത്തഖബത്തു. ഇനി വഫാത്തായി പോയ നബിതങ്ങളെ വിളിക്കൽ, അത് നബിക്കുള്ള ആര പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. ഇപ്പൊ ആ ഒരു ഉശീര് കുറഞ്ഞിരിക്കണ്. ഇതേ കാരണോ അതാണ് മറ്റേ മുജാഹിദിനെ ഞങ്ങൾ നന്നാക്കി. സക്കരിയ സലായൊക്കെ പറഞ്ഞില്ലേ, ഇമാമിങ്ങളെ പേരിൽ ശിർക്കും കുഫറും ആരോപിച്ചിട്ട് നിങ്ങൾ ജമിയത്തുൽ ഉലമന്റെ സെക്രട്ടറി സ്ഥാനം തന്നെ എനിക്കെന്നാൽ എനിക്ക് വേണ്ടത്. ഓ, ആ മുത്തൊക്കെ നന്നായത് കണ്ടില്ല, എത്ര നന്നായി. ഇമാമിങ്ങളെ പിന്നാലെ പോരാ. ഇനി എന്താ നമ്മൾ സംശയം? ഏത് ഇമാമ സക്കരിയ ഇസ്തിഹാസ ചെയ്യാത്ത? നിങ്ങൾ ചിന്തിച്ചു നോക്കി, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടപ്പോഴാ മുജാഹിദിന് തിരിഞ്ഞത് അല്ലേ? ഈ ഹദീസ് ഒന്നുണ്ടേതാ? യാ ഇബാദല്ലാഹ്, നിങ്ങളെ സൗക്കാനി വരെ ഈ ഹദീസ് ദലീലാണ്. നമ്മള് അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ ഈ ഹദീസ് ദലീലാണ്. കാരണം എന്താ? നമ്മൾ കാണാത്ത ജിന്നുകളിൽപ്പെട്ട സ്വാലിഹീങ്ങളും മലക്കുകള് അവര് നമ്മളെ സഹായിക്കും. ഇപ്പൊ പണ്ടുങ്ങൾ ആകെ മനുഷ്യന്മാർക്ക് സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. ഇതൊക്കെ അള്ള വെച്ച നമുക്കുള്ള ഹെൽപ്പർമാരാണോ? ഇതൊന്നും അല്ലാത്തവരോട് സഹായം ചോദിക്കല്ല, അള്ളാഹിനോട് തന്നെ സഹായമൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പോയത്തം പറിച്ചിട്ട് നിർത്തി. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? പ്രാർത്ഥനന്റെ ഡെഫിനിഷനുകൾ മാറ്റി. പണ്ട് നിങ്ങൾക്ക് മനുഷ്യ കഴിവിന് അതീതമായിരുന്നു. ആ മനുഷ്യ കഴിവിന് അതീതം എന്നുള്ളത് സൃഷ്ടി കഴിവിന് അതീതമൊക്കെ. കാരണം ജിന്നു സൃഷ്ടിയല്ലേ. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് നന്നായി അൽഹംദുലില്ലാഹ് ഞങ്ങൾ ആ ഡെഫിനിഷൻ മാറ്റിയത്. കാരണം സൃഷ്ടിന്റെ കഴിവ് പെടാത്തൊരു കാര്യം ഞങ്ങൾ സൃഷ്ടിയോട് ചോദിക്കണില്ല. ആ അമ്പിയാക്കളോട് ഇപ്പൊ ഞങ്ങൾ സഹായം ചോദിക്കണം. അതുപോലെ മോചിതത്വം ഉണ്ടാ.
ഔലിയാക്കൾ പോലെ കറാമത്തോണ്ട് ഞങ്ങൾ സഹായിക്കുന്ന, അത് ഓർക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന കഴിവിന്റെ പരിധിപ്പെട്ടത് ഞങ്ങൾ ചോദിക്കുന്നു. അള്ളാഹു താല ഓർക്ക് അങ്ങനത്തെ ഒരു കൈ കൊടുത്തത്. നിങ്ങൾക്ക് കുറെ പോയത്തം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ നിങ്ങൾ ചോദിക്കി, ഏഴിമല ഉസ്താദ് 21 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ചെറുവാടി ഏഴിമല ഉസ്താദ്, ഓരോ 5 മക്കള് ജമാഅത്തേര, ഒരു മോന് EN മഹമ്മൂദ് മുസ്ലിയാർ, അവര് മാത്രമാണ് സുന്നിയുള്ളത്. അവരൊരു മാസം മുമ്പ് മരിച്ചു. രണ്ടാള് സുന്നിയാണ്. ഇങ്ങനെ മഹമ്മൂദ് മുസ്ലിയാരുടെ കബറ് പ്രത്യേക വസീയത്ത് പ്രകാരം ബാപ്പാന്റെ കബറിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ എന്ത് ചെയ്തു അറിയ നിങ്ങള് ഉമ്മമാര് ഇതൊക്കെ കേൾക്കണോ? അങ്ങനെ ഈ കബറിന് ഒരു അസാധാരണ നീളം അനുഭവപ്പെട്ടു. അപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാരായ മക്കള് പള്ളി കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സുന്നികൾ ഉണ്ടാക്കി ഒപ്പിച്ച പണിയാണ്, ഞങ്ങളുടെ ബാപ്പാന്റെ കബർ അങ്ങനെ നീണ്ടിട്ടൊന്നുമില്ല. നീട്ടിയതാണോ നീണ്ടതാണോ എന്ന് അറിയാൻ വേണ്ടി ജമാഅത്തേര് കബറ് കളച്ചു. പള്ളി കമ്മിറ്റിക്കാരെന്നായിക്കോട്ടെ മധ്യസ്ഥന്മാരെ നിർത്തിയിട്ട് നാട്ടുകാരടിയിൽ പിക്കാസും കൈക്കോട്ടെടുത്ത് ഈ മൗദൂദി കുട്ടികൾ പിന്നെ കൊത്തി EN ഇബ്രാഹിം മൗലവി ഉൾപ്പെടെ സ്വന്തം ബാപ്പാന്റെ കബർ മേലെ ഒപ്പിച്ചതല്ല. മൂടലിന്റെ നീളം കണ്ടപ്പോ പിക്കാസും കൈക്കോട്ടിട്ടിട്ട് മൗദൂദി കുട്ടികൾ ഇറങ്ങിപ്പോണ് മയ്യത്തിന്റെ തരീന്ന് പേൻ പോണ മാതിരിയാ പോയിരുന്നു. പണ്ട് 87-ലെ റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം മറമാടിയത് ജീർണിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കാനാണ്. അങ്ങ് വെളിയിൽ വെച്ചാ പോരെ. ഓനെ ജമാഅത്തേരാ എന്ത് ബുദ്ധിയാടോ എന്റെ ബുദ്ധിയൊക്കെ. അൽമനാറിൽ മുജാഹിദ് എഴുതി ജീർണിച്ച ചടങ്ങുകളൊന്നും അള്ളാന്റെ റസൂലിന്റെ ഹദീസൊക്കെ അബൂദാവൂദ് എടുത്ത് വായിക്ക്. വെള്ളിയാഴ്ചകൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കും. ആ സ്വലാത്തൊക്കെ എനിക്കെത്തും. സ്വഹാബത്ത് ചോദിച്ചു, നബി ഞങ്ങൾ വഫാത്തായി ഖബറിലെത്തിയാൽ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നിങ്ങൾക്ക് എത്തും, നിങ്ങൾ മണ്ണാവൂലേ? നബിന്റെ സ്വഹാബത്തിന് സംശയം ഉണ്ടായതുകൊണ്ടല്ല, വഹാബി മൗദൂദികൾ വരും. അക്കാലത്ത് സുന്നിയക്ക് സംശയം കൊടുങ്ങായിരിക്കാം. അന്ന് സ്വഹാബത്ത് ചോദിച്ചാടോ? അന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ ഉത്തരം എന്താ? അബൂദാവൂദിലെ ഹദീസില്ലേ, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാഇ, അംബിയാക്കളെ ശരീരം ഭൂമി തിന്നൂല, ഭൂമിക്ക് നിഷിദ്ധമാണ്. ഞാൻ സംസാരിക്കുന്നത് റിഫാഇ തങ്ങളെ അനുസ്മരണ മാസത്തിലല്ലേ? പ്രിയപ്പെട്ട ഉമ്മമാരെ, ആരാണ് റിഫാഇ തങ്ങള്? ഹിജറ 500-ൽ ജീവിച്ചു വഫാത്തായി പോയവരല്ലവോ? ഇമാം സുയൂത്തി തങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. മഹാനായ റിഫാഇ തങ്ങളതാ ഹജ്ജിന് പോയപ്പോ മദീനത്ത് ചൊല്ലുകയാ. ഖബറു ഷരീഫിന്റെ ചാരത്ത് നിന്നുകൊണ്ട് മഹാന് ആ മനോഹരമായ ഖബറു ഷരീഫ് നോക്കിയിട്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, പലപ്പോഴും എന്റെ ആത്മാവ് മാത്രമാണ് നബിയെ ഇവിടെ വരാറുള്ളത്. എന്നെന്റെ ആത്മാവ് മാത്രമല്ല, എന്റെ ജസദും അങ്ങയുടെ ചാരത്തുണ്ട് നബിയെ. എനിക്കൊരാഗ്രഹമുണ്ട് നബിയെ. റിഫാഇ തങ്ങൾ നബിയെ വിളിച്ചിട്ട് ആഗ്രഹം പറയുന്നത്, വഫാത്തായി പോയ നബിയോടാ പറയുന്നത്, അങ്ങയുടെ കയ്യൊന്ന് എനിക്ക് നീട്ടിത്തരുമോ? ഞാനതിലൊന്ന് ചുംബിക്കട്ടെ യാ റസൂലല്ലാഹ്. എന്നിട്ട് റിഫാഇ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പാടുന്നത്, ഫീ ഹാലത്തിൽ ബുദുറു കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അൻനി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് വൻദുർ യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി. ഓ എന്റെ സഹോദരാ, മുജാഹിദ് ജമാഅത്തുകാര് പറയുന്നത് പോലെയുള്ള നേതാവല്ല നമ്മുടെ നേതാവ്. ആ ഖബർ ഷരീഫിൽ നിന്നതാ ഒരു കയ്യങ്ങ് വെളിയിലേക്ക് അങ്ങ് വരികയാ. ആ കൈ ആരുടെ കൈയാണ്? ലോകത്തിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ, മദീനയുടെ വസന്തം ത്വാഹ റസൂലുള്ളാഹി. ജനകോടികളായ കോടികളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തില് എന്നും താലോലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ കുടിത്തുടിപ്പ്, നമ്മുടെ കരളിന്റെ കഷ്ണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയാണ് ആ വെളിയിലേക്ക് എന്ന് വന്നത്. ഈ നേതാവ് മണ്ണായി പോയി എന്ന് പറയുന്നത് എന്താ? മുജാഹിദിന്റെ ഒക്കെ വിശ്വാസം എന്ത് ഈമാനാ? പിന്നെ എന്താ ജമാഅത്ത് പറയുന്ന വിശ്വാസം? എന്ത് ഈമാനുള്ളത്? അതുകൊണ്ട് ചെറുപ്പക്കാരെ, പരിഷ്കാരം കാട് കയറി സുന്നത്ത് മഅത്തിന്റെ അഖീദ വിട്ടുപോകണ്ട. അനന്തര ഫലം നരകമായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കുകയാണ്. എല്ലാവരും എണീറ്റ് നിന്ന് വസല്ലമ തങ്ങൾ മദീനത്ത് കിടന്ന് ഈ സദസ്സ് കാണും എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടത്തെ കളിയാക്കിയവരോടും അവിടത്തെ കഴിവിനെ കുറച്ചു കാണിച്ചവരോടുള്ള നമ്മുടെ ജിഹാദാണ് ഈ സ്റ്റേജും നമ്മുടെ സദസ്സും. നമുക്കിതുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഹബീബിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഹൗദുൽ കൗസർ കിട്ടണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക്
ഈ സദസ്സിൽ ഞങ്ങൾ എത്രയോ സമയമായിരിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. നിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്, മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിന് വേണ്ടി കഷ്ടപ്പെട്ടവർക്കും പ്രവർത്തിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാം നീ പരലോകത്ത് ഹബീബിനോടൊന്നിച്ചുള്ള സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. എല്ലാവരും അടുത്തേക്ക് വരും. ബിസ്മില്ലാ. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കസേരൊക്കെ അവിടെ ഇരുന്നോട്ടെ. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരും. ബിസ്മില്ലാ. ലാ ഇലാഹ